സുഹൃത്തുക്കളെ, സ്വപ്നങ്ങളും ശാസ്ത്രവും എന്ന ഈ വിഷയം വളരെ വിപുലവും പൂർണ്ണമായി മനസ്സിലാക്കാനോ പറയാനോ തന്നെ എളുപ്പമല്ലാത്തൊരു വിഷയം തന്നെയാണ്. ഇത് പറയുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് നമ്മളൊരു സ്വതന്ത്രചിന്ത വിഷയമാക്കിയ ഒരു ചർച്ചാവേളയിൽ ഇങ്ങനൊരു വിഷയം പറയുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിച്ചു. നമ്മുടെ അടിസ്ഥാനപരമായ ഒരു നിലപാട്, പ്രവർത്തന രീതി ഇങ്ങനെ ആയാൽ യുക്തിരഹിതമായ ഒരുപടി ധാരണകൾ, വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് സ്വപ്നമെന്നത്. ഒരുപാട് യുക്തിരഹിതമായ ധാരണകൾ അതേക്കുറിച്ച് നിലവിലുണ്ട്. യുക്തിയുക്തമായ ചില അറിവുകൾ ലഭ്യമാണ്, പക്ഷേ നിർഭാഗ്യവശാൽ അത് പൊതുസമൂഹത്തിൽ വളരെയൊന്നും പ്രചാരത്തിലില്ല. ഇന്നും സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്കുള്ളത് ഒരുപാട് പഴകിയ തെറ്റായ ധാരണകളാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. വളരെ വിപുലമാണ്. ഇതിൽ തന്നെ വളരെ കോംപ്രഹെൻസീവായ ഒന്ന് പറയാനുള്ളൊരു സമയമോ തയ്യാറെടുപ്പോ ഇല്ല. ഒരു ആമുഖമായി, ഒരു ഇൻട്രൊഡക്ഷനായി മാത്രം ഇതിനെ കാണുക. സ്വർഗത്തിൽ നിന്ന് പറന്നു വരാറുള്ള ചിത്രശലഭങ്ങളൊക്കെ ആയിട്ടാണ് സ്വപ്നങ്ങളെ കവികളും ഒക്കെ കാണാം. എല്ലാ സംസ്കാരങ്ങളിലും അങ്ങനെയാണ്. ഇത് വേറൊരു മണ്ഡലത്തിൽ നിന്ന് നമ്മൾ സന്ദർശിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ദൈവങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന്, അഭൗമമായ മണ്ഡലത്തിൽ നിന്ന് മനുഷ്യനെ സന്ദർശിക്കാനെത്തുന്ന പ്രതിഭാസങ്ങളായാണ് കണ്ടുപോകുന്നത്. നമ്മുടെ ഒരു പ്രൈമറി ക്ലാസ്സുകളിൽ എവിടെയോ നമ്മൾ ആദാമിൻ്റെ മകൻ അബു എന്നൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അവസാന ഭാഗമാണിത്. അബു ചോദിക്കുന്നത്, അപ്പോൾ സ്വപ്നത്തിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. ആ മാലാഖയോട് ചോദിക്കുകയും ആദ്യത്തെ തവണ ചോദിച്ചപ്പോൾ ഇതിൽ ദൈവത്തിനെ സ്നേഹിക്കുന്നവരുടെ പേരുകൾ, ദൈവം സ്നേഹിക്കുന്ന പേരുകൾ എഴുതിയപ്പോൾ രണ്ടാമത്തെ തവണ വരുമ്പോഴാണ് അബുവിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്നൊരു കാര്യമാണ്. അതായത് ഈ തരത്തിലുള്ള അഭൗമമായ മണ്ഡലങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ എത്താനുള്ളൊരു വഴിയാണ് സ്വപ്നം എന്നൊരു ധാരണ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമുക്കുണ്ട്. ഈ ധാരണ ഇന്നും വളരെ സജീവമാണ്. ചെറുപ്പത്തിലേ നമ്മൾ കേട്ടുവരുന്ന ധാരണയാണ്. ഇതിന് ഒരു കേവലം ഒരു കാവ്യഭാവന എന്നതിനേക്കാൾ സാമൂഹികമായി എല്ലാവരും അംഗീകരിക്കുന്ന എങ്ങനെയാണ് ലോകം പ്രവർത്തിക്കുന്നത്, പ്രകൃതി പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ധാരണയുടെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. ഡാർവിൻ്റെ പരിണാമം എന്നൊരു സിനിമ അടുത്ത കാലത്ത് കണ്ടു. അതിൽ ഇത് എന്താണ് എന്ന് വെച്ചാൽ ഒരു അംഗീകരിക്കപ്പെട്ട രീതി, അംഗീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ അഭൗമമായ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് സന്ദേശങ്ങൾ ലഭിക്കാനുള്ള ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു വഴിയാണ് സ്വപ്നങ്ങൾ എന്നത് ഒരു പൊതുധാരണയാണ്. അതുകൊണ്ടാണ് ഒരു ശരിയായ മറ്റെല്ലാ തരത്തിലും തമ്മാടിയും കൊലപാതകയും കള്ളനും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അയാളുടെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി അയാൾക്ക് ആ പള്ളിയിലെ വിഗ്രഹം പള്ളിയിലെ പ്രതിമ മോഷ്ടിക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി അദ്ദേഹം പറയുന്നത്, നേര് പറഞ്ഞാൽ ഞാൻ നമ്മുടെ പുണ്യാളിനെ സ്വപ്നം കണ്ടച്ചോ, ഡാർവിനെ ഇനി നീ നന്മയുടെ വഴി കൂടി സഞ്ചരിക്കണമെന്ന് പുണ്യാളൻ എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ പഴയ ഡാർവിനല്ല, എൻ്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം എൻ്റെ കാശ് കൊണ്ട് തന്നെ പള്ളി പണിയണം. ഇത് സ്വപ്നത്തിൽ വന്നതുകൊണ്ടാണ്. ഒരു സ്വപ്ന ദർശനമാകയാൽ ഇത് എന്താവുന്നു? ഇത് വിശ്വസനീയമാവുന്നു. അതെൻ്റെ ഒരു നേർച്ചയാണ് അച്ഛാ പുണ്യാളിനോട് പറഞ്ഞാൽ. അച്ഛൻ്റെ വാഹ വിളിച്ചു പോവാ, ആ നേരോ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ സ്വപ്നത്തിന് ഒരു ആധികാരികതയുണ്ട്. ഇയാൾ പറയുന്നത് പൂർണ്ണമായ നുണയാണ്, പക്ഷേ അതിന് ആധികാരികമായ മറ്റേതെങ്കിലും ഒരു സ്കീമിലാണ് ഈ പഴിയുമായി അച്ഛൻ്റെ അടുത്ത് പോയിരുന്നെങ്കിൽ ഇതിലെന്തോ കള്ളത്തരമുണ്ട്, ഇവർ നമ്മളെ പറ്റിക്കാൻ തുടങ്ങുകയാണ് എന്ന് അച്ഛൻ അങ്ങനെ ആലോചിച്ചേനെ. ഇതങ്ങനെയല്ല. ഞാൻ സ്വപ്നത്തിൽ പുണ്യാളനോടൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു അംഗീകരിക്കപ്പെട്ട, എത്രയോ തലമുറകളായി പുരാതനമായി അംഗീകരിക്കപ്പെട്ടു പോകുന്ന ഒരു രീതിയാണ്. അതായത് അഭൗമമായ സന്ദേശങ്ങൾ കിട്ടാനുള്ള വഴിയാണ്. അപ്പോൾ നേരായിരിക്കാം എന്നാണ്. ഈ മതസാഹിത്യം
ഈ സ്വപ്നങ്ങളുടെ അഭൗമമായ ഉറവിടവും അതിൻ്റെ പ്രത്യേക പ്രാധാന്യവും എടുത്തു പറയുന്നുണ്ട്. ഇപ്പം ജെനിസിസിൽ ബൈബിളിൽ കാണാം ഫറവോൻ്റെ സ്വപ്നങ്ങൾ. 7 തടിച്ച പശുക്കളും 7 മെലിഞ്ഞ പശുക്കളുമുള്ള ഫറവോൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്നത് ജോസഫ് അത് വ്യാഖ്യാനിച്ചു കൊടുത്തുവെന്ന് ബൈബിളിൽ കാണാം. ഹദീസുകളിൽ, ഇസ്ലാം മതത്തിൻ്റെ ഹദീസുകളിൽ പറയുന്നത് 3 തരം സ്വപ്നമുണ്ടെന്നാണ്. ദൈവത്തിൽ നിന്ന് വരുന്നത്, ചെകുത്താനിൽ നിന്ന് വരുന്നത്, അവനവനിൽ നിന്ന് വരുന്നത്. ഒക്കെയും ഈ രീതിയിലുള്ള മതസാഹിത്യങ്ങളൊക്കെയും ഈ ഒരു ആശയമാണ് പറയുന്നത്. ഭൂരിപക്ഷ മതം എന്ന് പറയുന്ന മതം ഇതിൽ വളരെ മുന്നിലാണ്. കേരളത്തിൻ്റെ പൊതു സംസ്കാരത്തെ നിർണ്ണയിക്കുന്നത് തന്നെ ഭൂരിപക്ഷ മതത്തിൻ്റെ അത് വലിയൊരളവോളം, കേരളത്തിൽ പോലും, ഇന്ത്യയിൽ മൊത്തവും കേരളത്തെ പൊതുവെ. അപ്പം ഈ നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ ഒരു ശാസ്ത്രീയ മനോവൃത്തിയുടെ നിലവാര മുദ്രയാണ് ഇവിടെ കാണിക്കുന്ന ജ്യോതിഷ പ്രസിദ്ധീകരണങ്ങൾ. നമ്മളൊരു കടയിലൊക്കെ പോയി നോക്കിയാൽ ഒരുപാട് ജ്യോതിഷ പ്രസിദ്ധീകരണങ്ങൾ, ഒന്നൊന്നുമല്ല, അനേകം ജ്യോതിഷ പ്രസിദ്ധീകരണങ്ങൾ ഇങ്ങനെ കാണാം. അതിൽ നിറയെ ഈ രീതിയിലുള്ള ലേഖനങ്ങളാണ്. നെറ്റിലും ഇതാണ് ധാരാളമായിട്ട് ഇത്തരത്തിലാണ്. അതിൽ നിന്ന് സ്വപ്നഫലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ നീണ്ട ലേഖനങ്ങൾ കാണാം. ബ്രാഹ്മണരെയും സജ്ജനങ്ങളെയും കന്യകമാരെയും ഒക്കെ കാണുന്നത് വിഷം, മാംസം, അമേദ്യം, വളരെ വിചിത്രമായിട്ടുള്ളതാണ്. ഇതൊക്കെ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ശുഭമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചില സ്വപ്നങ്ങൾ നല്ല ദുഷ്ടയും ആചാരകർമ്മങ്ങളിൽ വിമുഖയും നീണ്ട മുടിയും നീണ്ട വലിയ മുലകളും നഖവും ചമന്ന അല്ലാത്ത വസ്ത്രം ധരിച്ചുമായി സ്ത്രീയെ സ്വപ്നം കണ്ടാൽ അടുത്ത രാത്രി തികഞ്ഞ് ജീവിക്കുകയില്ല എന്നാണ്. ഇങ്ങനെയുള്ള വലിയ വലിയ സന്ദേശങ്ങളൊക്കെ വരുന്നതാണ് പിന്നെ ഒരു പൊതു സമൂഹത്തിൻ്റെ വിശ്വാസം. ഇതൊക്കെ ഈ മാസികകളിലൊക്കെ വരികയും ഇതാൾ വളരെ കാര്യമായി വായിക്കുകയും ഓരോ സ്വപ്നം കാണുമ്പോഴും ഇതുപോലെ പരിഭ്രമിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹമായതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ വൃദ്ധനാവുക, ക്ഷൗരം ചെയ്യുക, ചെരുപ്പ് നശിക്കുക, സ്വർണം ഇരുമ്പ് ലഭിക്കുക അനർത്ഥ സൂചകമാണ്. അങ്ങനെ പല ഒരുപാട് അട്ടയുടെ കടിയേറ്റതേക്കാണ് സന്താന ലാഭത്തെ കാണിക്കുന്നതാണ്. ഈ രീതിയിലുള്ള വിചിത്രമായിട്ടുള്ള സ്വപ്നങ്ങളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ മതേതര എന്ന് പറയാമല്ലോ, ഇതൊക്കെ മതത്തിൻ്റെ ഭാഗമാണ്. മതേതര പീരിയോഡിക്കൽസ്, അപ്പോൾ നമ്മുടെ പീരിയോഡിക്കലിലേക്ക് പോകണമെങ്കിൽ മതേതരമായ നമ്മുടെ ആനുകാലികങ്ങളിൽ മാതൃഭൂമി, പച്ചക്കുതിര, ഭാഷാഭൂഷണി ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ ഹൈബ്രോ പീരിയോഡിക്കൽസ് എന്ന് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അടുത്ത ഇലക്കം പച്ചക്കുതിര നിങ്ങൾ കണ്ടാണ്. ഇതാണ് പച്ചക്കുതിര. ഇത് മെയ് 2016 മെയ്യിലേതാണ്. അതിലൊരു വലിയൊരു ആർട്ടിക്കിൾ കാണാം, സ്വപ്നങ്ങളും പ്രവചനങ്ങളും എന്ന് പറഞ്ഞു. ഇതാണ് സ്വപ്നങ്ങളും പ്രവചനങ്ങളും. വളരെ പ്രധാനപ്പെട്ട അനേക പേജുകളുള്ളൊരു ആർട്ടിക്കിളാണ്. അതിന് അനുബന്ധമായി വേറൊരു ഫീച്ചറും ഇപ്പോൾ ഈ മാസം 2016 മെയ്യിൽ ഇറക്കിയിട്ടുള്ള സാധനമാണ്. ഇവിടെ കാണുന്നത് എന്താണ്? നമ്മൾ വായിച്ചു വരുന്നത് അല്ല, ഇത് കേരളം എന്നൊരു ബൗദ്ധിക ചവറ്റുകൊട്ടയാണോ എന്ന് തോന്നുന്നു. കാരണം ഈ ലോകത്ത് എവിടെയും പുറന്തള്ളപ്പെട്ടിട്ടുള്ള അബദ്ധമായ കാര്യങ്ങൾ അതിൻ്റെ വേസ്റ്റ് ബാസ്ക്കറ്റായിട്ട് കേരളം മാറിയെന്ന് ഈ ലേഖനം വായിച്ചാൽ നമുക്ക് തോന്നും. എല്ലാ ഭൗതിക വേസ്റ്റുകളും പഴഞ്ചരക്കുകളും കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അത് ചിലപ്പോൾ ഗംഭീരമായ ലേഖനങ്ങൾ വരുന്ന സ്ഥാനമാണ് ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. അപ്പോൾ ഇതിൽ ആരെക്കുറിച്ചാണ്? ആർട്ട് ഫങ്ക് ഹൗസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മനഃശാസ്ത്രജ്ഞൻ, വിത്ത് ഇൻവേർട്ടഡ് കോമേഴ്സാണ്. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ പരിചയപ്പെടുന്നത്, സ്വപ്നങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രമുഖരിലൊരാൾ. ദേജാവു, പ്രവചനാത്മക സ്വപ്നങ്ങൾ എന്നീ മേഖലയിൽ ലോകത്തിന് നിരവധി സംഭാവനകൾ നൽകിയവരിൽ ശ്രദ്ധേയ. അമേരിക്കയിലെ ഇന്ത്യാനയിൽ ജനനം, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഫിസിക്സിൽ ബിരുദം. കേൾക്കുന്നുണ്ടോ കണ്ണാ? ഫിസിക്സിൽ ബിരുദം. യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗണിൽ നിന്ന് ബിരുദാനന്തര ബിരുദം. സ്വിസ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡോക്ടറേറ്റ്. തുടർന്ന് സ്വിറ്റ്സർലൻഡിലെ CJ യുങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അനലിറ്റിക്കൽ സൈക്കോളജി പ്രത്യേക പരിശീലനം നേടി. ഇങ്ങനെയൊക്കെയാണ് പ്രവചനാത്മക സ്വപ്നങ്ങളെക്കുറിച്ച് നാഷണൽ ഇൻ്റർനാഷണൽ ജേണലുകളിൽ ശ്രദ്ധേയമായ നിരവധി പഠനങ്ങളും ഗവേഷണങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യാനാണ്? ഇതാണ് ഇതിനുള്ള ആധികാരികതക്കുള്ള അതാണ് തുടങ്ങുന്നത് തന്നെ. ഇയാളുടെ തുടങ്ങുന്നത് ഇതാണ്. ഇത് കണ്ട ഒപ്പിയൊന്നുമല്ല. MIT-യിൽ നിന്ന് ഫിസിക്സിൽ ബിരുദം നേടിയ ആളാണ് ഈ കണ്ട അസംബന്ധങ്ങൾ മൊത്തം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അസംബന്ധമല്ല. അപ്പോൾ ഞാനെന്നിട്ട് അയാളുടെ യഥാർത്ഥ എന്താണ് അയാളുടെ ഡിഗ്രി നോക്കാൻ നെറ്റിൽ പോയി നോക്കിയപ്പോൾ ഞാൻ ജനിച്ച വർഷം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഫിസിക്സിൽ ബിരുദെടുത്തപ്പോൾ എനിക്ക് സമാധാനമായി. 50 കൊല്ലമൊക്കെ ആയാലോ, 54 കൊല്ലം മുമ്പാണ് ഫിസിക്സിൽ ബിരുദെടുത്തത്. അതൊരു കുറ്റമായി കണക്കാക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. 54 കൊല്ലം മുമ്പേ ഫിസിക്സിൽ ബിരുദെടുത്ത് പോയി. അത് എത്ര പേര് ഫിസിക്സിൽ ബിരുദെടുത്തിട്ടുണ്ട്? ഇയാൾ 73-ൽ ഇദ്ദേഹം അവിടെയാണ് ഒരു പ്രധാനം. ഇതൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഫിസിക്സിൽ ബിരുദെടുത്തിട്ടുള്ളത് ശരിയാണ്, അത് നിഷേധിക്കാൻ പറ്റില്ല.
അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം അത് കഴിഞ്ഞ് 73 ഇദ്ദേഹം ഒരു സൈക്കോതെറാപ്പിസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് പോവുകയും ആ മണ്ഡലത്തിൽ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിസിക്സ് ബിരുദമായിട്ട് ഇതിന് ഒരു തരത്തിലുള്ള ബന്ധം, അത് തുടങ്ങുന്നത് തന്നെ MITയിലെ ഫിസിക്സ് ബിരുദമായിട്ടാണ്. ഇതിന് വാസ്തവത്തിൽ ഇയാൾ പറയുന്ന കാര്യമായ ഫീൽഡുമായിട്ട് ഒരു ബന്ധവും ഇല്ല. TN ശേഷൻ സായിബാബയുടെ വലിയ ഭക്തനാണ്, ഫിസിക്സിലെ ബിരുദം. എന്താ കാര്യം? ഇത് പിന്നെ അനുഷ്ഠാന വിജ്ഞാന കോഴ്സ്, ഞാൻ പലതിലും പറഞ്ഞിട്ടുള്ള പുസ്തകമാണ്. ഏത് പുസ്തകത്തിൽ പിന്നെ കടയിൽ പോയാലും വലിയ ചിലവാകുന്നൊരു പുസ്തകമാണ്. ഞാനും ഇത് ഇതിനിടെ പോയപ്പോൾ ചോദിച്ചപ്പോൾ തീർന്നു പോയി, നാളെ വരും എന്നാണ്. അത്ര ഡിമാൻഡുള്ള പുസ്തകമാണ്. ഇത് എഴുതിയ ഇദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാനഡയിൽ നിന്നും ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദവും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഫിസിക്സിൽ ബിരുദം നേടുന്നതുകൊണ്ട് അസംബന്ധം പറയുന്നതിന് ഒരു തടസ്സവുമില്ല. ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടിയ ആൾ അനുഷ്ഠാന വിജ്ഞാനകോശം എഴുതുന്ന ഒരു രാജ്യത്ത്, ഒരു ലോകത്ത് 1962 ഫിസിക്സിൽ ബിരുദം എടുത്തെന്നുള്ളത് ഇയാളുടെ ഇത് അസംബന്ധങ്ങൾക്കൊന്നും ഒരു കാരണമല്ല എന്നർത്ഥം. ഇതന്നെ ദീപക് ചോപ്ര AIMS AIMSൽ നിന്ന് മെഡിസിനിൽ ബിരുദം നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഏറ്റവും വലിയ കപടശാസ്ത്രങ്ങളുടെ ഒരു പ്രചാരകനാണ് ദീപക് ചോപ്ര. പിന്നെ എന്താ ഇതിൽ പറയുന്ന വിഷയങ്ങൾ? ഈ പ്രവചനാത്മക സ്വപ്നങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പ്രവചനാത്മക സ്വപ്നങ്ങൾ പറയുന്നത്, അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് പ്രവചനാത്മകമായ സ്വപ്നം കാണുന്നതാണ്. ശുദ്ധമേ അസംബന്ധമാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു വലിയ കഥയിൽ ഇങ്ങനെ എബ്രഹാം ലിങ്കൺ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വെടിവെച്ച് മരിക്കുന്ന അതിൻ്റെ സ്വപ്നം കണ്ടെത്തുക. അതുകൊണ്ട് എന്താ കാര്യം ഉണ്ടായത്? കാര്യമൊന്നും ഉണ്ടായില്ല. വെടിവെച്ച് വെടികൊണ്ട് മരിക്കുന്ന ചെയ്തു. ടൈറ്റാനിക് മുങ്ങുന്നു 19 സ്വപ്നം കണ്ടെന്ന് പറയുന്നത്. എന്താ കാര്യം ഉണ്ടായത്? ഇതൊക്കെ മുക്കാനുള്ള മുങ്ങി. വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഇതെന്താ ലോ ഓഫ് ട്രൂലി ലാർജ് നമ്പേഴ്സ്, കൺഫർമേഷൻ ബയാസ്, എങ്ങനെയാണ് ഓർമ്മകൾ പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനപരമായ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഈ നമ്മൾ എല്ലാ കപട പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ജ്യോതിഷമൊക്കെ പറയുന്നത് പോലെ തന്നെ ഉള്ള ഒരു അസംബന്ധ വിശ്വാസമാണ്. ഈ രീതിയിലുള്ള ലോ ഓഫ് ട്രൂലി ലാർജ് നമ്പേഴ്സ്, കൺഫർമേഷൻ ബയാസ്, നമ്മുടെ ഓർമ്മകൾ എങ്ങനെ പ്രവർത്തിക്കുന്നത്, ഈ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ഈ ലോ ഓഫ് ട്രൂലി ലാർജ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ വിത്ത് എ ലാർജ് ഇനഫ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എനി ഔട്ട്റേജസ് തിങ് ഈസ് ലൈക്ലി ടു ഹാപ്പൻ. അതായത് വലിയ നമ്പർ ഉണ്ടാകുമ്പോൾ എന്തും സംഭവിക്കാം. ഇത്തരത്തിലുള്ള ഭാവി പ്രവചിച്ചു എന്ന് തോന്നുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത് ഒരു അത്ഭുതമല്ല. കാരണം മിന്നൽ ഏൽക്കുക എന്നുള്ളത് വളരെ അപൂർവം, നമ്മുടെ കാഴ്ചയിലില്ല. പക്ഷെ എന്നാലും ഒരു കൊല്ലം 24,000 പേര് ഒരു ലോകത്ത് മിന്നലേറ്റ് മരിക്കുന്നുണ്ട്. നമ്മൾ എത്ര പേര് കാണുന്നുണ്ട് മിന്നലേൽക്കുക, ഇടിമിന്നലേൽക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും 24,000 പേര്, ഈ ഭൂമിയിൽ എത്രയും മനുഷ്യരുള്ളതുകൊണ്ട് ഒരു വർഷം 24,000 പേര് ഇടിവെട്ടേറ്റ് മരിക്കുന്നുണ്ട്. അപ്പോൾ അത്ര അസാധാരണമല്ലാത്ത വളരെ അസാധാരണമായ കാര്യങ്ങൾ പോലും ഒരുപാട് ലാർജ് നമ്പറിൽ സംഭവിക്കാം. അത് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും 1.5 ദശലക്ഷം പ്രീകോഗ്നിറ്റീവ് എന്ന് തോന്നിക്കാവുന്ന സ്വപ്നങ്ങൾ കാണാം. അത്രയും സ്വപ്നങ്ങൾ നമ്മൾ എല്ലാവരും കൂടെ കാണുന്നുണ്ട്. കാരണം സ്വപ്നം കാണാത്ത ആൾക്കാരില്ല. അത്രയും ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 250 സ്വപ്ന ദൃശ്യങ്ങൾ ഓരോ ആളും ഓരോ ദിവസം കാണുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് കണക്കൂട്ടുകയാണെങ്കിൽ ഓരോ വർഷവും ഓരോ ദിവസവും 15 ലക്ഷം സ്വപ്നങ്ങൾ. കാരണം 1 മില്യൺ ചാൻസ് ഉണ്ടായാൽ മതി. 1 ഒരു ദശലക്ഷത്തിൽ ഒന്നെങ്കിലും ഇത് ഞാൻ നേരത്തെ വിചാരിച്ച പോലെ ആയല്ലോ എന്ന് തോന്നുന്ന അല്ല ഞാൻ സ്വപ്നം കണ്ട പോലെ ആണല്ലോ എന്ന് വിചാരിക്കാനുള്ള ചാൻസ് 1,00,000-ൽ 1 പോലും ഈ ലോകത്തുള്ള ഈ അനേകമായ ഈ മനുഷ്യരുടെ എണ്ണം കാരണം കൊണ്ട്, ബിക്കോസ് ഓഫ് ദ ട്രൂലി ലാർജ് നമ്പേഴ്സ് ഇൻ ആക്ഷൻ, 15 ലക്ഷം ഓരോ ദിവസവും സ്വപ്നങ്ങളുണ്ടാവും. അപ്പോൾ ദിസ് ഓൺലി കോയിൻസിഡൻസ്. അതൊന്ന്. പിന്നെ കൺഫർമേഷൻ ബയാസ്. നമ്മുടെ വിശ്വാസങ്ങൾ എന്താണോ അത് തന്നെയാണ് നമ്മൾ കാണുക എന്നുള്ളത്. നമ്മളൊന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതൊക്കെ അതാണെന്ന് തോന്നും. അതാണ് കൺഫർമേഷൻ ബയാസ്. വേറെ ഒന്ന്. പിന്നെ അതുപോലെ എന്താണ്, ഫോൾസ് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഓർമ്മകൾ തെറ്റായിരിക്കാം, ഫോൾസ് മെമ്മറീസ്. അപ്പോൾ ഫോൾസ് മെമ്മറീസാണ് മറ്റേതിനേക്കാളും കൂടുതൽ തിളങ്ങിക്കാണുക എന്ന് പറയും സർവോദാരി. ഇമിറ്റേഷൻ ആഭരണങ്ങളാണ് യഥാർത്ഥ ആഭരണങ്ങളൊക്കെ തിളക്കുണ്ടാവുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കപട സ്മരണകളാണ് യഥാർത്ഥ സ്മരണകളേക്കാൾ തിളക്കുണ്ടാവുക. പിന്നെ പറയുന്ന പുനർജന്മം. ഈ ലേഖനത്തിൽ പറയാണ് നമ്മുടെ സ്വപ്നങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പുനർജന്മങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പുനർജന്മത്തിൻ്റെ സാധ്യത, ഇയാൻ സ്റ്റീവൻസൺ, ഇതൊക്കെ അതിലെ ചിത്രമാണ്. ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി. 4 മഹാന്മാർ, ഇവരൊക്കെയാണ് വലിയ ശാസ്ത്രജ്ഞന്മാരായിട്ട് വെച്ചിരിക്കുന്നത്. പച്ചക്കുതിരയാണ്, ഹൈബ്രോ പീരിയോഡിക്കൽ. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. സിഗ്മണ്ട് ഫ്രോയിഡ്, ഇയാൻ സ്റ്റീവൻസൺ, കാൾ ജങ്, എമിലി ബൊറേക്ക്, ഇങ്ങനെ ചില 4 ആൾക്കാരെയാണ് പറഞ്ഞേക്കുന്നത്. ഇവരാണ് ഇതിലെ
4 മഹാശാസ്ത്രജ്ഞന്മാരായിട്ട് വെച്ചിരിക്കണം. ഇതൊന്ന് നമ്മൾ ഈ ഇയാൻ സ്റ്റീവൻസ് എന്ന് പറഞ്ഞ മഹാനെ കുറിച്ചിട്ട് നമ്മൾ തന്നെ യുക്തിയുഗത്തിൽ മുമ്പ് പറഞ്ഞിട്ടില്ല, ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ബാലരമയിലടക്കം പ്രസിദ്ധനാണ് ഈ ഇയാൻ സ്റ്റീവൻസൺ. ബാലരമയിൽ കുട്ടികളുടെ പുനർജന്മത്തെക്കുറിച്ചൊരു ആർട്ടിക്കിൾ ഞങ്ങൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഞാനും പിന്നെ അരുൺ, കണ്ണൻ, ഇങ്ങനെ പലരുമായിട്ട് ഈ പേടിപ്പിക്കാനുള്ള നുണകൾ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ തന്നെ സീരിയസ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ലക്കം തന്നെ ഇതായിരുന്നു, ഈ ഇയാൻ സ്റ്റീവൻസൺ പറഞ്ഞ ഒരു നുണക്കഥയുടെ തുടർന്നുണ്ട്. ഇയാൾ മഹാശാസ്ത്രജ്ഞനായിട്ട് അവതരിപ്പിച്ചേക്കണം ഇയാൻ സ്റ്റീവൻസൺ. അയാളൊരു യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചുകൊണ്ട് ശരിയാണ്, പക്ഷേ ഒരു അസംബന്ധ വിശ്വാസങ്ങൾ, പുനർജന്മ വിശ്വാസങ്ങളെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ഇതിലൂടെ സാമാന്യമായൊരു ധാരണ പോലും ഇല്ലാതെയാണ് ഈ സ്വപ്നങ്ങളും പുനർജന്മവും ഒക്കെ ആയിട്ട് നമ്മുടെ ഹൈബ്രോ പീരിയോഡിക്കൽസ് അറിഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് ഇയാൻ സ്റ്റീവൻസൺ പറയുന്നില്ല. അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അസംഭാവ്യത, അസാധാരണ അവകാശങ്ങൾക്ക് അസാധാരണ തെളിവ് വേണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ പറയുന്നതിനെ കൂടുതൽ ആവർത്തിക്കുന്നില്ല. അതിൻ്റെ ഈ ഇയാൻ സ്റ്റീവൻസൻ്റെ ഒരു വലിയ തമാശയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൽ വളരെ ആത്മാർത്ഥത വിശ്വസിക്കുന്നു. പുനർജന്മം എന്നൊരു സാധനമുണ്ട്, മരിച്ചുപോയ രണ്ടാമതും ഇതേപോലെ സ്വപ്നങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് ആൾക്കാർക്ക് സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും, ആദാമിൻ്റെ മകൻ അബുവായിട്ട് പ്രത്യക്ഷപ്പെടാം, ആദാമിൻ്റെ മകൻ പ്രത്യക്ഷപ്പെട്ട പോലെ പ്രത്യക്ഷപ്പെടാൻ പറ്റുമെന്ന് വിശ്വസിച്ചിട്ട് ഇദ്ദേഹം പറയും ഒരു കോമ്പിനേഷൻ ലോക്ക് ഒരു സാധനമുണ്ട്, അതിൽ പ്രത്യേക ചില വാക്കുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ലോക്ക് തുറക്കാൻ പറ്റും. അതൊരു കോഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കോഡ് വെച്ചേ തുറക്കാൻ പറ്റും. ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇയാളെ കുറേ പേപ്പറുകളൊക്കെ ഇട്ടിട്ട് ഈ വെർജിനിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു ലോക്ക് ഇത് നമ്പറിട്ട് പൂട്ടി വെച്ചു. എന്നിട്ട് ആൾക്കാരോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പുനർജന്മം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മരണാനന്തര ജീവിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളാരെങ്കിലും സന്ദർശിക്കും, നിങ്ങൾക്ക് ആ ഈ മെസ്സേജ് പാസ് ചെയ്യും, എന്താണ് ഈ വാക്ക്, എന്നിട്ട് നിങ്ങൾക്ക് ലോക്ക് തുറക്കാം എന്ന് പറഞ്ഞു കൊടുത്തു. ആ ലോക്ക് എന്നും പൂട്ടി തന്നെ കിടക്കുക. 2007 അദ്ദേഹം മരിച്ചു, ഇന്ന് വരെ ആർക്കും ലോക്ക് തുറക്കാൻ പറ്റിയില്ല. കാരണം അയാൾ മരിച്ചതോടുകൂടി ആ കോമ്പിനേഷൻ നഷ്ടപ്പെട്ടു പോയി, അയാൾക്ക് ഇതുവരെ വരാനും പറ്റിയില്ല. പക്ഷേ ഇയാൻ സ്റ്റീവൻസൺ മരിച്ചിട്ട് വരാൻ പറ്റില്ലെങ്കിലും നമ്മൾ എന്നും പച്ചക്കുതിരയിലൂടെ സന്ദർശിക്കുകയും മഹാവല്യ ശാസ്ത്രജ്ഞനാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് സ്വപ്നവും പുനർജന്മമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ സാഹിത്യത്തിൻ്റെ നിലവാരമാണ് പറയുന്നത്. ഇവിടെയൊക്കെ ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെയാണ് ഇത് പറയാനുള്ള കാരണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തിനാണ് ഈ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ ഇതൊക്കെയാണ് നമ്മളെ കേൾക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ യുക്തിരഹിതമായ ഈ വിശ്വാസങ്ങളെയൊക്കെ ഖണ്ഡിക്കാനുള്ളതാണല്ലോ നമ്മുടെ ജോലി. മറ്റേ അടുത്ത ആള് എമിലി ബോയ്റാക്ക് എന്ന് പറഞ്ഞാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ നെറ്റിലുകൊണ്ട് എല്ലാവർക്കും നോക്കാം. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി എന്താണെന്ന് വെച്ചാൽ യൂസപ്പിയ പെലാഡിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയം ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഇരുന്നിട്ട് തന്നെ അവരുടെ മനഃശക്തി കൊണ്ട് മേശ പൊക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെയൊക്കെ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള മഹാനാണ് ഇദ്ദേഹം. അതായത് ഇതൊക്കെ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ അങ്ങനെ. അതെന്ന് വെച്ചാൽ ഡൗസിങ്ങും മറ്റേതൊക്കെ ശാസ്ത്രജ്ഞ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കുറേ ശാസ്ത്രജ്ഞന്മാർ നമുക്കുണ്ട്. ഈ സൈക്കിക് സർജറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഭ്യാസമുണ്ട്. അതായത് ആളെ കൈയൊന്നും ആയുധങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര സർജറി ചെയ്തിട്ട് ഓരോ സാധനങ്ങളൊക്കെ പുറത്തെടുക്കുന്ന ഒരു സംഭവമുണ്ട്. അതിനൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ശാസ്ത്രജ്ഞന്മാർ നമുക്കുണ്ട്. അതുപോലത്തെ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഇദ്ദേഹം, പാരാസൈക്കോളജിസ്റ്റ്. ഇവരെ ട്രിക്ക് മെത്തേഡ്സിനെ കുറിച്ച് മാത്രം അക്കാലത്തിന് പുസ്തകം വന്നിട്ടുണ്ട്. ഈ രീതിയിലുള്ള ആൾക്കാരാണ് ഇന്ന് വലിയ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നത്. യുങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞില്ല, വളരെ പ്രസിദ്ധനാണ്. 4 ഫോട്ടോ ഉണ്ടായത്, മൂന്നാമത്തെ ഫോട്ടോ യുങ്ങിൻ്റെ ആണ്. യുങ് ഭയങ്കര പ്രസിദ്ധനാണ്. യുങ് എന്ന് പറഞ്ഞാൽ യുങ്ങിൻ്റെ സൈക്കിക് സൂപ്പർസ്റ്റിഷൻ എന്നാണ് യുങ്ങിനെ പറയാം. എന്ന് വെച്ചാൽ മൂപ്പര് വിചാരിച്ചിരുന്നതാണ് സൈക്കോ കനസിസ് സാധ്യമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അതായത് ഈ മേശയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ മനഃശക്തി കൊണ്ട് മേശ പൊക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് യുങ്. അതായത് അത്രയും പുരാതനമായ അസംബന്ധ ധാരണകൾ വിളിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇന്ന് പ്രസക്തമേ അല്ല അദ്ദേഹത്തിൻ്റെ ധാരണകളൊക്കെ. അപ്പോൾ ഈ ഫ്രോയിഡ് അദ്ദേഹത്തിൻ്റെ സെക്ഷൽ സൂപ്പർസ്റ്റിഷൻ എന്നാണ് പറയുന്നത്, ലൈംഗിക അന്ധവിശ്വാസം. അത് ഈ യുങ്ങിൻ്റെ സൈക്കിക് സൂപ്പർസ്റ്റിഷന് ബദലായിട്ട് കൊണ്ടുവന്നെന്നാണ് പറയുന്നത് ഈ സെക്ഷൽ സൂപ്പർസ്റ്റിഷൻ. പിന്നെ ഫ്രോയിഡിനെ കുറിച്ചിട്ട് വളരെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഫ്രോയിഡിൻ്റെ സ്വപ്ന വിശ്ലേഷണ രീതിയും സിദ്ധാന്തങ്ങളും പഠനങ്ങളുമൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇന്നത്തെ ഗവേഷകരെ സഹായിച്ചിട്ടുണ്ടാവുക എന്ന് വളരെ ചോദ്യകർത്താവ് ചോദിക്കുന്നു. അപ്പോൾ ഇയാളുടെ മറുപടി, ഫ്രോയിഡിൻ്റെ സിദ്ധാന്തങ്ങളും ഗവേഷണങ്ങളും മാറ്റി നിർത്തി സ്വപ്നങ്ങളെക്കുറിച്ച് പഠിക്കുക സാധ്യമല്ല. ഇത് പാശ്ചാത്യ സംസ്കാരത്തെ മുൻനിർത്തി സ്വപ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മാത്രമല്ല, പൗരസ്ത്യമായ പഠനങ്ങളിൽ പോലും ഫ്രോയിഡിൻ്റെ സ്വാധീനം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് സ്വപ്ന ഗവേഷകരുടെ ബൈബിൾ എന്ന് തന്നെ പറയേണ്ടി വരും എന്നാണ് പറയുന്നത്. 1895 പിന്നെ 900 എന്നും പറയുന്നുണ്ട്. ആ കാലത്താണ്, 20ാം നൂറ്റാണ്ട് തൊട്ട് മുമ്പേ
1900-ലാണ് പ്രിന്റ് ചെയ്തതുകൊണ്ട് 895-900 ആ കാലത്താണ് സ്വപ്ന. അതാണ് ഇതിൻ്റെ ബൈബിളായിട്ട് വെച്ചിരിക്കുന്നത്. ബൈബിളിനൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ 6000 കൊല്ലം മുമ്പൊക്കെ ഉണ്ടായിരുന്ന, എത്ര കൊല്ലം, 2000 കൊല്ലം മുമ്പുള്ള സാധനമാണല്ലോ. അതുപോലെ ഇതും ഒന്നും പ്രസക്തമല്ല, അതൊരു മതത്തിന് മാത്രം പ്രസക്തമായ സാധ്യതയാണ്. ഇന്നത്തെ ഒരു ടോക്കിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ ഫ്രോയിഡ് കാലഹരണപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കിയാൽ ഇത്രയും ഒന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രധാനമായിട്ടുള്ള ഉദ്ദേശം അതാണ്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യുക്തിവാദികൾ തന്നെ ഫ്രോയിഡിൻ്റെ ഈ സ്വപ്ന വിശകലന പുസ്തകം, ഈ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് തർജ്ജമ ചെയ്ത് ഇന്ത്യയിൽ ഇങ്ങനെ കാര്യമായിട്ട് ഇതാക്കുകയും അത് വളരെ സീരിയസ് ആയിട്ട് വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഏതോ കാലത്ത് രാമായണ വളരെ ഒരു സാഹിത്യകൃതി എന്നുള്ള നിലക്ക് രാമായണ മഹാഭാരതങ്ങളെ പോലെ ആസ്വദിക്കാമെന്നല്ലാതെ ശാസ്ത്രീയമായി അതിൽ ഒരു കണ്ടന്റും ഇല്ല. ഇതൊരു കപടശാസ്ത്രമാണ്. ഇതാണ് ഇന്നത്തെ പ്രധാന സന്ദേശം. അതാണ് സ്വപ്ന ഗവേഷകരുടെ ബൈബിൾ എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഇവിടെ പലരും വായിച്ചിട്ടുണ്ടാവും. ഇത് മലയാളത്തിൽ സ്വപ്നങ്ങളുടെ അപഗ്രഥ. ഇതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് വെച്ചിരിക്കുന്നത് ഇന്നും. ഫ്രോയിഡിൻ്റെ സ്വപ്നങ്ങളുടെ അപഗ്രഥം, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് ആണ് വലിയ ഒരു വിശുദ്ധനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിശുദ്ധൻ്റെ ഫ്രോയിഡ് മതത്തിൻ്റെ ഒരു ബൈബിൾ തന്നെയാണ്. ഫ്രോയിഡ് ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു, ന്യൂറോളജിയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാലത്തെ ന്യൂറോളജി എന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിലെ ന്യൂറോളജിയാണ്, വളരെ അവികസിതമാണ്. അദ്ദേഹത്തിന് എളുപ്പം തന്നെ മനസ്സിലായി ഈ ന്യൂറോളജി കൊണ്ട് മനോരോഗ ചികിത്സയിൽ ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. പക്ഷേ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സീക്കിംഗ് ദ ന്യൂറൽ ബേസിസ് ഓഫ് ബിഹേവിയർ, അതാണ് ഫ്രോയിഡ് ചെയ്ത അബദ്ധം. ഈ പെരുമാറ്റത്തിൻ്റെ, മനുഷ്യ പെരുമാറ്റത്തിൻ്റെ ന്യൂറൽ ബേസിസ് കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം, അതിൻ്റെ മസ്തിഷ്കപരമായ അതിൻ്റെ അടിസ്ഥാനം കണ്ടെത്തുന്നതിന് പകരം, he renounced that investigative line in favor of a program of self-promotion at which he was unfortunately highly successful എന്നാണ് ഹോബ്സൺ പറയുന്നത്. ഹോബ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രത്തിൻ്റെ പഠനമാണ് പ്രധാനമായിട്ടും, രണ്ട് പുസ്തകങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും ഈ പഠനത്തിന് വേണ്ടി ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹോബ്സണിൻ്റെ റെഫറൻസാണ് ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സ്വയം പ്രൊമോഷൻ ടാർഗറ്റ് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം, അത് വളരെ സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ്. ഈ നമ്മൾ നേരത്തെ കണ്ടതുപോലെ എല്ലാവരും പിന്നെ നമ്മുടെ ഒരു ആധുനിക പൂർവ ഒരു പാരമ്പര്യം എന്നാൽ സ്വപ്നങ്ങളുടെ അർത്ഥങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. കാരണം അത് രഹസ്യ സന്ദേശങ്ങളെ വെച്ചിട്ടുണ്ട്, അതീതമായ ഒരു മണ്ഡലത്തിൽ നിന്ന് വരുന്ന രഹസ്യ സന്ദേശങ്ങൾ എന്നാണ്. അല്ലെങ്കിൽ അത് രോഗങ്ങളുടെ ഭാഗമായിട്ട്, ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് ചില സ്വപ്നങ്ങൾ കാണാം, അങ്ങനെയൊക്കെ പല വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു എൻകോഡഡ് മെസ്സേജ് ഫ്രം ഗോഡ്സ് എന്നുള്ള ഇത് ഈ ഒരു ട്രഡീഷനെ ബ്രേക്ക് ചെയ്യാൻ ഫ്രോയിഡിനും കഴിഞ്ഞില്ല. ഫ്രോയിഡ് എന്താ ചെയ്തത്? ഫ്രോയിഡ് പിക്ഡ് അപ്പ് ദറ്റ് ഡിസ്റ്റോർട്ടഡ് മെസ്സേജ് ഐഡിയ. ഇതെന്ന് വെച്ചാൽ ഒരു രഹസ്യ സന്ദേശമാണ് എന്ന ആശയം ഫ്രോയിഡും മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. കാരണം അന്ന് നിലവിലുള്ള ആശയം അതാണ്, ഇതൊരു മെസ്സേജാണ്, വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു സന്ദേശമാണ് സ്വപ്നം എന്ന നിലവിലുള്ള ധാരണയെ ഫ്രോയിഡ് അതുപോലെ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഞാനാണ് അത് നിർദ്ധാരണം ചെയ്യുന്ന ആളെന്നാണ്. അത് അദ്ദേഹം നിർദ്ധാരണം ചെയ്യുകയും ഒരു ഏജൻസി ഉണ്ട് ഇതിന്, ഈ ഒരു ഹിഡൻ മെസ്സേജ് തരുന്ന ഒരു ഏജൻസി, മനസ്സ് എന്ന ഒരു സാധനം അവിടെ ഉണ്ട്. അത് തരുന്ന ചില മെസ്സേജസ് ആണ്, ഒരു രഹസ്യ സന്ദേശമാണ്, അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് എന്ന ഒരു രീതിയിലേക്കാണ്. അങ്ങനെ ഒരു ധാരണ, അങ്ങനെ ആണ് സൈക്കോഅനാലിസിസ് എന്ന മതം. സൈക്കോഅനാലിസിസ് ഒരു മതമാണ്, സൈക്കോഅനാലിസിസ് മതം ഉണ്ടാകുന്നത്. ആ മതത്തിൻ്റെ പ്രവാചകനാണ് ഫ്രോയിഡ്. All these systems, including psychoanalysis, are essentially religions, and that they are based on faith in an agency that gives hidden directives. അത് which can be understood only through the intervention of someone who can interpret the message. അതിനൊരു പുരോഹിതം വേണം. അതാണ് സൈക്കോതെറാപ്പിസ്റ്റ്, ഈ മെസ്സേജുകളെ വ്യാഖ്യാനിച്ച് തരുന്നത്. ഇതൊരു പവർഫുൾ ആൻഡ് പെർനീഷ്യസ് സ്യൂഡോ സയൻസ് ആണെന്നാണ് ഹോബ്സൺ പറയാം. ശക്തവും വിനാശകരവുമായ ഒരു കപടശാസ്ത്രമാണ് ഫ്രോയിഡ് ഉണ്ടാക്കിയത്. കാരണം ബിക്കോസ് ഓഫ് ഹിസ് കാരിസ്മാറ്റിക് അതോറിറ്റേറിയൻ സ്റ്റൈൽ ആൻഡ് അസ്റ്റ്യൂട്ട് ഓർഗനൈസേഷൻ സ്കിൽസ്, അങ്ങനെ ഇത്രയും കഴിവുകളുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് ഇദ്ദേഹം ഒരു പ്രവാചകൻ, ഈ സൈക്കോഅനാലിസിസ് മതത്തിൻ്റെ ഒരു പ്രവാചകനായി മാറി. ആ മതത്തിൻ്റെ ബൈബിൾ തന്നെയാണ് ഈ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. അത് നമ്മൾ വായിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് അത് അദ്ദേഹം പറഞ്ഞതാണ്. ഓർമ്മകൾ എന്ന് വെച്ചാൽ ഗുപ്തമായ നമ്മുടെ ഹാലൂസിനേറ്ററി ഫുൾഫിൽമെൻറ്റ് ഓഫ് റിപ്രസ്ഡ് വിഷസ് എന്നാണ്. നമ്മുടെ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് ഹാലൂസിനേറ്ററി ഫുൾഫിൽമെൻ്റ് എന്നാണ്. വിഭ്രാമാത്മകമായ
പൂർത്തീകരണം, അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളുടെ വിഭ്രാമാത്മകമായ പൂർത്തീകരണമാണ് സ്വപ്നങ്ങൾ എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. അത് ഈ ആഗ്രഹങ്ങൾ എന്തുകൊണ്ട് അടിച്ചമർത്തുന്നു? അത് നമുക്ക് അസ്വീകാര്യമായതിനാൽ, നമ്മുടെ ഡിസ്റ്റർബ് ചെയ്യുന്നതായതിനാൽ, അതുകൊണ്ട് അതിനെ സെൻസർ ചെയ്ത് അത് ഡിസ്ഗൈസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇതാണ് അദ്ദേഹത്തെ സിദ്ധാന്തം. അപ്പോൾ ഒരു സ്വപ്നത്തിനൊരു മാനിഫെസ്റ്റ് ആയിട്ടൊരു കണ്ടന്റ് ഉണ്ട്, അതിന് ലേറ്റൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ട്. അതാര് പറഞ്ഞു തരണം? അത് അനലിസ്റ്റ് പറഞ്ഞു തരണം എന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ജോൺ അലൻ ഹോബ്സൺ. ഈ പ്രൊഫസർ, എമറിറ്റസ് പ്രൊഫസർ സൈക്യാട്രി, ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ സൈക്യാട്രി പ്രൊഫസറാണ്, എമറിറ്റസ് പ്രൊഫസർ. ഇപ്പം അദ്ദേഹം പറഞ്ഞതാണ്, 50 വർഷം ഞാൻ ഈ ഡ്രീംസിനെ കുറിച്ച്, സ്ലീപ്പ് ഡ്രീംസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. വിത്തൗട്ട് ഫൈൻഡിങ് എനി എവിഡൻസ് വാട്ട്സ് എവർ ഫോർ ഫ്രോയിഡ്സ് തിയറി ആൻഡ് അബണ്ടന്റ് എവിഡൻസ് ഫോർ ദ ഓൾട്ടർനേറ്റീവ് ആക്ടിവേഷൻ സിന്തസിസ് മോഡൽ. സ്വപ്നത്തെക്കുറിച്ച് ഒരു ആക്ടിവേഷൻ സിന്തസിസ് എന്ന് പറഞ്ഞ പുതിയ സിദ്ധാന്തം ഹോബ്സൺ മുന്നോട്ട് വെക്കുന്നു. Therefore, I say that Freud's dream theory, however charming and even captivating from a literary point of view, is scientifically without foundation. ശാസ്ത്രീയമായി യാതൊരു അടിസ്ഥാനവുമില്ല. അവർ വാദം ഞാൻ പറഞ്ഞു വെക്കുകയാണ്. വേറെ ഒന്നും നിങ്ങൾ ഇതിൽ നിന്ന് കൊണ്ടുപോകുന്നില്ലെങ്കിലും ഇത്രയെങ്കിലും മനസ്സിലാക്കിയാൽ അത് മതി. ഹോബ്സിൻ്റെ വിമർശനങ്ങൾ ഇങ്ങനെ പോകുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രം ഇറ്റ്സ് നോട്ട് എംപിരിക്കൽ ഓർ എക്സ്പെരിമെൻ്റൽ. ഫ്രോയിഡ് ചെയ്തത് എന്താണ്? ഇറ്റ് വാസ് സ്പെക്കുലേറ്റീവ് ഫിലോസഫി എന്നാണ്. ഒരു തത്വശാസ്ത്രം, ഒരു സ്പെക്കുലേറ്റീവ് ഫിലോസഫി മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ചാരുകസേര സിദ്ധാന്തമാണ്. ഡിഡ് യു ഡു എക്സ്പെരിമെന്റ്സ്? നോ. ഡിഡ് യു യൂസ്? ഇതൊക്കെ ഓപ്ഷനെ ഞാൻ അതേപോലെ എടുത്തു വെച്ചിരിക്കുകയാണ്. പരീക്ഷണങ്ങൾ ചെയ്തോ? ഇല്ല. കൺട്രോൾ കൺസെപ്റ്റ് ഉണ്ടോ? ഇല്ല. ഡിഡ് യു എവർ കൺസിഡർ ഫാൾസിഫയബിലിറ്റി? ഇതിൻ്റെ ഈ ഫാൾസിഫയബിൾ ആണോ, ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുന്നതാണോ? അതിന് ഈ ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഫാൾസിഫയബിൾ അല്ല. ഡിഡ് യു എവർ കൺസിഡർ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്? അതില്ല. അപ്പോൾ നോ എമൗണ്ട് ഓഫ് അക്കാഡമിക് സ്കോളർഷിപ്പ് ക്യാൻ മിറ്റിഗേറ്റ് ഹിസ് ഫേറ്റൽ ഫ്ലോസ് ഇൻ ഹിസ് സെൽഫ് ഡിസ്ക്രിപ്ഷൻ. ഹി വാസ് എ വെരി ക്ലവർ മാൻ, ബട്ട് ഹി വാസ് ഓൺലി സ്പെക്കുലേറ്റിംഗ്. വെറുതെ മൂപ്പരിങ്ങനെ ചാരുകസേര സിദ്ധാന്തങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു സിദ്ധാന്തം അടിസ്ഥാനപരമായിട്ട് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് മതപരമായ ഈ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ജ്യോതിഷ രത്നത്തിലൊക്കെ കാണുന്ന രീതിയിലുള്ള സ്വപ്ന വ്യാഖ്യാനങ്ങൾ. കാരണം ഒരു സ്വപ്നത്തിന് അർത്ഥമുണ്ട്. നിങ്ങൾ പിന്നെ അട്ട കടിക്കുന്നതായി സ്വപ്നം കണ്ടാൽ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകുമെന്നർത്ഥം എന്നുള്ള പോലെ. അപ്പോൾ ഓരോന്നും ഇതേ ട്രഡീഷനാണ് സൈക്കോതെറാപ്പി ഫോളോ ചെയ്യുന്നത്. നിങ്ങളൊരു സ്വപ്നം കണ്ടാൽ അതിൽ 2 ഏജൻസി ഉണ്ട്. ഒന്നുകിൽ ദൈവവും നമ്മളും, ആത്മാവും ശരീരവും, മസ്തിഷ്കവും മനസ്സും. ഇങ്ങനെ ഈ 2 ഏജൻസികളുണ്ട് എന്നാണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനമായ ഒരു സങ്കല്പം. അപ്പോൾ ഈ സന്ദേശങ്ങൾ വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട്. വ്യാഖ്യാനിക്കാനുള്ളതല്ല സ്വപ്നങ്ങൾ എന്നാണ്. അതാണ് ഹോബ്സൺ പറയാം. ഡ്രീംസ് ആർ നോട്ട് ടു ബി ഇൻ്റർപ്രറ്റഡ്. അപ്പോൾ ഇതാണ് ആദ്യമേ എന്നോട് ഇവിടെ ആദ്യം ഉന്നയിച്ച പ്രശ്നമാണ്. ഇതിനൊന്ന് വ്യാഖ്യാനിക്കണം. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ളതല്ല. അതുകൊണ്ട് പിന്നെ ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഭംഗിയായി പിന്മാറുന്നു. സൗകര്യം ആദ്യം പറഞ്ഞതാണ് 2-3 സ്വപ്നങ്ങൾ പറഞ്ഞ ശേഷം ഇത് വ്യാഖ്യാനിച്ചു തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ളതല്ല. ഡ്രീംസ് ആർ നോട്ട് ടു ബി ഇൻ്റർപ്രറ്റഡ്. They are to be understood, defined and measured and compared with the wake state consciousness. മനസ്സിലാക്കുക, നിർവചിക്കുക, അളക്കുക, താരതമ്യം ചെയ്യുക, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഇൻ്റർപ്രിറ്റേറ്റീവ് ആയിട്ടുള്ള ട്രഡീഷനിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി. ഇപ്പം നമ്മളങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമമില്ല. സ്വപ്നങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കുക എന്നുള്ളത് ഒരു കപടശാസ്ത്രമാണ്. അതിലൊരു സ്പെക്കുലേറ്റീവ് ഫിലോസഫിയാണ്. ഒരു അടിസ്ഥാനമില്ല. ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടന്റിനേക്കാളും ഡ്രീം കണ്ടന്റിനേക്കാളും ഡ്രീം ഫോമിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കണ്ടന്റിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് അതല്ല ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത്, ഡ്രീം ഫോമിനാണ്. കാരണം എന്താണ്? It's the adoption of the philosophical conviction that the physical world is the only world that there is. ഇത് നമ്മുടെ ധാരണയാണ്. അതാണ് ഹോബ്സൺ തന്നെ ഞാൻ എടുക്കാൻ കാരണം. കൃത്യമായും അദ്ദേഹത്തിൻ്റെ ഒരു തത്വശാസ്ത്ര നിലപാടിന് ഏതാണ്? ഫിസിക്കൽ വേൾഡ് ഈസ് ഓൺലി വേൾഡ് ദാറ്റ് ദർ ഈസ്. ഇതല്ലാതെ വേറൊരു ലോകമില്ല. വേറൊരു അഭൗമ മണ്ഡലത്തിൽ നിന്ന് നമുക്കൊന്നും സന്ദേശം വരാനില്ല. ഒന്ന്. രണ്ടാമത്തേത്, that the brain and mind are therefore inextricably united. മനസ്സ് മസ്തിഷ്കം എന്നിങ്ങനെ 2 എണ്ണമില്ല. മനസ്സിൽ നിന്ന് പ്രത്യേകമായ ഒരു സന്ദേശം വ്യാഖ്യാനിക്കാനില്ല. മനസ്സും മസ്തിഷ്കവും ഒന്ന് തന്നെയാണ്. ഇത് ഡിസ്റ്റിങ്ക്റ്റീവ് ഡ്രീമിങ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റീവ് ഫോം ഓഫ് കോൺഷ്യസ് അവെയർനെസ്. ഇതാണ് വേറൊരു പ്രധാനമായ സന്ദേശം ഇന്ന് മനസ്സിലാക്കാനുള്ള വേറൊന്നും. ഡ്രീമിങ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റീവ് ഫോം ഓഫ് കോൺഷ്യസ് അവെയർനെസ്
കോസ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് ബ്രെയിൻ ഇൻ സ്ലീപ്പ്. അത് നമ്മൾ വിശദമായിട്ട് പിന്നീട് വരും. പക്ഷേ നമ്മൾ ഫ്രോയിഡിനുള്ളൊരു നീതി പുലർത്തുക എന്ന് പറഞ്ഞാൽ, ഫ്രോയിഡും ഒരു മതവിശ്വാസി ആയിരുന്നില്ല. മതവിരോധിയും നിരീശ്വരവാദിയും ഒക്കെ ആയിരുന്നു അദ്ദേഹം. പക്ഷേ ഇൻ്റർപ്രിറ്റേറ്ററി ട്രഡീഷൻ വാസ് ടു പവർഫുൾ ആൻഡ് ടു ടെംപ്റ്റിംഗ്. അതാണ് പ്രശ്നം. ആ കാലത്തുണ്ടായിരുന്ന ഈ വ്യാഖ്യാനം എന്ന ഒരു സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കപ്പെടേണ്ട ധാരണ, ഇറ്റ് വാസ് ടു പവർഫുൾ ആൻഡ് ടു ടെംപ്റ്റിംഗ്. അതുകൊണ്ടാണ് അദ്ദേഹം അതിലേക്ക് പെട്ടുപോയതെന്നാണ് പറയുന്നത്. മാത്രമല്ല അന്ന് മതത്തിനെക്കുറിച്ച്, അന്ന് ഈ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള വിജ്ഞാനം ഏതാണ്ട് പൂജ്യമായിരുന്നു എന്നും പറയാം. 19-ാം നൂറ്റാണ്ടിൻ്റെ വലിയ തത്വചിന്തകന്മാരായി കാണുന്നത് ഈ 3 പേരെയാണ്: ചാൾസ് ഡാർവിൻ, സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ മാർക്സ്. ഇതിൽ ഇന്ന് ഡാർവിൻ മാത്രമാണ് അവശേഷിക്കുന്നത്. ഡാർവിൻ സിദ്ധാന്തം മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. മറ്റൊക്കെ ഇന്ന് സ്പെക്കുലേറ്റീവ് ഫിലോസഫികളായി പോയി. നമുക്ക് ശാസ്ത്രീയമായ കണ്ടന്റ് ഇല്ല എന്ന് പറയാം. സ്വപ്നാവസ്ഥ എന്താണ്? ഈ സ്വപ്നാവസ്ഥയും ജാഗ്രതാവസ്ഥയും എന്നാണ് അടുത്തൊരു സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. 2 അവസ്ഥകൾ നമ്മൾ അത് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ച് അവിടെ 2ാമത്തെ സെക്ഷൻ തുടങ്ങും. ഓരോ ആളും ഒരു 10 വയസ്സിന് ശേഷം ഓരോ ആളുടെയും ഉറക്കം നോക്കുകയാണെങ്കിൽ ഒരു 4 മുതൽ 6 തവണ വരെ നമ്മൾ സ്വപ്നം കാണുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്വപ്നത്തിൻ്റെ ഒരു രീതി. 1, 2, 3, 4 സ്റ്റേജുകളായി നമ്മൾ ഗാഠനിദ്രയിലേക്ക് പോകുന്നു. വീണ്ടും നമ്മൾ REM, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, കണ്ണുകൾ ഇളകുന്ന കണ്ണുകൾ വളരെ റാപ്പിഡായി, വളരെ വേഗത്തിൽ കണ്ണുകൾ ചലിക്കുന്ന ഒരു നിദ്രാവേളയുണ്ട്. ആ മേഖലയിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഒരു സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നത്. സൈക്കിൾ 1, സൈക്കിൾ 2, സൈക്കിൾ 3, സൈക്കിൾ 4, സൈക്കിൾ 5, 5 സൈക്കിളുള്ള ഒരു രാത്രിയാണ്. രാത്രി 11 മണിക്ക് തുടങ്ങി രാവിലെ 7 മണി വരെ ഒരാൾ ഉറങ്ങുമ്പോൾ ഇതുപോലുള്ള 5 സൈക്കിൾ കടന്നുപോയി. അതാണ് 4 മുതൽ 6 വരെ സൈക്കിളിൽ. ഇത്രയും സൈക്കിൾ ഞാൻ ഇന്നലെ ചവിട്ടാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മുഴുവൻ സൈക്കിൾ ചവിട്ടാൻ പറ്റിയില്ല ഇന്നലെ. അപ്പോൾ ഇതിനുള്ള ഓരോ സൈക്കിളിലും ഇതുപോലെ ഒരു REM സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 5 തവണ നമ്മൾ ഇതുപോലെ സ്വപ്നം കാണുന്നുണ്ടെന്നുള്ളതാണ്. ഒരു സ്വപ്നമല്ല, പല സ്വപ്ന രംഗങ്ങൾ അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ കടന്നു പോകും. ഇതാണ്. അതുകൊണ്ട് സ്വപ്നം കാണാത്ത ആൾക്കാരില്ല. ഞാൻ സ്വപ്നമേ കണ്ടില്ല, ഇന്നലെ ഒരു സ്വപ്നവും കണ്ടില്ല, അങ്ങനെ ഒരു സംഭവമില്ല. ഈ സ്വപ്നാനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകും, നമ്മൾ ഓർക്കുന്നില്ല മാത്രമേ ഉള്ളൂ. മിക്കവാറും സ്വപ്നാനുഭവങ്ങൾ നമ്മൾ ഓർക്കുന്നില്ല. അത് ഈ സ്വപ്ന അനുഭവത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത് സ്ലീപ്പ് ലാബുകളുണ്ട്. അവിടെ വന്നിട്ട് തലയിൽ ഈ ഇലക്ട്രോഡുകളെ പിടിപ്പിച്ച ആൾക്കാർ ഉറക്കും. എന്നിട്ട് ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ഈ ഗവേഷകൻ ഉറങ്ങാതിരിക്കണമല്ലോ, ഗവേഷകൻ ഉറങ്ങാതിരിക്കണം. എന്നിട്ട് ഈ ഉറങ്ങുന്ന ആളെ ഈ EEG ഇവിടെ കണ്ടില്ലേ, ഇതാണ് ഓരോ EEG കണ്ടവർക്ക് അറിയാം ഇയാൾ ഏത് സൈക്കിളിലെത്തി. 1, 2, 3, 4 ഗംഗയുടെ ഇത് പറഞ്ഞ പോലെയാണ്. ഇയാൾ ഏത് നിദ്രയുടെ ഏത് മണ്ഡലത്തിലെത്തി എന്ന് ഗംഗക്ക് അറിയാമെന്ന് പറഞ്ഞ പോലെ ഗവേഷകൻ അറിയാം ഈ പിന്നെ ഇലക്ട്രോഡുകളിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ഏത് മണ്ഡലത്തിലെത്തിയാണ്. അപ്പോൾ ഞാൻ ഉറങ്ങുന്നില്ല, ദുഷ്ട നീ ഉറങ്ങണ്ട, അല്ലെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഇയാൾക്ക് വിളിച്ച് ഉണർത്താം. അപ്പോൾ ഇത് ഓരോ തവണയും ഇയാൾക്ക് വിളിച്ചുണർത്താം. അപ്പോൾ ഈ മണ്ഡലങ്ങളിലൊക്കെ NREM എന്ന് വെച്ചാൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, NREM സ്റ്റേജ് എന്ന് വെച്ചാൽ വളരെ സുഖസുഷുപ്തി എന്നോ അഗാധ സുഷുപ്തി എന്നൊക്കെ പറയുന്ന പോലെ. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ വെള്ളത്തിനടിയിൽ കല്ലിട്ട പോലെ ഉറങ്ങി വരും. നമ്മൾ ഒരു കല്ലെടുത്ത് വെള്ളത്തിട്ടാൽ, കുളത്തിൽ കല്ലിട്ടാൽ ഇങ്ങനെ ബുന്ന്, അങ്ങനെ നമ്മൾ ഒരിക്കലും ഉറങ്ങുന്നില്ല. ഞാൻ ആലോചിച്ചിരുന്നു, ഞങ്ങൾ ഈ ചെറുപ്പത്തിലൊക്കെ കുളത്തിൽ പോയിട്ട് കാണുമ്പോൾ പല സാധനങ്ങളും വെള്ളത്തിട്ട് കുട്ടിക്ക് വലിയ കൗതുക. അപ്പോൾ നമ്മളൊരു വറ്റിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബിസ്ക്കറ്റിന് കഷ്ടിട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് മുങ്ങില്ല, കാരണം മീനുകളുണ്ടാവുമല്ലോ, അത് കൊത്തി ഇടക്ക് താഴോട്ടും മേലോട്ടും താഴോട്ടും മേലോട്ടും കുറേ കഴിഞ്ഞ് അത് മുങ്ങിപ്പോൾ. അതുപോലെയാണ് നമ്മൾ ഉറങ്ങുന്നത് ഞാൻ വിചാരിക്കാറുണ്ട്. കാരണം വെച്ചാൽ നേരെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെ ചാടി ഇടക്ക് പൊങ്ങി വന്ന് പിന്നെയും താണ് ഇങ്ങനെയാണ്. ഈ രീതിയിൽ ഈ സ്വപ്നത്തിൻ്റെ ഈ നിദ്രയുടെ ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും ഈ ഗവേഷകന് സ്ലീപ്പ് ലാബിൽ വരെ ഉണർത്തിയിട്ട് സ്വപ്നം കണ്ടോ ചോദിക്കാം. അപ്പോൾ ഈ REM സ്റ്റേജിൽ ഉണർത്തിയ എല്ലാവരും അപ്പം നിർത്തിയ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സ്വപ്നം കാണാത്തവരില്ല എന്നർത്ഥം. ഈ REM സ്റ്റേജ് നമ്മളൊക്കെയും സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, ഓർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. മാത്രമല്ല ഈ NREM പോലും ഇത്ര വളരെ വളരെ വിവിഡായിട്ടുള്ള വളരെ തെളിച്ചമുള്ളതല്ലെങ്കിലും NREM സ്റ്റേജിലും ചില സ്വപ്ന ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ REM സ്റ്റേജിൽ മാത്രമല്ല സ്വപ്നങ്ങളുള്ളത്, NREMലും ചില സ്വപ്ന ദൃശ്യങ്ങളുണ്ട്. ഇത്രത്തോളം തെളിച്ചമുള്ളവയല്ല എന്ന് മാത്രം. ഇതാണ് ഞാൻ പറഞ്ഞത്. സ്വപ്നാവസ്ഥ എന്നത്
ബോധരഹിതമായൊരു മാനസികാവസ്ഥയിൽ ഇറ്റ്സ് നോട്ട് ആൻ അൺകോൺഷ്യസ് മെൻ്റൽ സ്റ്റേറ്റ്. ഇതാണ് ഇന്ന് വേറൊരു പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം എനിക്ക് പറയുന്നത്. അതായത് ഒരു അബോധാവസ്ഥയല്ല അത്. ഇറ്റ്സ് നോട്ട് ആൻ അൺകോൺഷ്യസ് മെൻ്റൽ സ്റ്റേറ്റ്, ഇറ്റ്സ് ആൻ ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. അതൊരു വ്യത്യസ്തമായ ബോധാവസ്ഥയാണ്. ഇതാണ് രണ്ട് തരത്തിലുള്ള ബോധാവസ്ഥകളാണ് നമുക്ക് പറയാം. പിന്നെ വേറെ കെമിക്കലി ഓൾട്ടേർഡ് ആയിട്ടുള്ള അവസ്ഥകളുണ്ട്. അതല്ലാതെ ആൾക്കാർക്ക് രണ്ട് തരത്തിലുള്ള അവസ്ഥകളാണ്, രണ്ട് തരത്തിലുള്ള ബോധാവസ്ഥകളാണുള്ളത്. ഒന്ന് സ്വപ്നാവസ്ഥയും ഒന്ന് നമ്മുടെ വേക്കിംഗ് കോൺഷ്യസ്നെസ്സും, നമ്മുടെ ഉണർച്ച എന്ന അവസ്ഥയും. എന്താണ് നമ്മൾ ഈ ബോധം, കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്? മസ്തിഷ്കാവസ്ഥയുടെ വ്യക്തിയനുഭവമാണ് എന്ന് പറയാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മസ്തിഷ്കമാണ്, മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ്. കോൺഷ്യസ്നസ് ഇസ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് എ ബ്രെയിൻ സ്റ്റേറ്റ്. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം എന്താണ്? നമ്മുടെ ബോധം. അപ്പോൾ നമ്മൾ പിന്നെ സന്നിബാധിതനായി ജ്വരം, പനി കൂടിയിട്ട് പിച്ചുമ്പേയും പറയുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ബോധാവസ്ഥ എന്ത് സംഭവിച്ചു? മസ്തിഷ്കം, ജ്വരബാധിതമായ മസ്തിഷ്കത്തിൻ്റെ വ്യക്തിയനുഭവമാണ് സന്നി, അയാളുടെ ഈ പിച്ചുമ്പേയും പറയാന്നുള്ളത്. അയാളുടെ ബോധം അങ്ങനെയാണ്. അപ്പോൾ ഈ ബോധം എന്താണ്? ബോധം ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് എ ബ്രെയിൻ സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ സ്വപ്നം എന്നൊരു മാനസികാവസ്ഥയുണ്ട്, ഉണർച്ച എന്ന മറ്റൊരു മാനസികാവസ്ഥയുണ്ട്, വേക്കിംഗ് കോൺഷ്യസ്നസ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ക്രിട്ടിക്കൽ ഇൻ്റലക്ച്വൽ മൈൻഡ് ഈസ് ഓൺ എ ഹോളിഡേ എന്നാണ്. ആ സമയത്ത് നമുക്ക് അതുകൊണ്ടാണ് സ്വപ്നങ്ങൾ ഐ ലവ് മൈ ഡ്രീംസ് ബട്ട് ഐ ലവ് ദം ബിക്കോസ് ദേ ആർ സോ ഡിഫറെൻറ്റ് ഫ്രം എ വേക്കിംഗ് ലൈഫ് എന്നാണ്. ഇൻ മൈ ഡ്രീംസ് ഐ ഡോണ്ട് ഹാവ് ടു ബി ഓറിയൻറ്റഡ് ഓർ ഫങ്ഷൻ ആസ് എ ക്രിട്ടിക്കൽ ഇൻ്റലക്ച്വൽ. അപ്പോൾ നമ്മുടെ വിമർശന ബുദ്ധിക്ക് അവധി കൊടുക്കുന്ന സമയമാണ്. നമുക്കൊക്കെ സ്വപ്നം കാണുന്നത് നമുക്കൊരു അവധി കൊടുക്കാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ ഡ്രീമിങ് ഈസ് നത്തിങ് ബട്ട് അവർ ഒക്കേഷണൽ അവെയർനെസ് ഓഫ് ബ്രെയിൻ ആക്ടിവേഷൻ ഇൻ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കത്തിൽ ഞാൻ കണ്ടില്ലേ ഒരുപാട് ബ്രെയിൻ വേവ്സിന് വരുന്നുണ്ട്. ബ്രെയിൻ അങ്ങ് കംപ്ലീറ്റ് ഇല്ലാതാവുന്നില്ല. ബ്രെയിൻ ആക്ടിവിറ്റി വളരെ വളരെ ഊർജ്ജസ്വലമായ ബ്രെയിൻ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പോഴും ബ്രെയിൻ ആക്ടിവിറ്റി നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദർ ഇസ് എ ബ്രെയിൻ ആക്ടിവേഷൻ ഡ്യൂറിങ് സ്ലീപ്പ്. ഈ മസ്തിഷ്കവേളയിൽ നടക്കുന്ന, നിദ്രാവേളയിൽ സംഭവിക്കുന്ന മസ്തിഷ്ക ഉത്തേജനം, അത് സ്വപ്നവേളയിൽ മാത്രമല്ല എല്ലാ സമയത്തും ഒരു ലെവലുണ്ട്. ഈ REM, നമ്മുടെ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, കണ്ണിങ്ങനെ ഇളയിക്കുന്ന സമയത്ത് മസ്തിഷ്കം ഏതാണ്ട് നമ്മുടെ ജാഗ്രതയിലുള്ള നമ്മുടെ അവസ്ഥയിൽ അത്ര തന്നെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത്. മസ്തിഷ്കം ഉറങ്ങുകയല്ല, മസ്തിഷ്കം വളരെ ആക്റ്റീവാണ്. അപ്പോൾ ആ ആക്ടിവേഷൻ്റെ ഒരു അനുഭവമാണ് സ്വപ്നം. ഈ ആക്ടിവേഷൻ ഓരോ രാത്രിയിലും 4, 5, 6 തവണ ഈ ആക്ടിവേഷൻ നമ്മൾ ഏതാണ്ട് ഉണരുന്ന അത്ര തന്നെ ആക്ടിവേഷൻ സംഭവിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബ്രെയിൻ ഈസ് വെരി ആക്റ്റീവ് ബോത്ത് ഇൻ വേക്കിംഗ് ആൻഡ് ഇൻ ഡ്രീമിങ്. അതാണ് ഇത്. കുറച്ച് ആക്ടിവിറ്റി കുറയുന്ന സമയമാണ് നമ്മുടെ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ആക്ടിവിറ്റി കുറവാണ്. ഇല്ലയെന്നല്ല, അങ്ങനെ ഷട്ട് ഓഫ് ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മുടെ ഹൃദയം പോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ വല്ലപ്പോഴും ഈ മസ്തിഷ്ക ഉത്തേജനയെക്കുറിച്ച് വല്ലപ്പോഴും നമ്മളൊന്ന് ബോധവതിയാവുന്നത് മാത്രമാണ്. അതാണ് സ്വപ്നം. നമ്മൾ ആ ബോധവതിയാകുന്ന അവസരം, അതാണ് സ്വപ്നം എന്നത്. സ്വപ്നാവസ്ഥയിലുള്ള മസ്തിഷ്കത്തെയൊക്കെ നമുക്കിന്ന് കാണാം. fMRI സ്കാനറുകളിലിട്ടിട്ട് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് സ്വപ്നാവസ്ഥയിലുള്ള മസ്തിഷ്കത്തിൻ്റെ ഒരു fMRI സ്കാനാണ്. ഇത് അതിൻ്റെ അനാറ്റമിക്കലായിട്ടുള്ള ഓരോ അനാറ്റമിക്കൽ പാർട്സ് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. അതിൽ ഏതാണ് ആക്റ്റീവായിട്ടുള്ളത്? ഈ ചുവന്ന് കാണുന്ന ഭാഗമാണ് ആക്റ്റീവായിട്ടുള്ളത്. ഇതുണ്ട് ഓക്സിപിറ്റൽ ഗൈറസ്, സുപ്പീരിയർ ടെമ്പറൽ ഗൈറസ്, ഗ്ലോബസ് പാലിഡസ്, പ്യൂട്ടമൻ, കോഡേറ്റ് ന്യൂക്ലിയസ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ആക്റ്റീവ് ആവുന്നത് സ്വപ്നത്തിൽ. ഇത് ഓപ്ഷൻ പറഞ്ഞത് ഒരു അനാറ്റമിക്കൽ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഈ മസ്തിഷ്കത്തിൻ്റെ പിൻഭാഗവും അടിഭാഗവും, ഈ പിൻഭാഗവും അടിഭാഗവുമാണ് ഊർജ്ജസ്വലമാവുന്നത് സ്വപ്ന രംഗത്ത്. ഈ ഒരു ഭാഗം അന്നേരം ഇതിനെ നമുക്കൊരു എന്താ പറയുക ഡയറക്ടർ എന്ന് പറയാം. നമ്മുടെ CEO ഓഫ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിനാണ്, മസ്തിഷ്കത്തിൻ്റെ മുൻഭാഗം. ഇതാണ് മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ വളർന്നിട്ടുള്ള ആ ഭാഗത്തേക്ക് നമ്മൾ ചിലപ്പോൾ വരാൻ വഴിയുണ്ട്. മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ വികസിതമായ മുൻ മസ്തിഷ്കമാണ്, ഫ്രോണ്ടൽ ലോബാണ് നമ്മുടെ വികസിച്ചിട്ടുള്ളത്. ഈ ഭാഗമാണ് ആക്ടിവിറ്റി കുറയുന്നത്. ഈ പിൻഭാഗവും അടിഭാഗവും ഈ അധോ മസ്തിഷ്കവുമാണ്
വളരെ ആക്റ്റീവാണ്. ദിസ് ഈസ് ദ ഡ്രീമർ ആൻഡ് ദിസ് ഈസ് ദ ഡയറക്ടർ. അപ്പോൾ ഇതാണ് പറയുന്നത്. ഫ്രം an anatomical point of view, I think the lower brainstem and posterior parts of my upper brain dream are the disinhibited dreamer. ഇവിടെയാണ് ഇൻഹിബിഷൻ ഇല്ലാതെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. While the frontal lobe is in charge and shouts my dreaming brain down when I wake up. ഉണരുമ്പോഴാണ് ഇവിടുന്ന് വിളിച്ചു പറയുന്നത് കഴിഞ്ഞു 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 പെട്ടെന്ന്. അപ്പോൾ ഇത് ഇനി നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ സ്വപ്നം മൊത്തം ഈ ഭാഗമാണ്, മസ്തിഷ്കത്തിൻ്റെ ഈ ഭാഗമാണ് കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ ഡയറക്ടർ ഇരിക്കുന്നത്. ഈ ഡയറക്ടർ ആ സമയത്ത് ഉറങ്ങുകയാണ്, സംവിധായകൻ ഉറക്കത്തിലാണ്. ഇതിലൊരു തമാശ എന്ന് വെച്ചാൽ ഇങ്ങനെ സംവിധായകൻ ഉറങ്ങാത്ത സ്വപ്നങ്ങളുണ്ട്. സംവിധായകൻ ഇങ്ങനെ കണ്ണടച്ചിരുന്നു കൊണ്ട് നടക്കുന്ന സ്വപ്നങ്ങളുണ്ട്. ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയും. കാരണം ഇത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം മാത്രമാണ്, അല്ലാണ്ട് വേറെ നിൽക്കുന്ന വരുന്ന സന്ദേശമൊന്നുമല്ല. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു മുൻഭാഗം അതിനെന്താണ് ഈ ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ മലയാളം തർജ്ജമ നോക്കിയാൽ അതാണ് സ്വപ്നമെന്നറിയാവുന്ന സ്വപ്നം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വപ്നമെന്നറിയാവുന്ന സ്വപ്നം, അതാണ് ലൂസിഡ് ഡ്രീമിങ്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ സ്വപ്നത്തിൽ ആണ് വിചാരിക്കില്ല. എന്നിട്ട് പലപ്പോഴും സ്വപ്നം കൊണ്ട് സ്വപ്നമായിരുന്നു എന്ന് ആശ്വസിക്കുന്ന എത്രയോ സ്വപ്നങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പരീക്ഷാ സ്വപ്നങ്ങൾ എന്ന് നമ്മൾ പരീക്ഷാ സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഈ പരീക്ഷാ സ്വപ്നം കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്ന ഒരു ഏറ്റവും സ്വപ്നമായിരുന്നു എന്നാ. പക്ഷേ ഇത് സ്വപ്നമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചില അവസരങ്ങൾ അപൂർവം ഉണ്ടാവും. ഇത് സ്വപ്നമാണ് എന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും തന്നെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ചിലർക്കത് വളരെ ഭംഗിയായിട്ട് സാധിക്കുന്നത് അത് ലൂസിഡ് ഡ്രീമിങ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ മുൻഭാഗം പൂർണ്ണമായ നിദ്രയിലല്ല. അതിനെക്കുറിച്ച് പഠനം കാണുന്നുണ്ട്. ഉർസുല വോസ് പറഞ്ഞിട്ട് ഒരു ലേഡി, അവരുടെ പേപ്പറാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഈ പേപ്പറാണത്. ലൂസിഡ് ഡ്രീമിംഗ്, എ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ് വിത്ത് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് വേക്കിംഗ് ആൻഡ് നോൺ ലൂസിഡ് ഡ്രീമിംഗ്. നോൺ ലൂസിഡ് ഡ്രീമിംഗ് സാധാരണ ഡ്രീമിംഗ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള നമ്മുടെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് വിത്ത് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഇതാണ് സാധാരണമായ ഈ പറയുന്ന പച്ചക്കുതിര കഥയിലെ ഇതൊന്നും അല്ല ഇന്നത്തെ സ്വപ്നത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ. നമ്മൾ ഈ ബൗദ്ധിക വേസ്റ്റ് കൊട്ടയിൽ ജീവിക്കുന്ന നമ്മൾ എന്താണ് ലോകം നടക്കുന്നതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇവിടെ പിന്നെ പച്ചക്കുതിരകളല്ലല്ലോ വേസ്റ്റ് ബാസ്ക്കറ്റിൽ സാധാരണ മേയ്യ അല്ലേ, അതുകൊണ്ട് ആ ഉപമ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിടക്കുന്നവരല്ല ഇത്. അപ്പോൾ ഇതിൻ്റെ തലക്കെട്ട് നോക്കും, ലൂസിഡ് ഡ്രീമിംഗ്, എ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് വിത്ത് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് വേക്കിംഗ് ആൻഡ് നോൺ ലൂസിഡ് ഡ്രീമിംഗ് ആണ്. അപ്പോൾ രണ്ടും സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ആണ്, വേക്കിങ്ങും അതെ നോൺ ലൂസിഡ് ഡ്രീമിംഗും അതെ. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു അവസ്ഥയാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു പഠനം ഉർസുല വോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡി ആണ്. ഇത് ആ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചിത്രമാണ്, നമുക്ക് കാണാം. ഇത് പിന്നെ ഇതാണ് ലൂസിഡ് ഡ്രീമിംഗ്. ഇതാണ് വേക്കിംഗ് ഡ്രീമിംഗ്. ഇത്രയും ആക്റ്റീവാണ് ഫ്രോണ്ടൽ ലോബ്. ഇതതിൻ്റെ കുറച്ച് തീരെ ആക്റ്റീവല്ല ഉറങ്ങുമ്പോൾ, അല്ല സ്വപ്നവേള, സാധാരണ സ്വപ്നവേളയിൽ നമ്മൾ സ്വപ്നം എന്നറിയാത്ത സ്വപ്നത്തിൽ ഈ ഫ്രോണ്ടൽ ലോബ് ആക്റ്റീവല്ല. സാധാരണ നമ്മുടെ വേക്ക്ഫുൾ കോൺഷ്യസ്നെസ് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് വളരെ ആക്റ്റീവാണ്, ചുവപ്പ് നിറം കാണും. ഇത് രണ്ടിൻ്റെ ഇടയിലാണ് ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ അവസ്ഥ. അപ്പോൾ ഫ്രോണ്ടൽ ലോബ് partially aroused. It is better to say that a frontal lobe is activated or partially aroused. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വപ്നത്തിൽ എന്താ വെച്ചാൽ യു ക്യാൻ ആക്ച്വലി കൺട്രോൾ ദ പ്ലോട്ട് എന്നാണ്. അത് വേണ്ട, ഇത് കാണാം എന്നൊക്കെ കാണാത്രേ. അങ്ങനെ കഴിയുന്നവർക്ക് നിങ്ങൾ ഡ്രീമിനെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നു. അങ്ങനെ ലൂസിഡ് ഡ്രീമിങ്ങിന് ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇതിനെ ഈ തീമിനെ ഹോബ്സിന് ഇത്തിരി കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ബോധപൂർവമുള്ള ലൂസിഡ് ഡ്രീമർ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ ഡയറക്റ്റ് ചെയ്യുന്നത്, ഇത് ചെറിയ അളവിൽ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു നോവലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ അവിശ്വാസത്തെ ഈ ഫ്രോണ്ടൽ ലോബിനൊന്ന് മയക്കി കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 100 Years of Solitude ഒക്കെ വായിച്ച് ഇങ്ങനെ പോകുമ്പോൾ അതിനെ 100 കൊല്ലം പെയ്യുന്ന മഴയും ഈ പിന്നെ നിരത്തിലൂടെ അന്വേഷിച്ച് പോകുന്ന ചോരയും ഒക്കെ ഇങ്ങനെ നമ്മുടെ ഫ്രോണ്ടൽ ലോബിനെ ഉറക്കി കിടക്കുന്നു. നമ്മളിതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് വായന എന്നത് ഒരു സ്വപ്നാനുഭവത്തിലേക്കുള്ള നമ്മുടെ ഈ ഒരു ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ രീതിയിൽ നമ്മൾ ഫ്രോണ്ടൽ ലോബിനെ ഇത്തിരി നമ്മൾ മയക്കുന്നതിലൂടെയാണ് ഈ വായന നമുക്ക് സാധ്യമാവുന്നത് എന്ന് പറയുന്നുണ്ട്. ഹോബ്സൺ പറയും, വി നീഡ് അവർ ഫ്രോണ്ടൽ ലോബ്സ് ടു റൈറ്റ് ഓർ ടു തിങ്ക് ക്രിട്ടിക്കലി. അത് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണം. നമ്മൾ അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മളെ ഡിസ്ബിലീഫ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ബട്ട് വി നീഡ് ടു ഡീആക്ടിവേറ്റ് ദം എ ബിറ്റ് ടു റീഡ് എ നോവൽ, ഡീആക്ടിവേറ്റ് ദം എ ബിറ്റ് മോർ ടു ഫാന്റസൈസ് and deactivate them much more to dream. അപ്പോൾ ഇതൊരു കണ്ടിന്യൂമാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഹോമോസാപ്പിയൻസ് ആകുമ്പോഴേക്കും നോക്കൂ, നമ്മുടെ പൂർവികരെ അപേക്ഷിച്ച് നമ്മുടെ ഫ്രോണ്ടൽ ലോബാണ് വികസിച്ച് വന്നിരിക്കുന്നത്.
എന്നുള്ളത് കാണിക്കാൻ വേണ്ടി. അപ്പോൾ modern dream science provides a much simpler and plausible cause of dreaming than the complex psychological mechanisms of disguise, censorship and symbolization. നമ്മൾ പറഞ്ഞിട്ടുള്ള ഫ്രോയിഡിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ ഇന്ന് നമുക്ക് വലിച്ചെറിയാം, ഇതൊന്നും ആവശ്യമില്ല. ഡ്രീംസ് ആർ സിംപ്ലി അവർ സബ്ജക്റ്റീവ് അവയർനെസ് ഓഫ് ബ്രെയിൻ ആക്ടിവേഷൻ ഇൻ സ്ലീപ്പ്. మనం ഉറക്കത്തിൽ നിദ്രാവേളയിൽ സംഭവിക്കുന്ന മസ്തിഷ്ക ഉത്തേജനത്തിൻ്റെ ഒരു അനുഭവം മാത്രമാണ്. ആ ഉത്തേജനമല്ല, അതിൻ്റെ അനുഭവമാണ്. മൈൻഡ് ഈസ് നോട്ട് സംതിങ് എൽസ്, അത് വേറൊന്നല്ല. വേക്കിംഗ് ആൻഡ് ഡ്രീമിങ് ആർ ടു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ഞാൻ പറഞ്ഞ പോലെ വിത്ത് ദ ഡിഫറൻസസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ കെമിസ്ട്രി. അതിലേക്കാണ് നമ്മൾ എടുത്തു പോകുന്നത്. ഇത് ഒരു ഇതെങ്ങനെയാണ് എന്താണ് ഈ രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള വ്യത്യാസം? ഇറ്റ് ഈസ് കെമിക്കൽ. അതൊരു രാസവ്യത്യാസമാണെന്നുള്ളതാണ്. അതാണ് എൻ്റെ തമാശ. ഇതൊരു രാസികമായ വ്യത്യാസമാണ്. ഒരു ഡ്രീമിംഗ് ബ്രെയിനും ഒരു വേക്കിംഗ് ബ്രെയിനും, ഒരു ഉറങ്ങുന്ന സ്വപ്നം കാണുന്ന മസ്തിഷ്കവും ജാഗ്രതായ മസ്തിഷ്കവും, ജാഗ്രതും സ്വപ്നവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രാസികമാണ്. ഇറ്റ്സ് ഓൺലി കെമിക്കൽ ട്രാൻസ്മിറ്റേഴ്സ് ഓഫ് നെർവസ് സിസ്റ്റം. ഇത് ഒരുപക്ഷെ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം എന്താണ് കെമിക്കൽ ട്രാൻസ്മിറ്റേഴ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നുള്ളത് ആ സൗണ്ടില്ലേ നോക്കാം. എന്നുള്ളത് അറിയാത്ത ആരെങ്കിലും അത് അറിയില്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അത് ചെറിയൊരു വീഡിയോ ഞാൻ കാണിക്കാം. അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. കാരണം മസ്തിഷ്കത്തിൽ നമുക്കറിയാം, മസ്തിഷ്കത്തിൽ അനേക മസ്തിഷ്ക കോശങ്ങൾ, ന്യൂറോണുകളുണ്ട്. ഈ ന്യൂറോണുകൾ തമ്മിൽ എങ്ങനെയാണ് ആശയസംവാദം നടക്കുന്നത്? ഹൗ ഡു ദേ കമ്മ്യൂണിക്കേറ്റ്? അത് കെമിക്കൽ കമ്മ്യൂണിക്കേഷനാണ്. ആ കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഒരു ന്യൂറോണിൽ നിന്ന് കോശം നിങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാവരും 10ാം ക്ലാസ്സിൽ ചിത്രം വരച്ച് പഠിക്കുന്നതാണ്. ഒരു കോശം, അതിൻ്റെ ബോഡി ഉണ്ടാവും, എന്തായാലും പറയുക, കോശ ശരീരം, അതിനകത്ത് നീണ്ടു നിൽക്കുന്ന ഒരു ആക്സോൺ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരു ദിക്കിൽ തുടങ്ങുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ, ഒരു ഇലക്ട്രിക്കൽ ചാർജ് അതിലൂടെ ഇങ്ങനെ വന്ന് അടുത്ത കോശത്തിലേക്ക് അങ്ങനെ കൈമാറുന്നത് ബാറ്റൺ കൈമാറുന്ന പോലെ ഒരു കെമിക്കൽ ട്രാൻസ്മിഷനാണ്. അതുവരെ ഓടി വന്നാൽ ഈ ബാറ്റൺ അങ്ങനെ കൈമാറുന്ന പോലെ അതൊരു കെമിക്കലിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം ഇത്രയേ ആവശ്യമുള്ളൂ. ഇങ്ങനെയാണ് ഈ സന്ദേശം ഒരു ന്യൂറോണിൽ നിന്ന് ഒരു കോശത്തിൽ നിന്നും കോശത്തിലേക്ക്, ഒരു ന്യൂറോൺ കോശത്തിൽ നിന്ന് മറ്റേ ന്യൂറോണിലേക്ക് എത്തുന്നത് ഈ കെമിക്കൽ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ്. ഇവിടെ വരെ എത്തുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ഈ ഒരു എന്താ പറയുക, ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യുന്നു. ഇവിടെ ഈ ഗ്യാപ്പിലേക്ക് ഈ തന്മാത്രകളെ തുറന്നുവിടുന്നു. അവയാണ് അടുത്ത കോശത്തിൻ്റെ റിസപ്റ്ററുകളിൽ, അതിൻ്റെ സ്വീകരണ പ്രോട്ടീനുകളാണ്. ഈ പ്രോട്ടീനുകളിൽ ചെന്ന് ബന്ധിതമായി വീണ്ടും കൂടെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ തുടങ്ങുന്നു. അങ്ങനെയാണ് ഒരു ഇലക്ട്രിക്കൽ സന്ദേശം 2 കോശങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു തരത്തിലല്ല, ഇത് പലതരത്തിലുള്ള കോശങ്ങളുണ്ട്. ഇപ്പോൾ ഡീസലിലോടുന്ന വണ്ടിയും പെട്രോളിലോടുന്ന വണ്ടിയും ഉള്ളതുപോലെ പലതരം കെമിക്കൽ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ പല അമൈനുകൾ, നോറഡ്രിനാലിൻ, ഡോപ്പമിൻ, സെറോട്ടോണിൻ തുടങ്ങിയിട്ടുള്ള അമൈനുകൾ, അസറ്റൈൽ കോളിൻ, ഗ്ലൂട്ടമേറ്റ്, ഗാബ, ഇങ്ങനെ പലതരത്തിലുള്ള കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇതിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത്. ഈ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ സാന്നിധ്യത്തിലുള്ള ഏത് ട്രാൻസ്മിറ്ററാണ് വർക്ക് ചെയ്യുന്നത്, ഏത് ട്രാൻസ്മിറ്ററിൻ്റെ ആധിക്യമാണുള്ളത്, ഏതാണ് വർക്ക് ചെയ്യാത്തത്, ഇതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഈ 2 മസ്തിഷ്കാവസ്ഥകൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ ഹോബ്സൺ പറയുന്നത് കാര്യമാണ്, ഈ സ്ട്രഗിൾ ബിറ്റ്വീൻ 2 റൈവൽ ന്യൂറോ ട്രാൻസ്മിറ്റർ പാത്വേസ് എന്നാണ്. അപ്പോൾ ചിലത് ഈ പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികൾ മാത്രം ആണ്, ചിലത് ഡീസൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ഈ 2 തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ പാത്വേസ് തമ്മിലുള്ള റൈവൽറി, അത് തമ്മിലുള്ള മത്സരമാണ് ഇതിൻ്റെ കാരണം എന്നാണ്. നമ്മുടെ 2 തരത്തിലുള്ള ബോധ അവസ്ഥകൾക്ക് കാരണം, സ്വപ്നാവസ്ഥക്കും ജാഗ്രതാവസ്ഥക്കും കാരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് 2 എണ്ണമാണ്. ഒന്ന് അമിനർജിക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒറിജിനേറ്റ് ഇൻ ദ ബ്രെയിൻ സ്റ്റം ആൻഡ് ടെർമിനേറ്റ് ഇൻ അമിഗ്ഡല, അങ്ങനെയുണ്ട്. പിന്നെ കോളിനർജിക് ന്യൂറോ ട്രാൻസ്മിറ്റർ, 2 തരം, അമിനർജിക്കും കോളിനർജിക്കുമായ 2 തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് ഉള്ളത്. അസറ്റൈൽ കോളൈൻ എന്ന് പറഞ്ഞത് ഈ അസറ്റൈൽ കോളൈൻ ഉപയോഗിക്കുന്ന ന്യൂറോൺസ്
അത് ഒരു ഭാഗത്തും അമിനർജിക് ആയിട്ടുള്ള ഇപ്പോൾ നോറഡ്രിനാലിൻ, സിറോട്ടോണിൻ തുടങ്ങിയിട്ടുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുന്ന അമിനർജിക് ന്യൂറോണുകളുടെ ഒരു ശൃംഖല വേറെ നിൽക്കും. ഇത് രണ്ടും തമ്മിലുള്ള ബാലൻസ് ആണ് ഈ ബോധാവസ്ഥയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിക്കാം, സ്വപ്നാവസ്ഥയും ജാഗ്രതാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്നത് രാസികമാണ് അടിസ്ഥാനപരമായി. ഈ രാസിക വ്യത്യാസം എന്താണ്? അമിനർജിക് ആണോ കോളിനർജിക് ആണോ എന്നതാണ്. അമിനർജിക് ന്യൂറോൺസ് എന്താണ്? ദേ ആർ ദ ബ്രെയിൻ സോൺ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഹെൽപ്സ് us to be alert and ready for action. അപ്പോൾ ഇപ്പോൾ നമ്മൾ അമിനർജിക് ആണ് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയാം. നമ്മൾ അമിനർജിക് ന്യൂറോൺസ് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധിക പേരിലും, കുറച്ച് പേരിൽ കോളിനർജിക് ആയി തുടങ്ങിയിട്ടുണ്ട്, അധിക പേരിലും അമിനർജിക് ആണ്. അപ്പോൾ ബ്രെയിൻ സോൺ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, അപ്പോൾ നമ്മൾ അലർട്ട് ആൻഡ് റെഡി ഫോർ ആക്ഷൻ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡ്യൂറിങ് വേക്കിംഗ് സ്റ്റേറ്റ് അമിനർജിക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഡ്യൂറിങ് സ്ലീപ്പ് ബ്രെയിൻ ഈസ് കൺട്രോൾഡ് ബൈ കോളിനർജിക് ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം കാണാം. അമിനർജിക് ആക്ടിവിറ്റി, കോളിനർജിക് ആക്ടിവിറ്റി. വേക്ക്ഫുൾ ആയിരിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സമയത്ത് അമിനർജിക് ആക്ടിവിറ്റി, അതായത് നമ്മളെ ഒരു അബോധമായ നിദ്ര, ഗാഠനിദ്രയുടെ സമയത്ത് ഇത് രണ്ടും വളരെ താരതമ്യേന നമ്മൾ വേക്ക്ഫുൾ ആയതിനേക്കാളും താരതമ്യേന രണ്ടും കുറവാണ്. ഇത് രണ്ടും അമിനർജിക് ആക്ടിവിറ്റി ബാലൻസ്ഡ് ബൈ കോളിനർജിക് ആക്ടിവിറ്റി, രണ്ടും പരസ്പരം ബാലൻസ് ചെയ്താണ് വേക്ക്ഫുൾ ആയിട്ട് ഇരിക്കുന്നത്. രണ്ടും ബാലൻസ്ഡ് ആണ്, പക്ഷേ അമിനർജിക് ആണ്, പ്രധാനമായിട്ട് അമിനർജിക് ആണ്. അമിനർജിക് ആക്റ്റീവ് ആയിരിക്കുമ്പോൾ കോളിനർജിക്കിന് അത് പിടിച്ചു നിർത്തിയിട്ടുണ്ടാവും അതിൻ്റെ ആക്ഷൻ. REM സ്ലീപ്പിലായി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, അതായത് സ്വപ്നം കാണുന്ന സമയത്ത് ഈ അമിനർജിക് ആക്ടിവിറ്റി എന്നത് ഇല്ല എന്ന് തന്നെ പറയാം. ഇത് മിക്കവാറും കോളിനർജിക്കാണ്, വളരെ ഇതിനേക്കാൾ കൂടുതൽ കോളിനർജിക് പറയാം. ഏതാണ് നമ്മൾ വേക്ക്ഫുൾ ആയിരിക്കുന്നതിനേക്കാളും കൂടുതൽ പോലും വളരെ കോളിനർജിക്. നമ്പേഴ്സ് ഓഫ് ബ്ലാക്ക് ഡോട്ട്സ് ആർ പ്രൊപ്പോർഷണൽ ടു ദ ആക്ടിവിറ്റി ഓഫ് അമിനർജിക് ആൻഡ് കോളിനർജിക് സിനാപ്സ്. അപ്പോൾ ഈ ചിത്രം ശ്രദ്ധിക്കാം. നമ്മുടെ സ്വപ്നാവസ്ഥയിൽ അമിനർജിക് ആക്ടിവിറ്റി എന്നത് ഇല്ല എന്ന് തന്നെ പറയാം, വളരെ വളരെ ഇല്ല, കോളിനർജിക്കാണ് മൊത്തമായിട്ട്. അപ്പോൾ ഈ കോളിനർജിക് ആക്ടിവിറ്റിയിലാണ് നമ്മളെ സ്വപ്നാവസ്ഥ നിൽക്കുന്നത്. അപ്പോൾ അതാണ് നിനവും കിനാവുമായുള്ള വ്യത്യാസം രാസികമാണ്, കെമിക്കലാണ്. ഇത് ഞാനൊരു ചിത്രത്തിലൂടെ ഉദാഹരണം കാണിക്കാമെന്ന് വെച്ചാൽ, പെട്രോളും ഡീസലും ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നത് ആ റോഡ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ആ റോഡിൻ്റെ അവസ്ഥ, റോഡിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരിക്കുന്നു? റോഡ് അനുഭവം, പെട്രോളും ഡീസലും ലഭ്യമായാൽ ഉള്ള റോഡ് അനുഭവം ഇതാണ്. അവിടെ പെട്രോൾ മാത്രം ലഭ്യമായുള്ള റോഡ് അനുഭവം എങ്ങനെയിരിക്കും? തീർത്തും വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും. അവിടെ മോട്ടോർ സൈക്കിളുകളും ഓട്ടോറിക്ഷയും കാറും മാത്രമേ കാണൂ, ഇതേപോലെ ഹെവി വെഹിക്കിളുകളും ഒന്നും ഉണ്ടാവില്ല. ഇതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഇതേപോലെയാണ് കോളിനർജിക്കും അമിനർജിക്കുമായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ മസ്തിഷ്കത്തിലുള്ള പ്രഭാവം എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മുടെ ഉറങ്ങുന്ന വേളയിലെ സ്വപ്നവേളയിൽ REM സ്ലീപ്പിൻ്റെ സമയത്ത്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സമയത്ത്, സ്വപ്നാവസ്ഥയിൽ നമ്മൾ സ്വപ്നം നമ്മൾ സ്വപ്നം അറിഞ്ഞോളണമെന്നല്ല, ഞാൻ പറഞ്ഞല്ലോ REM വേളയിൽ ആരും ഉണർത്തിയാലും സ്വപ്നം കാണുന്നുണ്ടാവും. ഈ സ്വപ്നാവസ്ഥയിൽ REM സ്ലീപ്പിൽ, സ്വപ്ന അനുഭവത്തിൽ എന്നല്ല ഞാൻ പറയുന്നത്, സ്വപ്നാവസ്ഥയിൽ നമ്മുടെ മസ്തിഷ്കം എന്നത് പ്രിഡോമിനൻ്റ്ലി കോളിനർജിക്കാണ്, അമിനർജിക് അല്ല. ഇതിന് ഹോബ്സൺ ഒരു എയിം മോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പ്രധാനമായിട്ടും. എന്ന് പറഞ്ഞാൽ ആക്ടിവേഷനാണ്, എത്രയുള്ള ആക്ടിവേറ്റഡ് ആണ് എന്നുള്ളത്. എന്നുള്ളത് ആക്ടിവേറ്റഡ്. അപ്പോൾ രണ്ട് സ്വപ്നാവസ്ഥയിലാണെങ്കിലും പിന്നെ ജാഗ്രത അവസ്ഥയിലും ആക്ടിവേറ്റഡ് ആണ്, രണ്ടും ആക്ടിവേറ്റഡ് ആണ്. രണ്ടവസ്ഥയിലും നമ്മുടെ മസ്തിഷ്കം ആക്ടിവേറ്റഡ് ആണ്. പിന്നെയുള്ളത് എന്താണ്? ഐ എന്ന് വെച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ടാണ്. ഈ ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയമല്ല, ഒരുപാട് ഇന്ദ്രിയങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം, അതുപോലെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റി. അത് ജാഗ്രതാവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റഡ് ആണ്, നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗേറ്റ്സ്, നമ്മളെ ഈ ഫാനിൻ്റെ കാറ്റ് ഞാൻ അറിയുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, ഇൻപുട്ടുണ്ട് ഔട്ട്പുട്ടുണ്ട്, ഞാൻ കാണുന്നുണ്ട്, കാഴ്ചയുണ്ട്, ഞാനിത് കാണുന്നു, സംസാരിക്കുന്നു, ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്. ആക്ടിവേറ്റഡ് ബ്രെയിൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഗേറ്റ്സ് ഓപ്പൺ. പിന്നെ മോഡുലേഷൻ. എങ്ങനെയാണ് മോഡുലേറ്റ് ചെയ്യപ്പെടുന്നത്? അമിനർജിക് മോഡുലേഷൻ. അതാണ് എയിം മോഡലിലെ നമ്മുടെ വേക്ക്ഫുൾനെസ്സിൻ്റെ ഇത്. ഇതേ സമയം സ്വപ്നാവസ്ഥയിൽ എന്താണ് സ്ഥിതി? ആക്ടിവേറ്റഡ്. യെസ്, നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന അതേപോലെ തന്നെ ആക്ടിവേറ്റഡ് ആണ് എല്ലാ ഭാഗങ്ങളും, അല്ല മസ്തിഷ്കത്തിൻ്റെ ചില ഭാഗങ്ങൾ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ആക്ടിവേറ്റഡ് ആയിരിക്കുമല്ലോ നമ്മുടെ. അപ്പോൾ ബ്രെയിൻ ഈസ് ആക്ടിവേറ്റഡ്.
നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗേറ്റ് അതാണ് ഗോപുരമഞ്ചും അടച്ചതിനുള്ളിൽ ചാരനിറം പൂണ്ട മഹാശൂന്യതന്നിൽ മയങ്ങുകയല്ലോ യക്ഷൻ എന്ന് പറയുന്നത്. വെച്ചാൽ എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഗേറ്റ്. നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ ഇടിക്കുമ്പോൾ നമ്മൾ ഇടിക്കുന്നില്ല, നമ്മൾ സ്വപ്നത്തിൽ പറക്കുമ്പോൾ നമ്മൾ പറക്കുന്നില്ല. ഇവിടെ ഞാൻ ഇടിക്കുമ്പോൾ ഞാൻ ഇടിക്കുന്നുണ്ട് ശരിക്കും, കാരണം നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗേറ്റുകളൊക്കെ തുറന്നിരിക്കുകയാണ്. അപ്പോൾ അതേസമയം സ്വപ്നാവസ്ഥയിൽ എ ആസ് ആക്ടിവേറ്റഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഗേറ്റ് ക്ലോസ്ഡ്, ഇല്ല. മോഡുലേഷൻ കോളിനർജിക്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതാണ് എയിം മോഡൽ എന്ന് പറയുന്നത്, ഹോബ്സന്റെ എയിം മോഡൽ. കോൺഷ്യസ് സ്റ്റേറ്റ്സ് ഫ്ലക്ച്വേറ്റ് കണ്ടിന്യൂസ്ലി ബിറ്റ്വീൻ വേക്കിംഗ് ആൻഡ് ഡ്രീമിംഗ് ആണ്. അതിൻ്റെ യൂണിഫൈഡ് തിയറി ഓഫ് ബ്രെയിൻ ബിഹേവിയർ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകില്ല. ഈ എയിം എന്നൊരു മോഡൽ ഉണ്ട്, അത് ഇതാണെന്ന് പറഞ്ഞത്. ഈ എയിം വെച്ചുകൊണ്ട് നമുക്ക് സ്വപ്നാവസ്ഥയെയും രണ്ട് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിനെയും അതിൻ്റെ എയിം എന്നുള്ള മൂന്ന് ഈ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് അതിനെ വിവരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താണ് ഇവിടെ കാണുന്നത്? എന്താണ് കാണുന്നത്? എന്തിൻ്റെ ചിത്രമാണത്? ആ, ഒരു മുഖം കാണാൻ പറ്റുന്നുണ്ടോ അവിടെ? ഒരു കഷണ്ടി, കണ്ണുകൾ, മുഖം കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഒരാൾ നടന്നു പോകുന്നു ഇവിടെ, കോട്ടിട്ട്. അവരെ ഫ്രോക്കാണിത് അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നത് എന്താ, എൻ്റെ കാലുകളിൽ നടന്നു പോകുന്നു. അപ്പോൾ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? ബ്രെയിൻ ഈസ് എ കോളനി ഓഫ് ന്യൂറോൺസ് ദാറ്റ് കൺസ്പയർ ടു ക്രിയേറ്റ് ദ ഇല്യൂഷൻ ഓഫ് സീയിങ് എന്നാണ് ഈ ക്രിയേറ്റ് അടിച്ചു പോയത്. ദാറ്റ് കൺസ്പയർ ടു ക്രിയേറ്റ്, അതായത് ഈ കാണുക എന്ന ഒരു ഇല്യൂഷൻ നമുക്ക് ആ ഒരു മായക്കാഴ്ച, നമുക്കൊരു മായക്കാഴ്ച നൽകാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്ന ന്യൂറോണുകളുടെ ഒരു കോളനിയാണ് നമ്മുടെ മസ്തിഷ്കം. വാസ്തവത്തിൽ കാണുന്നതൊന്നും അതല്ല. എന്ന് വെച്ചാൽ നമ്മൾ വാസ്തവത്തിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ കാഴ്ചയും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതുപോലെ വേറൊരാളൂടെ കാണുന്നതുകൊണ്ടാണ് അത് വാസ്തവത്തിൽ. അതാണ് മതത്തിലൊക്കെ ഉള്ളൊരു വ്യത്യാസം. അവർ കാണുന്നത് മറ്റാർക്കും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ യഥാർത്ഥ വേക്ക്ഫുൾ കോൺഷ്യസ്നെസ്സിൽ നമ്മളുടെ കാഴ്ച മറ്റ് കാരണങ്ങൾ കൊണ്ട് ഇതൊരു മേശയാണ് എന്ന് നമ്മൾ തൊട്ട് കണ്ട് എല്ലാം കൂടെ കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ച പോലും ഒരു പ്രൊജക്ഷനാണ്. ഈ രണ്ട് കണ്ണുകൾ യഥാർത്ഥത്തിൽ കണ്ണുകളല്ല, പക്ഷെ അത് കണ്ണുകളാണെന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ആശയം പ്രധാനമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടി വരുമ്പോൾ. ഒരു ആന്തരിക ചിത്രനിർമ്മിതി, അതാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു ഇമേജ് ജനറേറ്റർ ഇൻ അവർ ബ്രെയിൻസ്. നമ്മളൊരു ഇമേജ് ജനറേറ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ ഇമേജ് ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്റർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇമേജിനെ കണ്ടത്. അപ്പോൾ വി ആർ ഓൾ യൂസിങ് അവർ ഇമേജ് ജനറേറ്റർ ഇൻ അവർ ബ്രെയിൻസ്. ഈ ഇമേജ് ജനറേറ്റർ കോളിനർജിക്കാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞേക്കാം. അതാണ് അതിൻ്റെ സംഭവം. ഈ ഇമേജ് ജനറേറ്റർ ഇസ് കോളിനർജിക്. ഈ കോളിനർജിക് എന്താ നമ്മൾ പറഞ്ഞല്ലോ. ഇമേജ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് കോളിനർജിക് പെട്രോൾ ഡീസലിലാണ്. അതാണ് അതിൻ്റെ ഇന്ധനമല്ല അതിൻ്റെ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഈവൻ ഒരു വേക്കിംഗ് പെർസെപ്ഷൻസ് ആർ അബ്സ്ട്രാക്ട് ഇമേജസ് ഓഫ് റിയാലിറ്റി, നോട്ട് റിയാലിറ്റി ഇറ്റ്സെൽഫ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ പൂച്ചയെ കാണുമ്പോൾ പോലും പൂച്ചയെ കാണുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? പൂച്ചയുടെ ഒരു ഇമേജ്, നമ്മൾ നേരത്തെ കണ്ട ഇരത്തെ പോലെ തന്നെ ചില ഇമേജസ് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് പൂച്ചയെ സംബന്ധിച്ചും ചെയ്യുന്നത്. Waking perception happens to fit so well with everything else we know about the outside world. അതാണ്. That we naturally tend to assume that our perception of the world is that world. നമ്മളെ പെർസെപ്ഷനാണ് യഥാർത്ഥ ലോകം എന്ന് വിശ്വസിച്ച് നമുക്ക് നമ്മുടെ മറ്റെല്ലാ അറിവുകളും വെച്ച് തന്നെ കൊറാബറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളത് അങ്ങനെ വിശ്വസിക്കുന്നത്. ഇതിൽ ഇനി നമ്മൾ സ്വപ്നത്തിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ആവശ്യം വരും. ഈ REM സ്ലീപ്പിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ കാണിച്ചു. അപ്പോൾ ഈ REM സ്ലീപ്പിൽ നമ്മൾ ചില ായിട്ടുള്ള ഈ ശാസ്ത്രജ്ഞന്മാരെ ഉണർത്തണമെങ്കിൽ ഇവർ REM സ്ലീപ്പിൽ എത്തിയെന്ന് അറിയണ്ടേ? അതെങ്ങനെയാണ് REM സ്ലീപ്പിൽ എത്തിയെന്ന് അറിയാം? അത് ഈ PGO എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേവുകളുണ്ട്. അത് ഈ മോണിറ്ററിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതാണ്. തലയിൽ വെച്ച് ഇലക്ട്രോഡിൽ EG വേവിൽ PGO എന്ന് പറഞ്ഞിട്ടുള്ള വേവുകൾ വരുമ്പോഴാണ് ഇവർ ഉണർത്തുക. അതാണ് REM തുടങ്ങുന്നതിൻ്റെ സൂചന. അതെന്താണ് അതിൻ്റെ? പോൺസ്
ജെനിക്കുലേറ്റ് ബോഡി ഓഫ് തലാമസ്, പോൺസ് ജെനിക്കുലേറ്റ് ഓക്സിപിറ്റൽ കോർട്ടെക്സ്, അതാണ് PGO എന്ന് പറയുന്നത്. പോൺസ് ജെനിക്കുലേറ്റ് ബോഡി ആൻഡ് ഓക്സിപിറ്റൽ കോർട്ടെക്സ്, മസ്തിഷ്കത്തിന്റെ 3 ഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ഈ മൂന്നിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വേവാണ് PGO വേവ്സ് എന്ന് പറയുന്നത്. ഈ PGO വേവ്സ് ഇത് 3നാണ്. ഈ PGO എന്ന് പറഞ്ഞാൽ ഈ 3 സ്ട്രക്ചറുകളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? പോൺസ്, ജെനിക്കുലേറ്റ് ബോഡി, ഓക്സിപിറ്റൽ കോർട്ടെക്സ്. ഇതെന്താണ് ഈ 3? ഇറ്റ്സ് ഓൾ പാർട്സ് ഓഫ് ദ വിഷ്വൽ സിസ്റ്റം. കാഴ്ചയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇമേജ് ജനറേറ്റർ എന്ന് പറഞ്ഞില്ലേ, ആ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിരിക്കുന്നത്. ദാറ്റ് ഇസ് എ ഫിസിയോളജിക്കൽ സബ്സ്ട്രേറ്റ് ഓഫ് ഡ്രീം വിഷൻ എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ നമ്മുടെ കാഴ്ചയുടെ നമ്മുടെ ഇമേജ് ജനറേറ്റർ തന്നെയാണ് നമ്മുടെ സ്വപ്ന കാഴ്ചകളും നിർമ്മിക്കുന്നത്. നമ്മൾ നേരത്തെ ആ സ്ത്രീയുടെയും മുഖത്തിൻ്റെയും ഒക്കെ സ്വപ്നം നമ്മൾ കണ്ടല്ലോ, ആ സാധനം തന്നെയാണ്, അതേ ജനറേറ്ററാണ് നമ്മുടെ സ്വപ്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കോളിനർജിക്കാണ്. അപ്പോൾ ഈ കോളിനർജിക് ആകുമ്പോൾ നമ്മുടെ വേക്കിംഗ് കോൺഷ്യസ്നസ്സിൽ നമുക്ക് രണ്ടുമുണ്ട്. ഞാൻ കാണിച്ചിരുന്നില്ല നേരത്തെ, വേക്കിംഗ് കോൺഷ്യസ്നസ് കോളിനർജിക്കും വർക്ക് ചെയ്യും. മറ്റേ സ്വപ്നാവസ്ഥയിലോ കോളിനർജിക്കിനെ പിടിച്ചു നിർത്താനുള്ള അമ്യൂനർജിക്ക് ഇല്ല. അപ്പൊ ഇത് ഇമേജ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ തടയാൻ പുറത്തുനിന്നൊന്നുമില്ല. അതാണ് അതിന്റെ പ്രത്യേകത, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ആക്ട്സ് അൺഓപ്പോസ്ഡ് ഇൻ അവർ ഡ്രീംസ് എന്നാണ്. ഈ ഇമേജ് ജനറേറ്ററിന്, കോളിനർജിക് ആയിട്ടുള്ള ഇമേജ് ജനറേറ്ററിന് അമ്യൂനർജിക് ആയിട്ടുള്ള ഒരു നിയന്ത്രണവുമില്ല. ബൈക്കുകാരനെ എങ്ങനെ വേണം എടുത്തു പോവുക? എന്ന് വെച്ചാൽ മുമ്പിൽ ലോറിയില്ല, ഒന്നുമില്ല, തുറന്ന് കിടക്കുകയാണ്. ഡീസൽ ഇല്ലാത്ത കാരണം റോഡിൽ മെയിൻ വണ്ടികളൊന്നുമില്ല. അപ്പോൾ ബൈക്കുകാരനെ എങ്ങനെ വേണം എടുത്ത് ഓടിക്കാം? അതുപോലെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അതേപോലെ അമ്യൂനർജിക് ആയിട്ടുള്ള നിയന്ത്രണം ഇല്ലാതെ കോളിനർജിക് സിസ്റ്റം ഗോസ് ഇൻ ടു ഫ്രൻസി. അപ്പോൾ എന്താണ്, നമ്മുടെ ഇമേജ് ജനറേറ്റർ ഇമേജ് ചടപടപടപട നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ സ്വപ്ന ദൃശ്യങ്ങളുടെ ഈ ഇതിന് കാരണം. അപ്പോൾ അത് ഇൻഹിബിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പകലും ഇതുപോലെ ഇമേജുകൾ ജനറേറ്റ് ചെയ്തേ. നമ്മൾ നേരത്തെ ഒരു ചിത്രത്തിൽ എന്തൊക്കെ നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്തു, അതുപോലെ ഇമേജ് ജനറേറ്റ് ചെയ്യും. ഹോബ്സൺ പറയുന്നത് പല മനോരോഗങ്ങളിലും ഇതുപോലെ ഡെലൂഷൻസ് കാണുന്നതിൻ്റെ കാരണം അടിസ്ഥാനപരമായി ഇതാണെന്നുള്ളതാണ്. ഈ ഇമേജ് ജനറേറ്റർ സിസ്റ്റം ഗോസ് ഇൻ ടു ഫ്രൻസി. മദ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു, ദേവച്ച് പറഞ്ഞപ്പോൾ മദ്യപാനം നിർത്തിക്കഴിയുമ്പോൾ അവരിതുപോലെ, ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്, എൻ്റെ ഒരു സ്ഥിരം ആൾക്കാരാണ്, ഈ മദ്യപാനം പെട്ടെന്ന് നിർത്തേണ്ടി വരും ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ. എന്നിട്ട് ഇങ്ങനെ ഭ്രാന്ത് പറയാൻ തുടങ്ങും, അവിടെ ചൊറിയുന്നു, നിറയെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ ഇവർ സ്വപ്ന ദൃശ്യങ്ങൾ കാണുന്ന ഹോബ്സൺ പറയുന്നത്. അവർ ഈ REM സ്ലീപ്പിൻ്റെ ഇതിലേക്ക് പോവാണ്. ഈ പെട്ടെന്ന് ഇത് നിർത്തുമ്പോൾ തലച്ചോറിൻ്റെ കംപ്ലീറ്റ് ഹെയർവെയറായിട്ട് ഈ രീതിയിലേക്ക് ഈ സ്വപ്ന ദൃശ്യങ്ങളെ അവർ പെട്ടെന്ന് മായികമായി ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല, അത് ഒരു രസകരമായ വേറെ ടോപ്പിക്കാണ്. അപ്പോൾ ലിയനാർഡോ ഡാ വിഞ്ചി ചോദിക്കുന്നുണ്ട്, വൈ ഡസ് ദ ഐ സീ എ തിങ് മോർ ക്ലിയർലി ഇൻ ഡ്രീംസ് ദാൻ വെൻ എവേക്ക്? ഇത് വലിയൊരു എന്താ പറയുക, ഒരു ഷേക്സ്പിയറോ ഒക്കെ പറയേണ്ട ഒരു വലിയ വാചകമാണല്ലോ. നമുക്കൊരു ഒരു വളരെ ഭാവനാത്മകമായി ഒരു താത്വികമായി സ്പെക്കുലേറ്റീവ് ഫിലോസഫി വെച്ച് ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമല്ല ഇത്. നമുക്കിന്ന് കൃത്യമായി ഉത്തരം പറയാം. വൈ ഡസ് ദ ഐ സീ എ തിങ് മോർ ക്ലിയർലി ഇൻ ഡ്രീംസ് ദാൻ ഇൻ വെൻ എവേക്ക്? സ്വപ്ന ദൃശ്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ സാധാരണ ദൃശ്യങ്ങളെക്കാൾ കൂടുതൽ മിഴിവാർന്നിരിക്കുന്നു എന്ന് ചോദിക്കുന്ന ഉത്തരം എന്താണ്? ബിക്കോസ് ദ വിഷ്വൽ ഇമേജ് പ്രൊഡക്ഷൻ സിസ്റ്റം ഓഫ് ദ ബ്രെയിൻ ഈസ് സെലക്റ്റീവ്ലി ആക്ടിവേറ്റഡ് ഇൻ സ്ലീപ്പ്. അതുകൊണ്ടാണ് ഉറക്കത്തിൽ നമ്മുടെ ഈ ഇമേജ് ജനറേറ്റർ സിസ്റ്റം ഈ സെലക്റ്റീവ്ലി ആക്ടിവേറ്റഡ്. അതിനൊരു നിയന്ത്രണവുമില്ല, അതിനെത്ര വേണമെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഇമേജുകൾ സൃഷ്ടിക്കാൻ പറ്റും. അതാണ് എൻ്റെ ഉത്തരം. അപ്പോൾ പുരാതനമായ പല തത്വശാസ്ത്ര ചോദ്യങ്ങൾക്കും ഇന്ന് ശാസ്ത്രം വളരെ ലളിതമായ മറുപടി. അതാണ് റിഡക്ഷനിസ്റ്റിന്റെ ഭംഗി നമുക്ക് നൽകാൻ പറ്റുന്നത്. ഇതുകൊണ്ടാണ് ഈ ഇമേജ് ജനറേറ്റിംഗ് വേക്കിംഗ് കൺസ്ട്രെയിൻഡ്. നമ്മുടെ ഇമേജ് ജനറേറ്റർ സിസ്റ്റം കൺസ്ട്രെയിൻഡ് ആണ്. നമ്മുടെ വേക്ക്ഫുൾ കോൺഷ്യസ്നെസ്സിൽ ബോത്ത് കോളിനർജിക്, പെട്രോളും ഉണ്ട് ഡീസലും ഉണ്ട്. അപ്പോൾ കൺസ്ട്രെയിൻഡ് ആണ് നമ്മൾ. ഷേപ്പ് ബൈ റിയൽ വേൾഡ് സിഗ്നൽസ് ഫ്രം റെറ്റിന, ജെനിക്കുലേറ്റ് ആൻഡ് പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ്. ഈ സ്ഥലത്തു നിന്നൊക്കെ റിയൽ സിഗ്നൽസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉറക്കത്തിലൊന്നുമില്ല. ഉറക്കത്തിൽ നമ്മൾ കണ്ണടച്ച് നോ സച്ച് ഷേപ്പിംഗ് കൺസ്ട്രെയിൻ ക്യാൻ എക്സിസ്റ്റ് ഇൻ സ്ലീപ്പ്. കാരണം നമ്മൾ കണ്ണടച്ച് ലൈറ്റൊക്കെ ഞാൻ കുറച്ച് നേരത്തെ അവിടെ ഉറങ്ങാൻ നോക്കുമ്പോൾ ഒരു പോക്കറ്റിൽ നിന്ന് ഒരു ടവലെടുത്ത് എൻ്റെ കണ്ണിന് മുകളിൽ ഇട്ടപ്പോൾ ഞാൻ ഇതാണ് ഓർത്ത് കുറച്ച് നേരം ഉറങ്ങാന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ പോയി. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ സൈക്കിൾ പൂർണ്ണമായിട്ടില്ല. അപ്പോൾ
നസീർ പ്രസംഗിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ മുങ്ങി പോയിട്ട് കുറച്ച് ഉറങ്ങാൻ പറ്റുന്ന ഒരു പരീക്ഷ നടത്തി കാറിൽ കിടന്ന്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത പണി ഇതാണ്, കിടന്നിട്ട് ഇതിന് മുകളിൽ കണ്ടെടുത്തു. അപ്പം ഞാനിത് ഓർത്തു, കാരണം നമ്മളിത് ബ്ലോക്ക് ചെയ്യാണ്, ഉറക്കത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെ പിന്നെ നമ്മുടെ ഇൻപുട്ട് ഗേറ്റ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത്. മറ്റേ കണ്ണടച്ചുകൊണ്ടും ഓക്കെ ലൈറ്റ് ഓഫ് ചെയ്യും, ഉറങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ നോ സച്ച് ഷേപ്പിംഗ് കൺസ്ട്രെയിൻറ്റ് അങ്ങനെ ഒരു. അപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഈ നമ്മുടെ കണ്ണിൽ നിന്നും അതിൻ്റെ കോർട്ടക്സിൽ നിന്നൊക്കെ വരുന്ന ഈ നമ്മുടെ പിന്നെ ഇമ്പൾസസ്, നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇങ്ങനെ വന്നുകൊണ്ട് ഇതിനെ കൺസ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ ആക്റ്റീവാണ്, ബോത്ത് അമിനർജിക് ആൻഡ് കോളിനർജിക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേക്കിംഗ് കോൺഷ്യസ്നസ് ഇസ് ബോത്ത് കോളിനർജിക് ആൻഡ് അമിനർജിക്. അപ്പോൾ ഈ അമിനർജിക് നിയന്ത്രണം ഉള്ളതുകൊണ്ട്, ഈ നമ്മുടെ ഈ കാഴ്ചയുടെ ഒക്കെ ഇത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എക്സ്റ്റേണൽ വേൾഡ്, ഇഹലോകം, നമ്മുടെ ഈ ആന്തരിക ലോകത്തിനെ നിയന്ത്രിക്കും. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കാഴ്ചയെ, നമ്മുടെ ഇഹലോക ഇൻപുട്ട് ഗേറ്റ് നമ്മൾ തുറന്നു കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എയിം മോഡലിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്. എയിം മോഡലിലെ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗേറ്റ് തുറന്നിരിക്കുന്നത് കാരണം ഈ ലോകത്തിന് നമ്മളിലേക്ക് കടന്നു വരാം. അതേസമയം സ്വപ്നാവസ്ഥയിൽ, ഈ നിദ്രാവസ്ഥയിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗേറ്റ് ക്ലോസ്ഡ് ആണ്, കോളിനർജിക്കാണ്, അമിനർജിക് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് പറ്റുന്നു, എന്തും ഈ കൺസ്ട്രെയിൻ്റ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, ആലീസ് ഇൻ വണ്ടർലാൻഡിലുള്ള പോലെ കാതു മുതൽ കാതോളം എത്തുന്ന ചിരിയുള്ള ചെഷയർ പൂച്ചകളെയൊക്കെ സ്വപ്നം കാണാൻ ഒരു പ്രശ്നമില്ല. കാരണം ആ ഇമേജൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇമേജ് ജനറേറ്റർ സിസ്റ്റം. അപ്പോൾ അതിന് ഇതുപോലുള്ള ചെഷയർ കാറ്റുകൾ, നമ്മൾ സാധാരണ ഒരു കാറ്റിനെ നമ്മൾ കാണുമ്പോൾ, നമ്മൾ നേരത്തെ പൂച്ച ചിത്രം കാണിച്ചില്ലേ, നമ്മളെ പൂച്ച യഥാർത്ഥ പൂച്ചയായിരിക്കും, സ്വപ്നത്തിലെ പൂച്ച ചിരി മാത്രമുള്ള പൂച്ചകളായി മാറുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ഉറങ്ങുമ്പോൾ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗേറ്റുകളൊക്കെ ക്ലോസ്ഡ് ആണ്. അതാണ് ഡ്രീം ബിസയർനെസ്സിൻ്റെ കാരണം. നേരത്തെ പറഞ്ഞു, നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന എന്താണ്, ഇന്ന് സ്വപ്നങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കുക എന്നതല്ല, ഡ്രീം കണ്ടന്റ് എന്നതിനെക്കൊണ്ട് ഡ്രീം ഫോമിലാണ് ഇന്ന് ശാസ്ത്രം ശ്രദ്ധ പതിപ്പിക്കുന്നത്. കണ്ടന്റിലല്ല, അതിൻ്റെ ഫോമിലാണ്, അതിൻ്റെ രൂപത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ഈ രൂപത്താണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനൊരു വ്യാഖ്യാതാവല്ല, സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനല്ല. ഐ കെയിം ഹിയർ നോട്ട് ടു ഇന്റർപ്രിറ്റ് ഡ്രീംസ് ബട്ട് ടു അതാണ്. അപ്പോൾ ഇത് റെനെ മാഗ്രിറ്റ് എന്നുള്ളൊരു പെയിന്ററിൻ്റെ ചിത്രമാണ്. ഇതുപോലെയുള്ള ഇമേജുകളൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, നമ്മുടെ ഈ ഡ്രീം ഫോമിനെ കുറിച്ച് വേറൊന്ന് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ ആത്മവിമർശനം നഷ്ടപ്പെടും. അതായത് ഒരു സെൽഫ് റിഫ്ലക്റ്റീവ് അവയർനെസ് അത് നമ്മൾ നഷ്ടപ്പെടും. സ്ഥലകാല പൊരുത്തം അത് നഷ്ടപ്പെടും. ദർ ഇസ് ലോസ് ഓഫ് ഓറിയന്റേഷണൽ സ്റ്റെബിലിറ്റി. അതുപോലെ തന്നെ ക്രമാനുഗതമായ ചിന്ത, അതായത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ക്രമാനുഗതമായി നമ്മൾ ഡയറക്റ്റഡ് ആയിട്ട് ഒരു ഡയറക്റ്റഡ് ആയിട്ടുള്ള തോട്ട്, വളരെ രേഖീയമായി ചിന്തിക്കാൻ അത് നമുക്ക് സാധിക്കില്ല. ക്രമാനുഗതമായ ചിന്ത അത് നഷ്ടപ്പെടും. പിന്നെന്താണ്, ലോജിക്കൽ റീസണിങ് ഇല്ല, യുക്തിവിചാരം നഷ്ടമാണ്, യുക്തിവിചാരം നഷ്ടപ്പെടും. പിന്നെ ഓർമ്മ നഷ്ടപ്പെടും. ഓർമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും, ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു കഴിഞ്ഞ 2 ആഴ്ച മുന്നേ, അമ്മ മരിച്ചിട്ട് 5-6 വർഷമായി. അത് അവിടെ വരുന്നേ ഇല്ല. സ്വപ്നം കാണുമ്പോൾ ഈ റീസെൻ്റ് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയില്ല. മുമ്പ് മരിച്ച അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്ന പോലെ തന്നെയാണ് നമ്മൾ. അപ്പോൾ ഓർമ്മയിൽ കാര്യമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഓർമ്മ നഷ്ടം. വേറെന്താണ്, സ്വപ്നത്തിനകത്തും സ്വപ്നാനന്തരവും. സ്വപ്നം കഴിഞ്ഞ ശേഷം നമുക്ക് സ്വപ്നത്തിന് ഓർക്കാനേ വരുന്നില്ല. അപ്പോൾ ഈ ഓർമ്മ എന്നത് നിർമ്മിതിയും അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഇതൊക്കെ ആ ഡ്രീം ഫോമിൻ്റെ പ്രത്യേകതകളാണ്. ഇതിൻ്റെ കാരണം പിന്നെ ഹോബ്സിൻ്റെ ബുക്കിൽ നിന്ന് ഞാൻ ഒരു ചാർട്ട് എടുത്ത് വെച്ചാണ്. സൈക്കോ അനാലിസിസ് ഇങ്ങനെ വിശദീകരിക്കും. ഇതിന് ഓരോന്നിനും സൈക്കോ അനാലിസിന് വിശദീകരണം ഉണ്ട് കേട്ടോ. വിഷ്വൽ ഇമേജറി, റിഗ്രഷൻ ടു സെൻസറി ലെവൽ, ആക്ടിവേഷൻ ഓഫ് ഹയർ വിഷ്വൽ സെൻറ്റേഴ്സ്, നമ്മൾ പറയുന്നത് അങ്ങനെ. അപ്പോൾ ആക്ടിവേഷൻ സിന്തസിസ് പ്രകാരം ഇതിനൊക്കെ ഈ പറഞ്ഞ നമ്മുടെ ഈ സ്വപ്നത്തിൻ്റെ സ്വഭാവങ്ങൾക്കൊക്കെ മുൻപ് നൽകിയ ഉദാഹരണങ്ങൾ ഓരോന്നും ഈ ഇവരിങ്ങനെ റിപ്രഷൻ എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇത് ഓർമ്മയില്ലാതെ കൊണ്ടാണ് റിപ്രഷൻ കൊണ്ടാണ്. അങ്ങനെയല്ല, ഇത് ഓർഗാനിക് അംനീസിയ എന്നാണ്. അപ്പോൾ അർത്ഥം എന്താണ്, ആക്റ്റീവ്ലി ഒബ്സ്ക്യൂർഡ് ആണ് എന്നാണ് സൈക്കോ അനാലിസ്റ്റുകൾ പറയാം. ഫ്രോയിഡ് പറയുന്നത് വെച്ചാൽ അത് മനഃപൂർവ്വം അത് ഒബ്സ്ക്യൂർ ചെയ്തിരിക്കുകയാണ്, പിന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്, അതിനെ ഗുപ്തമാക്കി വെച്ചിരിക്കുകയാണെന്നാണ് പറയാം. നമ്മളെന്താണ് പറയുക, ഇത് ട്രാൻസ്പാരൻ്റ് ആണ്. ഒന്നും അവിടെ ഒളിച്ചു വെക്കാനില്ല. അത് എല്ലാ സ്വപ്നവും നഗ്നമാണ്, സ്വപ്നങ്ങളൊക്കെ നഗ്നമാണ്. അതൊന്നും ഒരർത്ഥവുമില്ല, പ്രത്യേകിച്ച് കണ്ടെത്താനുള്ള ഒരു അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഇത് ഓരോന്നും. പിന്നെ ഇമോഷൻ എന്തുകൊണ്ട്, വൈ ഇറ്റ് ഇസ് വളരെ ഇമോഷണൽ, പല സ്വപ്നങ്ങളും വളരെ ഇമോഷൻ, നമ്മുടെ വികാരങ്ങൾക്ക് വികാരപ്രധാനമാണ്.
അപ്പോൾ അത് സെക്കൻഡറി ഡിഫെൻസീവ് റെസ്പോൺസ് ഓഫ് ഈഗോ ആണെന്നാണ് ഫ്രോയിഡ് പറയാം. പ്രൈമറി ആക്ടിവേഷൻ ഓഫ് ലിംബിക് സിസ്റ്റം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ലിംബിക് സിസ്റ്റം ബ്രെയിനിൻ്റെ ആക്ടിവേഷനാണ്. സോ നമുക്ക് എന്താണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ ഇതിനൊക്കെ ഉണ്ടെന്നർത്ഥം. അപ്പോൾ അവസാനം എന്താണ്? ഇന്റർപ്രിട്ടേഷൻ നീഡഡ്, ഇന്റർപ്രിട്ടേഷൻ നോട്ട് നീഡഡ് എന്നാണ് നമ്മുടെ തീരുമാനം. നമുക്ക് ആവശ്യമില്ല സ്വപ്ന വ്യാഖ്യാനം. അപ്പോൾ ഈ സ്വപ്നം വ്യാഖ്യാനിക്കൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. സ്വപ്നങ്ങൾ വ്യാഖ്യാനം ആവശ്യമില്ല, നോട്ട് നീഡഡ് എന്നാണ്. ഇൻ ഡ്രീമിങ് കമ്പയർഡ് വിത്ത് വേക്കിംഗ്, ഇവിടെ സൈക്കോ അനാലിസിസ് ഒക്കെ പറയും, ഇത്രയൊക്കെ പറയും. റിഗ്രഷൻ ടു സെൻസറി ലെവൽ, റിപ്രഷൻ റെസ്പോൺസ് ഓഫ് ഈഗോ, ഡിസ്ഗൈസ് ഓഫ് വിഷസ്, ഇതൊക്കെ എന്താണ്? ഇൻ ഡ്രീമിങ് കമ്പയർഡ് വിത്ത് വേക്കിംഗ് സം മെന്റൽ ഫങ്ഷൻസ് ആർ എൻഹാൻസ്ഡ് വൈൽ അതേഴ്സ് ആർ ഡിമിനിഷ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞു മസ്തിഷ്കത്തിന്റെ ചില ഭാഗങ്ങൾ, ചില പ്രത്യേക ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇതൊക്കെ ആക്റ്റീവ് ആവുന്നു, ചിലത് ആക്റ്റീവ് ആവുന്നില്ല. വൈൽ അതേഴ്സ് ആർ ഡിമിനിഷ്ഡ്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്ര ലളിതമാണ്. അതിനാണ് ഇതൊക്കെ ഇത്രയും പറഞ്ഞുകൊണ്ടുവന്നത്. ഇതൊക്കെ ഇത്ര കേമായിട്ട് ഫ്രോയിഡ് പറഞ്ഞതൊക്കെ ചുമ്മാ ഒന്നുമില്ല. ശബ്ദജാലം മഹാരണ്യം ചിത്തവിഭ്രമ കാരണം. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ഫോം എന്താണ് നമ്മൾ സാധാരണ സ്വപ്നങ്ങളിൽ കാണുന്നതാണ്? ആങ്സൈറ്റി, ഇലേഷൻ ആൻഡ് ആങ്കർ. ഉത്കണ്ഠ, ആഹ്ലാദം, ദേഷ്യം. ഇതാണ് 3 വികാരങ്ങൾ സാധാരണയായി സ്വപ്നത്തിൽ കാണുന്ന ഒരു സംഗതി. 3 ഇമോഷൻസ്. അത് ഡ്രീംസ് ഹാസ് ടു ഫർദർ ജസ്റ്റിഫൈ ദർ സ്റ്റാറ്റസ് ഇൻസ്റ്റിങ്സ്. നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അടിസ്ഥാനപരമായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആണെന്നാണ് അലൻ ഹോബ്സൺ പറയുക. അതിന് ഒരു ആങ്സൈറ്റി മാത്രം എടുത്തിട്ട് ഇദ്ദേഹം പറയുന്നതാണ്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്തുണ്ട്? ഭൗതിക വിശദീകരണങ്ങളുണ്ടെന്ന്. ഈ ആങ്സൈറ്റിൻ്റെ കാരണം എന്താണ്? അത് ജോസഫ് ഡിലോ എന്ന് പറഞ്ഞ അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ REM സ്ലീപ്പിൽ 1996 അമിഗ്ഡല ഹൈപ്പർ ആക്റ്റീവ് ആവുന്നു. അമിഗ്ഡല എന്ന് പറഞ്ഞാൽ ഈ മസ്തിഷ്കത്തിൻ്റെ ഈ ഒരു ഭാഗം, അമിഗ്ഡല ആൽമണ്ട് ഷേപ്പ് എന്നാണ് അമിഗ്ഡല എന്നതിൻ്റെ അർത്ഥം എൻ്റെ മോള് പറഞ്ഞത്. അമിഗ്ഡല ഇത് ആക്റ്റീവ് ആവും, അത് ഹൈപ്പർ ആക്റ്റീവ് ആവും. അല്ലാണ്ട് ഡിസ്ഗൈസ് സെൻസർഷിപ്പ് എന്നല്ല അതിൻ്റെ കാരണം എന്നാണ്. അമിഗ്ഡല ഈസ് ഹൈപ്പർ ആക്റ്റീവ്, സോ യു ആർ ആങ്ഷ്യസ്. സോ സിമ്പിൾ ആസ് ദാറ്റ്. എന്താണ് സ്വപ്നം? എന്താണ് സ്വപ്നാനുഭവം? ആക്ടിവേഷൻ, മസ്തിഷ്ക ഉത്തേജനത്തിൻ്റെ സബ്ജക്റ്റീവ് അവയർനെസ്, അതിൻ്റെ ഒരു അറിവ് മാത്രമാണ്. അതിൻ്റെ നമ്മുടെ വ്യക്തി അനുഭവം മാത്രമാണ്. മസ്തിഷ്ക ഉത്തേജനത്തിൻ്റെ വ്യക്തി അനുഭവമാണ് സ്വപ്നം. അപ്പോൾ എന്താണ് മസ്തിഷ്ക ഉത്തേജനം? അമിഗ്ഡല ഉത്തേജിപ്പിക്കപ്പെട്ടു, ചുവന്ന ബൾബിലെത്തി, ചുവന്ന ലൈറ്റ് കാണുന്നു പറഞ്ഞ പോലെ. അമിഗ്ഡല ഉത്തേജിപ്പിക്കപ്പെട്ടു, ആങ്സൈറ്റി അനുഭവപ്പെട്ടു. ആങ്സൈറ്റി എന്നത് അമിഗ്ഡലയുടെ ഉത്തേജനത്തിൻ്റെ അനുഭവമാണ് ആങ്സൈറ്റി എന്നത്. അതുകൊണ്ടാണ് സ്വപ്നത്തിന് ആങ്സൈറ്റി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതന്നെ ഈ നമ്മൾ സമയബോധം നഷ്ടപ്പെടുന്നു, നമുക്ക് ക്രിട്ടിക്കലായി ആലോചിക്കുന്നില്ല. എന്താ ഇതിൻ്റെയൊക്കെ കാരണം? ദ ബ്രെയിൻ റീജിയൻ സപ്പോർട്ടിങ് ദീസ് ഫങ്ഷൻസ് ആർ ലെസ് ആക്റ്റീവ്. അത്രേ ഉള്ളൂ. ഈ നമ്മുടെ സമയബോധത്തിനെയും നമ്മുടെ ഓർമ്മയെയും നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും നമ്മുടെ യുക്തിചിന്തയെയും ഒക്കെ നിർണ്ണയിക്കുന്ന മസ്തിഷ്ക ഭാഗങ്ങൾ അത്ര ആക്റ്റീവ് അല്ല, അതുകൊണ്ട് അതൊന്നും നടക്കുന്നില്ല. അത്രേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ പവർഫുൾ. എന്താണ് പവർഫുൾ? റിഡക്ഷനിസം ഇസ് വെരി പവർഫുൾ. സിമ്പിൾ ആൻഡ് പവർഫുൾ. റിഡക്ഷനിസമാണ്. കാരണം റിഡക്ഷനിസത്തിൻ്റെ രീതി എന്താണ്? നമ്മൾ ദ മോർ യു ഡിസെക്ട് ദ ക്ലോസർ ടു ഗെറ്റ് ദ കോസ് എന്നാണ്. അത് റിഡക്ഷനിസത്തിൻ്റെ വിജയമാണ്. ശാസ്ത്രത്തിൻ്റെ മാർഗം അതാണ്. നമുക്ക് എല്ലാം വിശദീകരിക്കാൻ പറ്റുമെന്നല്ല പറഞ്ഞത്. നമ്മൾ വളരെ തുടക്കത്തിലാണ് ഇപ്പോഴും. ഉദാഹരണത്തിന് ഒരു നമുക്ക് വിശദീകരിക്കാൻ പറ്റിയിട്ടില്ലാത്തൊരു പാരഡോക്സ് എന്താണെന്ന് വെച്ചാൽ REM സ്ലീപ്പ്. അത് ഈ സ്വപ്നാവസ്ഥ നമുക്ക് REM സ്ലീപ്പിന് പറയാം. റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, കണ്ണ് ചലിക്കുന്ന ഈ സ്വപ്നാവസ്ഥയിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കുന്ന ഒരുപാട് പഠനങ്ങളുണ്ട്. ഇപ്പോൾ ഓർമ്മശക്തിയെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ, പല ഗ്ലെയിമുകളിലും അങ്ങനെ പല പഠനങ്ങൾ നടത്തി. ഇതേപോലെ REM സ്ലീപ്പിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിച്ചതായി കാണാം. അത് നിസ്തർക്കമായൊരു കാര്യമാണ്. അതേസമയം ഈ മസ്തിഷ്കാവസ്ഥയെ ഓർമ്മയില്ലാത്ത അവസ്ഥയാണ്. അതാണ്, അതിനെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ പറ്റില്ല. ആ സമയത്ത് നമുക്കൊരു ഓർമ്മയില്ല, പക്ഷെ ഇത് കഴിഞ്ഞാൽ ഭയങ്കര ഓർമ്മ കൂടും. ഈ ഒരു പാരഡോക്സ് നമുക്കിന്നും വിശദീകരിക്കാൻ പറ്റില്ല. ഹോബ്സൺ പറയുന്നത്, ദ ബെസ്റ്റ് ഐ ക്യാൻ ഡു ഇസ് ടു സ്പെക്കുലേറ്റ് ദാറ്റ് മെമ്മറി ഡിപ്പെൻഡ്സ് ഓൺ സിറോട്ടോണിൻ ഓർ നോറെപ്പിനെഫ്രിൻ ഓർ ഹിസ്റ്റമിൻ. അതായത് നമ്മുടെ അമിനർജിക് ന്യൂറോൺസ് ആണ് ഓർമ്മയെ നിർണ്ണയിക്കുന്നത്. ആൻഡ് ദോസ് കെമിക്കൽസ് ആർ അൺഅവൈലബിൾ. അറിയാം സമയത്ത് ഈ അമിനർജിക് ഈ കെമിക്കലുകൾ അവൈലബിൾ അല്ല എന്നുകൊണ്ടാണ്. ഇത് ഒരു ഇൻ്റർവ്യൂവിൽ ഹോബ്സൺ ചോദിക്കുന്നുണ്ട്. ഒരാൾ ഇതുപോലെ ഒരു ചർച്ചയിൽ ഹോബ്സണോട് ഒരാൾ ചോദിച്ചു, ഉറക്കത്തിൽ ഉണരുമ്പോൾ നമുക്ക് അത് കഴിയുമ്പം ഈ സ്വപ്നം ഓർമ്മ വരുന്നതിനുള്ള കാരണം. മൂപ്പര് പറഞ്ഞതാണ്, നമ്മൾ കുളിക്കുമ്പോൾ പെട്ടെന്ന് ഉണരുമ്പോൾ നമ്മളെ ന്യൂക്ലിയസ് സെറുലിയസ് എന്ന് പറഞ്ഞ ഭാഗം നമ്മുടെ ബ്രെയിൻ സ്റ്റെമിൽ പെട്ടെന്ന് ആക്റ്റീവ് ആവുകയും
അമിനർജിക് ന്യൂറോൺസ് പെട്ടെന്ന് ഫെയർ ആവും. പെട്ടെന്ന് ഈ അമൈൻസ്, ഈ പറഞ്ഞ നോറെപ്പിനെഫ്രിൻ, ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ അമൈൻസ് ബും വരിക. നമ്മൾ അതുവരെ, അത് മാത്രമല്ല ഈ ഉറക്കത്തിന്റെ സമയത്ത് റീചാർജിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ്, അതും ഒരു ഉറക്കത്തിന്റെ ഒരു ഗുണമാണ്. ഈ അമിനർജിക് ന്യൂറോൺസ് ഇതിങ്ങനെ റിലീസ് ചെയ്ത് തീർന്നുപോയില്ലേ, അപ്പോൾ അതിന് റീടേക്കും, അത് വേണ്ടാവുന്ന റീസൈക്കിൾ ചെയ്ത് ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതും പ്രയോജനപ്പെടും. അപ്പോൾ പെട്ടെന്ന് നോക്കുന്നത്, പെട്ടെന്ന് ഈ അമൈൻസ് വരുന്ന കാരണം ഓർമ്മ റീഎസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും ഈ സ്വപ്നത്തിന്റെ ചില വാൽഭാഗങ്ങൾ നമുക്ക് ഓർമ്മ വരികയും ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്വപ്നങ്ങളുടെ ശാരീരിക മാനസിക ധർമ്മം? ഒന്നുമില്ല. ഒരു ശാരീരിക മാനസിക ധർമ്മവും സ്വപ്നങ്ങൾക്ക് നിർവഹിക്കാനില്ല. സ്വപ്നാവസ്ഥക്ക് പ്രധാനമായ ശാരീരിക മാനസിക ധർമ്മങ്ങളുണ്ട്. REM സ്ലീപ്പ്, അതിന് വളരെ ധർമ്മങ്ങളുണ്ട്. എന്നാൽ സ്വപ്നാനുഭവത്തിനില്ല. Although it constitutes an undeniable interesting informative state of altered consciousness, dreaming has no particular function in and of itself. സ്വപ്നത്തിന് അതിൽ തന്നെ യാതൊരു മാനസിക ശാരീരിക ധർമ്മവുമില്ല. ഇനി ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഒരു നെയ്ത്ത് തറി, ഒരു ചെറിയ വീഡിയോ കാണിക്കാം, ഇരുന്ന് ബോറടിക്കില്ല, ഉറങ്ങുന്നവർക്കൊക്കെ ഉണ്ടല്ലേ. ഒരു നെയ്ത്ത് തറിയാണ്, അതിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടു. ഈ ശബ്ദത്തിനെന്താ പ്രാധാന്യം? ശബ്ദമുണ്ട് ഇവിടെ, അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ആ നെയ്ത്ത് തറിയിൽ ആ സ്പിൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതാണ്, കൈ ഇങ്ങോട്ട് വലിക്കുന്നതും ചവിട്ടുന്നതും ഒക്കെയാണ് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ശബ്ദത്തിനെന്താ പ്രാധാന്യം? ശബ്ദത്തിനൊരു പ്രാധാന്യമില്ല. ശബ്ദം അതിന് ഇവിടെ ഉണ്ടാവും. ആ ഉണ്ടാക്കുന്ന നെയ്ത്ത്, തുണിക്കാണ് പ്രാധാന്യം. തുണി ഉണ്ടാക്കാന്നുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിന് ഈ ഒരു വസ്ത്രം പോലെ പ്രധാനപ്പെട്ട ഒരു വസ്ത്രനിർമ്മാണം പോലെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട് ഈ REM സ്ലീപ്പിൽ. പക്ഷെ ഈ നമ്മുടെ ഈ നെയ്ത്താനുഭവം, നമ്മളെ സംബന്ധിച്ച് നെയ്ത്തിന്റെ അനുഭവം എന്താണ്? ഈ ശബ്ദാനുഭവമാണ്. അവിടെ ആ ശബ്ദത്തിന് ഇൻ ആൻഡ് ഇറ്റ് സെൽഫ് ഒരു പ്രാധാന്യമില്ല. അതുപോലെയാണ് സ്വപ്നങ്ങളും. ഈ അവിടെ നടക്കുന്ന നെയ്ത്ത്, അതിന് പ്രാധാന്യമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് ആ നെയ്ത്തിനുള്ളിലേക്ക് നമുക്ക് പോവാം. പക്ഷേ ആ ശബ്ദത്തിന് ഒരു പ്രാധാന്യമില്ല, സ്വപ്നാനുഭവത്തിന് ഒരു പ്രാധാന്യമില്ല. അതേസമയം സ്വപ്നാവസ്ഥക്ക് പ്രാധാന്യമുണ്ട്. എന്താണ് സ്വപ്നാവസ്ഥയുടെ പ്രാധാന്യം? എന്താണ് അതിൻ്റെ ശാരീരിക മാനസിക ധർമ്മം? ഒന്ന് ടെമ്പറേച്ചർ റെഗുലേഷൻ. ഹോബ്സൺ പറയുന്നത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ മദ്യപാനികളെ ചൊറിയുക എന്നുള്ളത് എൻ്റെ ഒരു ജന്മോദ്ദേശമാണ്. ഈ മദ്യം നിർത്തിയിട്ട് ഈ പിന്നെ ഡെലിറിയം ട്രെമൻസ് വരുന്ന ആൾക്കാർ ചിലപ്പോൾ മരിച്ചു പോകും. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ്, ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മരിച്ചു പോകുന്നതിൻ്റെ ഒരു കാരണം ഈ ടെമ്പറേച്ചർ റെഗുലേഷൻ്റെ പ്രശ്നമാണ്. ഈ ഹോബ്സന്റെ ഒരു ഇത് പറയുന്നത് വെച്ചാൽ REM സ്ലീപ്പിലാണ് ഈ മദ്യത്തിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാകുന്നതാണ്. REM സ്ലീപ്പ് ഡെപ്രിവേഷൻ, അതാണ് ഇത് നിർത്തി കഴിയുമ്പോൾ REM സ്ലീപ്പിന് ഭയങ്കര റിബൗണ്ട് വരുന്നതുകൊണ്ടാണ് ഈ ഭീകരമായ സ്വപ്നങ്ങൾ കാണുന്നത്. അവർ ടെമ്പറേച്ചർ റെഗുലേഷൻ തയ്യാറായി പോകുന്നതാണ് മരിച്ചു പോകുന്ന പറഞ്ഞു. മരിച്ചു പോകും ഈ ഇങ്ങനെ. അത് വളരെ അപകടകരമായ സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഞാൻ മദ്യം നിർത്താൻ പറയാറില്ല ഇങ്ങനത്തെ രോഗികളോട്. കൊടുത്തേക്കെന്ന് പറയും, പരസ്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. കൊടുത്തേക്ക്, ആ ഡെയിലി റേഷൻ കൊടുത്തേക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ ഇയാൾ ICU കിടത്തി നമ്മളെ കയ്യിൽ നിന്ന് പോയി ആളുന്നാ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും ഈ വർഷങ്ങളായിട്ട് മദ്യപിച്ചിട്ട് കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് രഹസ്യമായിട്ട് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തു. 2-ാം ദിവസം തന്നെ മിക്കവാറും നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു. ഇത് മദ്യപിക്കാൻ എന്താ വേണ്ടത്? സ്വകാര്യമായിട്ട് അയാളോട് പറയാൻ പറ്റില്ലല്ലോ, ആ ഡെയിലി റേഷൻ കൊടുത്തേക്കെന്ന് പറയും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ ടെമ്പറേച്ചർ റെഗുലേഷനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യമാണ്. ടെമ്പറേച്ചർ റെഗുലേഷൻ REM സ്ലീപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ടെമ്പറേച്ചർ റെഗുലേഷൻ നഷ്ടപ്പെടും REM സ്ലീപ്പ് ഇല്ലെങ്കിൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശാരീരിക ധർമ്മമാണ്. പിന്നെയുള്ളത് REM സ്ലീപ്പ് ഫെസിലിറ്റേറ്റ്സ് പ്രൊസീജറൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ പ്രൊസീജറൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തില്ല, കാരണം ട്രാൻസ്ലേഷൻ എനിക്ക് അറിയില്ല. അപ്പോൾ സൈക്കിൾ ഓടിക്കുക അതൊരു പ്രൊസീജറൽ ലേണിംഗ് ആണ്. നീന്തുക ഒരു പ്രൊസീജറൽ ലേണിംഗ് ആണ്. നടക്കുക അതൊരു പ്രൊസീജറൽ ലേണിംഗ് ആണ്. അത് എങ്ങനെയാണ് നടക്കുക? അത് നമുക്ക് അറിയാൻ പറ്റില്ല. വണ്ടി ഓടിക്കുക എങ്ങനെയാണ് പ്രൊസീജറൽ ലേണിംഗ്? പുതുതായിട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ച എൻ്റെ ഒരു കുടുംബാംഗത്തിൻ്റെ കൂടെ ഞാൻ മുമ്പിലിരിക്കില്ല, കാര്യം എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, ഓടിക്കാൻ മാത്രമേ അറിയൂ. അപ്പോൾ ഓരോ തവണയും ഇത് ക്ലച്ച് എനിക്കറിയില്ല, ഞാനങ്ങനെ ഓടിച്ചു പോകും. എൻ്റെ പ്രൊസീജറൽ ലേണിങ്ങിൻ്റെ ഭാഗമായി. അതുപോലെ ഡ്രൈവിംഗ് എന്നുള്ളൊരു പ്രൊസീജറൽ ലേണിംഗ് ആണ് അത്. അപ്പോൾ ഇത് ഈ ഭാഷയിലുണ്ട്, ഈ പ്രൊസീജറൽ ലേണിംഗ് ആണ്. ഭാഷാ ലേണിങ്ങിലും ഒരു പ്രൊസീജറൽ ലേണിംഗ് ആണ്. സൈക്കിൾ ഓടിക്കുക ഭാഷയിൽ. അപ്പോൾ ഇതാണ് ഐ നോ ദാറ്റ്, ഐ നോ ഹൗ, ഐ റിമെമ്പർ വെൻ എന്ന് പറഞ്ഞാൽ അതാണ് എപ്പിസോഡിക് നോളജ്, പ്രൊസീജറൽ നോളജ്,
ഡിക്ലറേറ്റീവ് നോളജ്. അപ്പോൾ ഈ ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള ഇതില്ല, നമ്മൾ ഡ്രൈവിങ്ങിനെ കുറിച്ച് ഡിക്ലറേറ്റീവ് ആയിട്ട് എനിക്കൊന്നും പറയാൻ അറിയില്ല. എങ്ങനെ ഓടിക്കണം എന്ന് വെച്ചാൽ അത് പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്, ചെരുപ്പ് ആദ്യം ഊരി വെക്കുക, അങ്ങനെയാണ് ഞാൻ ചെയ്യുക. ഇന്ന് ചെരുപ്പ് ഊരി വെച്ചിട്ടുണ്ട്, കാരണം ഇന്ന പ്രൊസീജിയർ ലേണിംഗ് അങ്ങനെയാണ്, ചെരുപ്പ് ആദ്യം ഊരി വെച്ചിട്ട് അങ്ങനെ ഓടിക്കും. അപ്പോൾ പ്രൊസീജിയർ ലേണിംഗ് ആണ്. സൈക്കിൾ ഓടിക്കുന്നത് എങ്ങനെയാണ്? സൈക്കിൾ ഓടിക്കുക അത് പറഞ്ഞു തരാൻ പറ്റില്ല, അത് കയറിയാണ് ഓടിക്കുകയാണ്. നീന്തുന്നത് എങ്ങനെയാ? ആദ്യമൊക്കെ വെച്ച് ഇൻസ്ട്രക്ടർക്ക് പറഞ്ഞു കൊടുക്കാം, പക്ഷേ പ്രൊസീജിയർ ലേണിംഗ് കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊസീജിയർ ലേണിംഗ്. ഇതിൽ REM സ്ലീപ്പിന് വലിയൊരു സ്വാധീനമുണ്ട്. ഇപ്പോൾ ഈ പ്രൊസീജിയർ ലേണിംഗ് നടക്കുന്നതിൽ ഭാഷയിലും ഉണ്ട് ഈ പ്രൊസീജിയർ ലേണിംഗ് കേട്ടോ. ഈ നമ്മുടെ ശാരീരികമായ കാര്യങ്ങൾ മാത്രമല്ല, ഭാഷാ പഠനത്തിലും ഇതുപോലെ പ്രൊസീജിയർ ലേണിംഗ് ഉണ്ട്. ഇത് നടക്കുന്നത് ഫീഡ്ബാക്ക് ബിറ്റ്വീൻ മോട്ടോർ കോർട്ടെക്സ് ആൻഡ് ബേസൽ ഗാംഗ്ലിയ. ഈ ഫീഡ്ബാക്കിലൂടെയാണ്. മോട്ടോർ കോർട്ടെക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശപൂർവമായ ചലനങ്ങളാണ്. ഇപ്പം ഞാൻ ഈ കൈ എടുക്കും, ഇത് മോട്ടോർ കോർട്ടെക്സ് ആണ്, പോയി എടുക്കുന്നു, ഉദ്ദേശത്തോടുകൂടി നമ്മൾ പോയി എടുക്കുന്നു. അപ്പോൾ അത് മോട്ടോർ കോർട്ടെക്സ് ആണ്. അവയർനെസ്, കോൺഷ്യസ് അവയർനെസ് നിർണ്ണയിക്കുന്നത് ഇത് മോട്ടോർ കോർട്ടെക്സ് ആണ്. ബേസൽ ഗാംഗ്ലിയയിൽ അൺകോൺഷ്യസ് പ്രോസസ്സിംഗ് ആണ് ഈ നടക്കുന്നത്. ഫീഡ്ബാക്ക് ബിറ്റ്വീൻ മോട്ടോർ കോർട്ടെക്സ് ആൻഡ് ബേസൽ ഗാംഗ്ലിയ വാട്ട് ഡ്രൈവ്സ് പ്രൊസീജിയർ ലേണിംഗ് ആണ്. ഇതിൻ്റെ ഈ പ്രൊസീജിയർ ലേണിംഗ് നടക്കുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഫീഡ്ബാക്കിലൂടെയാണ്. ഈ പരിപാടി നടക്കുന്നത് REM സ്ലീപ്പിലാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ പ്രൊസീജിയർ ലേണിംഗിൻ്റെ തമാശ എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഡിക്ലറേറ്റീവ് നോളജ് കൊണ്ടുകഴിഞ്ഞാൽ ആകെ അബദ്ധവും. നടക്കുന്നത് എങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കാം, ഇടത്തേക്കാല് പോകുമ്പോൾ വലത്തേ കൈയാണോ മുന്നോട്ട് പോകേണ്ടത്, ഇടത്തേ കൈയാണോ മുന്നോട്ട് വെച്ച് നടത്താകെ വഷളാവില്ലേ? അതാണ് പ്രൊസീജിയർ ലേണിംഗിൻ്റെ പ്രത്യേകത. അത് ഞാൻ അവിടെ പറഞ്ഞത് മാത്രം, ഇങ്ങനെയായിരുന്നു അർത്ഥം. അപ്പോൾ ഇത് വി റിമെമ്പർ തിങ്സ് ബൈ ലിങ്കിങ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഗതി. ഇലാബറേറ്റീവ് എൻകോഡിങ് പ്രൊസീജിയർ ലേണിംഗിൽ വേറൊരു സംഗതി ഉണ്ടത്. പ്രൊസീജിയർ ലേണിംഗ് ആണ് ഒരു ഇത്. അപ്പോൾ ഈ പ്രൊസീജിയർ ഈ ലേണിങ്ങിൻ്റെ ഒരു സംഗതി എന്ന് വെച്ചാൽ ഇലാബറേറ്റീവ് എൻകോഡിങ് എന്നതിലൂടെയാണ് നമ്മൾ പഠിക്കുക എന്നൊരു സംഗതി ഉണ്ട്. അതും നടക്കുന്നത്, അതായത് ഇപ്പോൾ ഒരു പേര് ഓർക്കുക, ഇതൊക്കെ ഇലാബറേറ്റീവ്. ഒരു പേര് ഓർക്കുമ്പോൾ നമ്മൾ അതിനെ ഒരുപാടായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ പിന്നെ സജീവൻ അന്തിക്കാർന്ന് ഒരു പേര് മാത്രമല്ല, നമ്മൾ പിന്നെ ഒരു യുക്തിവാദ ഫിലിം ഉണ്ടല്ലോ, അതെടുത്ത ആളാണ്, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ടായില്ല. അപ്പോൾ യുക്തിവാദ ഫിലിം എടുത്ത ആളാണ്. പിന്നെ നമ്മുടെ കാളിന്തി റെസിഡൻസിയിൽ താമസിക്കുന്ന ആളാണ്. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ പേര് ഓർക്കുന്നത്. അതാണ് എലാബറേറ്റീവ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് പരസ്പരം ബന്ധപ്പെടുത്തി ചെയ്യുന്നുണ്ട്. ഇതും REM ഡ്രീമിംഗ് ഈസ് എലാബറേറ്റീവ് എൻകോഡിംഗ് ഡ്യൂറിങ് സ്ലീപ്പ് എന്നാണ് പറയുന്നത്. ഇതേ രീതിയിലുള്ള ഈ പഠനത്തിന് വേണ്ടിയുള്ള, ഞാൻ പഠനം എന്നുള്ളത് ഓർമ്മ ഉണ്ടാക്കുക എന്നുള്ളത് REMൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ലെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൾ ആർഗ്യൂ ചെയ്യുന്നത് ഈ എലാബറേറ്റീവ് എൻകോഡിംഗ് ആണ് നടക്കുന്നതെന്നാണ് REM സ്ലീപ്പിൻ്റെ സമയത്ത്. പറയാം, നമ്മുടെ പല ഓർമ്മകളെയും എലാബറേറ്റീവ് എൻകോഡിംഗ് നടക്കുന്നത് ഉറക്കത്തിൻ്റെ സമയത്താണ്. ഇത് നമുക്ക് പലപ്പോഴും സ്വപ്നത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. വൈകാരിക പ്രാധാന്യമുള്ള വിദൂര സ്മരണകൾ പരസ്പരം ബന്ധിക്കപ്പെടുന്നത് ഓരോ നമ്മുടെ ഈ പിന്നെ നമ്മുടെ സ്വപ്നങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട്, സ്വപ്നവേളയിലും. റിമോട്ട് ബട്ട് ഇമോഷണലി സാലിയന്റ് അസോസിയേഷൻസ് ആർ ഇലാബറേറ്റഡ് ബൈ REM സ്ലീപ്പിംഗ് ബ്രെയിൻ മൈൻഡ്. അപ്പോൾ അതുമാണ് ഹൈപ്പർ അസോസിയേഷൻ എന്ന് പറയുന്നത്. പല വിദൂരമായ ഓർമ്മകളെയും പരസ്പര ബന്ധനം നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് FMRI വെച്ചിട്ട് നോക്കിയപ്പോൾ ചൗ എന്ന് പറഞ്ഞിട്ടുള്ള 2013 FMRI വെച്ച് പഠിക്കുമ്പോൾ ആ പാറ്റേൺ എന്താണ്, വിദൂരമായ ഓർമ്മകളെ ബന്ധിപ്പിക്കുന്നത് കാണാം സ്വപ്നത്തിൽ. ഇത് നമുക്ക് ഇതിൻ്റെ ഈ സ്വപ്നാടനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഇന്ന് തുടർച്ചയായിട്ട് കാണാം. അതിൽ കാണാം ഈ ഒരു ഉദാഹരണം, സ്വപ്നത്തിൻ്റെ ഉദാഹരണം. ഇത് കുറേ ഫ്രോയിഡിയൻ സംഗതികളുണ്ട്, ഇത് അതൊന്നും പ്രസക്തമല്ല. ഒരു സ്വപ്നത്തെക്കുറിച്ച് ഇത് വിവരിക്കുന്ന കാണാം. സ്വപ്നം 1. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ, ഒരു 2016 ഇദ്ദേഹം ഒരു പഴയ ഒരു ക്ലാസ്മേറ്റിനെ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ലാത്ത, ഇന്ന് നമ്മുടെ ആദ്യം സ്വാഗതപ്രസംഗൻ പറഞ്ഞ സ്വപ്നത്തിൽ, സാബു ഫിലിപ്പ് പറഞ്ഞ സ്വപ്നത്തിൽ അദ്ദേഹം വളരെ 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 ദശാബ്ദങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു സ്ത്രീയെ കുറിച്ച് ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. ആ ഓർമ്മ പൊടിയേറ്റിയെടുത്തു. ഈ വിദൂരസ്ഥമായ ഓർമ്മകളെ ഈ ഓർമ്മരഹിതമായ ഈ REM വേളയിൽ നമുക്കൊരു ഓർമ്മയില്ലെങ്കിലും ഈ ഓർമ്മകളെ പരസ്പരം ബന്ധിപ്പിക്കുക എന്നുള്ളൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇലാബറേറ്റീവ് എൻകോഡിങ് നടക്കുന്നുണ്ട്. അത് ലേണിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഓർമ്മകൾ, നമ്മളത് വളരെ നിസ്സാരമായ ചില വിഭാഗം മാത്രമേ നമ്മൾ ഓർക്കുന്നുള്ളൂ. ഇവർ പറയാണ്, ഒരു വളരെ പഴയ കാലത്ത് ഇയാൾ കുറച്ചു കാലം ഗോവയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒരു പരിചയക്കാരുണ്ടായിരുന്നു. ആ പഴയ പരിചയക്കാരിയെ 1972 അദ്ദേഹം ലയോള സ്കൂളിലെ അധ്യാപകനായി ഗോവയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് പരിചയമുണ്ടായിരുന്ന ഒരു ജൂലി എന്ന് പറഞ്ഞ ഒരു പഴയ പരിചയക്കാരിയെ 2016 മാർച്ചിൽ അദ്ദേഹം ഓർക്കുകയാണ്. എത്രയോ ദശാബ്ദങ്ങൾക്ക് ശേഷം ഓർക്കുകയാണ്. എന്തുകൊണ്ട്
ആ പഴയ പരിചയക്കാരിയാണ് ഈ നീണ്ട കാലയളവിന് ശേഷം സ്വപ്നത്തിൽ ഞാൻ തേടിയെത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് എന്ന ചോദ്യം മനസ്സിലുണർത്തിയത് തലേ ദിവസം കണ്ട ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയാണ്. അതേ നായികക്ക് ജൂലിയുടെ മുഖച്ഛായ ഉണ്ടെന്ന് മാത്രമല്ല ബെനിറ്റ എന്ന പേരിനൊരു ഗോവൻ ഛായയുമുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ആ സ്വപ്ന വിശകലനത്തിലേക്ക് പോകാം. അതൊക്കെ നമ്മൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല, അത് ആവശ്യമില്ല നമുക്ക്. പക്ഷെ ഇത് വളരെ പ്രസക്തമാണ്. 10-40 കൊല്ലത്തിന് ശേഷം ആ പഴയ ഓർമ്മ, ആ ഒരു ഇത് കാണുമ്പോൾ ആ പഴയ ഓർമ്മയായിട്ട് അത് അസോസിയേറ്റ് ചെയ്യാണ്. ഇങ്ങനെയാണ് ഇതാണ് REM സ്ലീപ്പിൻ്റെ സമയത്ത് നടക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ പക്ഷേ നമ്മുടെ സ്വപ്നാനുഭവത്തിലേക്ക് വരുന്നുള്ളൂ. ഇതുപോലെ വളരെ വിദൂരമായ ഓർമ്മകളുമായി നമ്മൾ അന്നന്ന് കിട്ടിയ ഓർമ്മകൾ, അടുത്ത കാലത്ത് കിട്ടിയ ഓർമ്മകൾ ഇങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇലാബറേറ്റീവ് എൻകോഡിങ് എന്നാണ് പറയാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ലേണിംഗ്, പ്രൊസീജിയർ ലേണിങ്ങിലുണ്ട്, എല്ലാ തരത്തിലുള്ള ലേണിങ്ങിലും ഈ ഇലാബറേറ്റീവ് എൻകോഡിങ് എന്ന നമ്മുടെ ലേണിംഗ് പ്രക്രിയയെ REM സ്ലീപ്പ് വളരെ സഹായിക്കുന്നുണ്ട്. അപ്പം ഞാനും അതേപോലെ സ്വപ്നം ഞാനും കണ്ടുകൊള്ളാം. ഈ മഹേഷിൻ്റെ പ്രതികാരം എന്നൊരു സിനിമ കണ്ടു. അപ്പോൾ അതിലിങ്ങനെ മുണ്ട് മടക്കി കുത്തിയിട്ട് ഇയാൾ ഇറങ്ങിയ ഒരു സീനുണ്ട്. അത് എന്തുകൊണ്ടും എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കേട്ടോ. അത് കണ്ട് പിന്നെ ഞാൻ കാണുന്ന സ്വപ്നം ഈ ഒരു മുണ്ട് ഉടുത്തുകൊണ്ട് മടക്കി കുത്തി ഞാൻ നിൽക്കുന്ന സ്വപ്നമാണ്. ഈ മുണ്ട് ഞാൻ കണ്ടിട്ടൊരു ഇത്തരത്തിലുള്ള കളറുള്ള ഒരു പ്രത്യേകതരം കളറുള്ള കണ്ണൂർ ജില്ലയിലെ ഒരു പ്രത്യേക കടയിൽ ഒരു പ്രത്യേക ഒരു നെയ്ത്ത് കയറിക്കാർ മാത്രം ഉണ്ടാക്കുന്ന, നെയ്ത്ത് സഹകരണ സംഘക്കാരുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം കളറുള്ളൊരു മുണ്ട്. അത് ഞാൻ ഉടുത്തിട്ടുണ്ടാകും ഒരു 16-17 വയസ്സ് സമയത്ത് മാത്രമാണ്. അത് മടക്കി കുത്തി ഞാൻ നിൽക്കുന്ന സ്വപ്നം ഇത് കണ്ട ശേഷം ഞാൻ കാണുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇത് ആ അസോസിയേഷൻ അവിടെ നടക്കുന്നുണ്ട്, ഈ തരത്തിലുള്ള അസോസിയേഷൻ. അപ്പോൾ അതാണ് ഞാൻ ടെമ്പറേച്ചർ റെഗുലേഷൻ, പ്രൊസീജിയറൽ മെമ്മറി. അപ്പോൾ അതിനും അപ്പുറത്തേക്കുള്ള അഹംബോധ നിർമ്മിതി. അതാണ് ഞാൻ 2 സംഗതി പറഞ്ഞത്. പ്രൊസീജിയറൽ മെമ്മറി, ഇലാബറേറ്റീവ് എൻകോഡിങ്ങിലൂടെ നടക്കുന്ന അഹംബോധ നിർമ്മിതി. എന്താണത് അഹംബോധ നിർമ്മിതി എന്ന് വെച്ചാൽ? ഈ എല്ലാ സ്വപ്നങ്ങളിലും ഉള്ള ഒരു സംഗതി നമ്മൾ പറക്കുകയും ശരിയാണ്, നിൽക്കുക നടക്കുകയില്ല. വൺ ഓറിയന്റേഷണൽ ആങ്കർ ദാറ്റ് ഈസ് നെവർ ലോസ്റ്റ് ഇൻ ഡ്രീംസ്. പലതും നമുക്ക് വിട്ടുപോകും. ഏത് സ്ഥലമാണ്, ഏത് കാലമാണ് ഒക്കെ നമ്മൾ മറന്നുപോകും. മറക്കാത്ത ഒരു സാധനമുണ്ട്, ഞാൻ എന്നുള്ളത്. ഞാൻ അവിടെ ഉണ്ടാവും. മിക്കവാറും എല്ലാ ഞാനില്ലാത്ത സ്വപ്നമില്ല. പറക്കുന്നത് ഞാനാണ്. ഇറ്റ് ഇസ് ഐ ഹു ഡ്രീംസ്, ഐ ഹു സ്വിംസ്, ഫ്ലൈസ്, ഫ്ലീസ്, മേക്സ് ലവ്, ഫിയേഴ്സ് ആൻഡ് ഫൈറ്റ്സ്. ഇതൊക്കെ ഈ അവിടെ പറക്കുന്നതും ഓടുന്നതും ചാടുന്നതും യുദ്ധം ചെയ്യുന്നതും ഒക്കെ ഞാനാണ്. അതാണ് ദ വൺ ഓറിയന്റേഷണൽ ആങ്കർ ദാറ്റ് ഈസ് നെവർ ലോസ്റ്റ് ഇൻ ഡ്രീംസ്. അതാണ് നമ്മുടെ ഡ്രീം ഫോമിനെ കുറിച്ചുള്ള പഠനത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഐ എന്നുള്ളത്, അഹംബോധം എന്നുള്ളത് അത് പോവില്ല. ബാക്കിയൊക്കെ സ്വപ്നം ഭയങ്കര മോശമായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഞാൻ കാണുന്ന സജീവൻ്റെ മുഖം തന്നെ ഇതായിരിക്കില്ല, വേറൊരു സജീവനായിരിക്കും. പക്ഷേ സജീവനായിരിക്കും, വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഗതിയായിരിക്കും. പൂച്ചക്ക് വലിയ ചിരി ഉണ്ടാവും, പക്ഷേ അത് പൂച്ചയായിരിക്കും. അത് ഓറിയന്റേഷൻ ആങ്കർ ഒക്കെ നഷ്ടപ്പെടാതെ നമ്മളുടെ പോകത്താണ്. പക്ഷേ ഞാൻ ആണെന്നുള്ളത് നമുക്ക് സംശയമില്ല. മുണ്ട് മടക്കി നിൽക്കുന്നത് ഞാനാണ്, പക്ഷേ ഞാൻ ഇന്നതുപോലെ മുടി നിറച്ച് കണ്ണട വെച്ച് എനിക്ക് ഞാനായിരിക്കില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഞാനായിരിക്കും. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്. 27,375 ദിവസമാണ് ആ ശരാശരി നമ്മൾ ജീവിക്കുക. ശരാശരി നമ്മുടെ ആയുസ് ഇത്ര ദിവസമാണ്. 27,375 days ആണ് നമുക്കുള്ളൂ. ഒരു ദിവസത്തെ എത്ര ദിവസം കഴിഞ്ഞു പോയി എന്ന് ആലോചിക്കും. അപ്പോൾ ഇത്രയും ദിവസത്തെ ഒരു പൂരമാണെന്ന് ഞാൻ പറയാം. ഞാൻ താമസിക്കുന്ന നാട്ടിലൊരു വലിയ പൂരമുണ്ട്, ചെനക്കത്ത പൂരം എന്ന് പറയും. അവിടെ വലിയൊരു സംഭവമാണിത്. അപ്പോൾ അതിന് പൂരത്തിന് പിന്നെ കുതിര ഉണ്ടാവും. പൂരത്തിന് വേണ്ടി ഒരു ദിവസത്തെ പൂരത്തിന് കുതിര കെട്ടിയുണ്ടാക്കി ഒരു കുറച്ച് ദിവസങ്ങളുടെ പ്രവർത്തനമാണ്. കുതിര കെട്ടിയുണ്ടാക്കി അലങ്കരിച്ച് ഒരു കുതിരകളിയുണ്ട്, ഒരു ദിവസത്തെ കുതിരകളി. ഇതുപോലെ 27,375 ദിവസത്തെ കുതിരകളിയാണ് നമ്മുടെ ജീവിതം എന്ന് ഞാൻ പറയുന്നത്. ഓരോ ദിവസവും ഈ കുതിരയെ നമ്മൾ കെട്ടി ഇങ്ങനെ കുതിരകളിയാട്ടാണ്. ഓരോ രാത്രിയിലും ഈ കുതിരകളിക്ക് കുതിരയെ സർവീസ് ചെയ്യണം. ആ സർവീസിങ് ആണ് നടക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. കാരണം വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ ഉദാഹരണമായിട്ട് 27,375 ദിവസത്തെ ഈ പൂരത്തിൽ എല്ലാ ദിവസവും രാത്രി നടക്കുന്ന കുതിരയുടെ സർവീസിങ് ആണ്, പൊയ്ക്കുതിരയുടെ സർവീസിങ് ആണ് ഈ REM സ്ലീപ്പ്. നിദ്രാവസ്ഥ, നിദ്ര അനുഭവമല്ല കേട്ടോ, നിദ്രാനുഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അനുഭവം മാത്രം. ഈ പരിപാടി ഇവിടെ ഗംഭീരമായിട്ട് സർവീസിങ് നടക്കുന്ന 5 ഒരേ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർവീസിങ്, നമ്മുടെ സെൽഫിൻ്റെ സർവീസിങ്. അതാണ് ആ ഓറിയന്റേഷണൽ ആങ്കർ ദാറ്റ് ഈസ് നെവർ ലോസ്റ്റ്. അപ്പോൾ ഈ സ്വപ്നാവസ്ഥയിലൂടെ എന്താ ചെയ്യുന്നത്? ഈ വ്യക്തിബോധത്തിൻ്റെ മസ്തിഷ്ക അടിസ്ഥാനം നിരന്തരമായി നവീകരിക്കപ്പെടുന്നതാണ്. എത്ര സംസ്കൃത വാക്കാൻ നോക്കൂ. അപ്പോൾ ഹോബ്സൺ പറയുന്നത് വി സ്ലീപ് പെർ ചാൻസ് ടു ഡ്രീം എന്ന് വെച്ചാൽ ആ ഡ്രീം അവസ്ഥയിലേക്ക് കടന്നു പോകാൻ, കാരണം നമുക്ക് ഡ്രീം അനുഭവിക്കാന്നല്ല. ആൻഡ് വി ഡ്രീം പെർ ഫോഴ്സ് എന്നാണ്. അതാണ് ഇത് പെർ ചാൻസ്, ഇത് പെർ ഫോഴ്സ്.
പെർഫോഴ്സ് ടു റീആക്ടിവേറ്റ് ദ ബ്രെയിൻ ബേസിസ് ഓഫ് സെൽഫ്ഹുഡ്. നമ്മുടെ വ്യക്തിബോധത്തിൻ്റെ അതിലൊരു മസ്തിഷ്കാടിസ്ഥാനമുണ്ട്. മസ്തിഷ്കാടിസ്ഥാനമില്ലാതെ മനസ്സ് ഇല്ലാത്ത മസ്തിഷ്കങ്ങളുണ്ട്, പക്ഷെ മസ്തിഷ്കമില്ലാത്ത മനസ്സില്ല. ഏതാണ് മനസ്സില്ലാത്ത മസ്തിഷ്കം? അൽഷിമസ് ഡിസീസ്. മസ്തിഷ്കം അവിടെ തന്നെ ഉണ്ട്, പക്ഷെ മനസ്സില്ല, മനസ്സ് നഷ്ടപ്പെട്ടു പോയി, അഹംബോധമില്ല. അപ്പോൾ അഹംബോധത്തിന് എന്തുണ്ട്? ദർ ഇസ് എ ബ്രെയിൻ ബേസിസ് ഫോർ സെൽഫ്ഹുഡ്. നമ്മുടെ വ്യക്തിബോധത്തിനൊരു മസ്തിഷ്ക അടിസ്ഥാനമുണ്ട്. ഈ വ്യക്തിബോധത്തിൻ്റെ മസ്തിഷ്ക അടിസ്ഥാനത്തെ നിരന്തരമായി നവീകരിക്കുക എന്ന പ്രക്രിയയാണ് നമ്മുടെ സ്വപ്നാവസ്ഥയുടെ ധർമ്മം. മറ്റേ ടെമ്പറേച്ചർ റെഗുലേഷൻ അതൊക്കെ പറയാം. ടു റീആക്ടിവേറ്റ് ദ ബ്രെയിൻ ബേസിസ് ഓഫ് സെൽഫ്ഹുഡ്. അതാണ് നടക്കുന്നത്. എന്താണ് ഈ സെൽഫ്? സെൽഫ് ഈസ് നത്തിങ് മോർ, നത്തിങ് ലെസ് than a constantly reiterated model of my genetically determined skills and propensities, melded seamlessly together with my emotionally salient memories. വളരെ ഗംഭീരമായൊരു വാചകമാണ്. അതിൻ്റെ ക്രക്സ് ആണ്. ജനിതക കഴിവുകളുണ്ട്, നമുക്ക് ഒരുപാട് ജനിതക കഴിവുകളുണ്ട്. നമ്മളെ ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള നമ്മുടെ സ്കില്ലുകൾ, പലതരം സ്കില്ലുകളുണ്ട്. അതിനൊപ്പം എന്തുണ്ട്? അത് സ്കില്ലുകളുണ്ട്, പ്രൊപ്പൻസിറ്റീസ് ഉണ്ട്. നമ്മുടെ ആങ്ഷ്യസ് ആവാനുള്ള പ്രൊപ്പൻസിറ്റീസ്, നമ്മുടെ പല നമ്മുടെ പ്രവണതകൾ, ജനിതക പ്രവണതകളുണ്ട്, ജനിതക കഴിവുകളുണ്ട്. ഇതിനെ ഒപ്പം തന്നെ നമുക്ക് വളരെ വൈകാരിക പ്രാധാന്യമുള്ള ഓർമ്മകളുണ്ട്. അപ്പോൾ ഇത് രണ്ടും മെൽഡഡ് സീംലെസ്ലി ടുഗദർ, നെയ്തുണ്ടാക്കിയിരിക്കുകയാണ്, ഇഴചേർത്തുണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ കോൺസ്റ്റന്റ് റീറ്ററേഷനാണ് നടക്കുന്നത്. റീറ്ററേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ വരും. അപ്പോൾ ആ റീറ്ററേഷൻ എന്നുള്ള വാക്ക് നമുക്ക് ഇനിയും വരും. അപ്പോൾ ഞാനതിനെ നമ്മുടെ നേരത്തെ 37,375 ദിവസത്തെ പൂരം എന്ന നമ്മുടെ ഇമേജിലേക്ക്, ആ ഉപമയിലേക്ക് തിരിച്ചു പോയാൽ, ഈ നടക്കുന്ന കുതിരകളിക്ക് രാത്രി എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഈ കുതിരകളി റിഹേഴ്സൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതെന്താണ്? റീലേണിംഗ് ദ ജനറ്റിക് കോഗ്നിറ്റീവ് സ്കിൽസ് ആണ്. ഈ കുതിരകളിയിൽ നമുക്ക് ഒരു സ്കില്ലുകളുണ്ട്. ഈ സ്കില്ലിനെ റീആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ രാത്രി കുതിരകളിൻ്റെ ആൾക്കാർ റിഹേഴ്സ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ നമ്മുടെ സ്കില്ലുകളൊക്കെ നമ്മൾ റിഹേഴ്സ് ചെയ്യുന്നുണ്ട് രാത്രി. REM സ്ലീപ്പിൻ്റെ സമയത്ത് റിഹേഴ്സ് നടക്കുക. പൊതുവേ REM സ്ലീപ്പിൽ വിശേഷിച്ചും കോഗ്നിറ്റീവ് സ്കിൽസിനെ. രണ്ടാമത്തെ എന്താണ്? പുതിയ ചമയങ്ങളൊക്കെ ഇതിന് അണിയിക്കാനുണ്ട്. ഈ കുതിരയെ ടു അപ്ഡേറ്റ് ദ ബ്രെയിൻ വിത്ത് എക്സ്പീരിയൻഷ്യൽ ഡാറ്റ. അന്നന്ന് ലഭ്യമായ പുതിയ അനുഭവങ്ങളുമായി നമ്മുടെ അഹംബോധത്തിനെ ഇഴചേർക്കേണ്ടതുണ്ട്. ഈ രണ്ട് പ്രവർത്തനങ്ങളാണ് സ്വപ്നാവസ്ഥയിൽ നടക്കുന്നത്. ഈ കുതിരകളീൻ്റെ റിഹേഴ്സൽ നടക്കും, പുതു ചമയങ്ങൾ അണിയിക്കലും നടക്കും. ഇത് മൈക്കൽ വാലന്റീൻ മാർസൽ ജുവേ എന്ന് പറഞ്ഞ ഒരാൾ പാരഡോക്സ് ഓഫ് സ്ലീപ്പ് എന്ന ബുക്കിൽ പറയുന്നതാണ്. ദ പർപ്പസ് ഓഫ് ഡ്രീമിങ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഡ്രീമിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വപ്നം കാണുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, സ്വപ്നാവസ്ഥ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓർക്കുന്നില്ല സ്വപ്നങ്ങൾ, എല്ലാ സ്വപ്നം കാണുന്നില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇറ്ററേറ്റീവ് ന്യൂറോളജിക്കൽ പ്രോഗ്രാമിംഗ്. അതാണ് ഞാൻ റീറ്ററേഷൻ എന്നുള്ള പറഞ്ഞത്. ദാറ്റ് വർക്ക്സ് ടു പ്രിസർവ് എൻ ഇൻഡിവിജ്വൽ സൈക്കോളജിക്കൽ ഹെറിഡിറ്റി, ദ ബേസിസ് ഓഫ് പേഴ്സണാലിറ്റി. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എന്താണുള്ളത്? ഒരു ന്യൂറോളജിക്കൽ പ്രോഗ്രാമാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, എന്ത്? ജനറ്റിക്കലി ഡിറ്റർമിൻ സ്കിൽസ് ആൻഡ് പ്രൊപ്പൻസിറ്റീസ് എന്ന് പറഞ്ഞത്, ജനിതക കഴിവുകളും പ്രവണതകളും. അപ്പോൾ അതിൻ്റെ കൈൻഡ് ഓഫ് ഇറ്ററേറ്റീവ് ന്യൂറോളജിക്കൽ പ്രോഗ്രാം അതെന്ത് ചെയ്യുന്നു? ഈ പ്രോഗ്രാമിനെന്ത് ഉദ്ദേശിക്കുന്നത്? പ്രിസർവ് ചെയ്യാൻ. അങ്ങനെ പ്രിസർവ് ചെയ്യപ്പെടേണ്ടത്. ഇങ്ങനെ പ്രിസർവ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ പ്രിസർവ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ മനസ്സില്ലാത്ത മസ്തിഷ്കങ്ങളുണ്ടാവും. ആ ന്യൂറോളജിക്കൽ ബേസിസ് ഓഫ് സെൽഫ്ഹുഡ് നഷ്ടപ്പെട്ടു പോവാം, പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോവാം. അങ്ങനെ നഷ്ടപ്പെട്ടവരാണ് സ്മൃതിനാശം, അൽഷീമസ് ഡിസീസ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്ക്, ഇതിനെ നിലനിർത്തുക എന്നതാണ് ഈ നിദ്രാവേളയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഒന്ന് ഉറങ്ങിക്കിട്ടാൻ വേണ്ടി എന്ത് കുറ്റസമ്മതത്തിനും റെനിഗേഡുകൾ തയ്യാറായിരുന്നത്. ഇവർ പാർട്ടി വിരുദ്ധരാണ്, രാജ്യവിരുദ്ധരാണ് എന്നൊക്കെ പ്രസ്താവിച്ചിട്ട്
നമ്മുടെ ദേശദ്രോഹികളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജനകീയ സർക്കാരുകൾ ചെയ്യുന്ന ഒരു പണി ചെയ്തിട്ടുള്ള ഒരു പണി ഇതാണ്. ഉറങ്ങാൻ സമ്മതിക്കില്ല. അവസാനം എന്ത് വെട്ടി കൊടുക്കും, എന്ത് കുറ്റം ചെയ്തു, അമേരിക്കരുമായിട്ട് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എല്ലാം വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള കുറ്റസമ്മതം എഴുതി കൊടുക്കുന്ന അവസരം. കാരണം അത്രയും പ്രധാനമാണ് ഉറക്കം. ഇല്ല ജീവിക്കാൻ സാധ്യമല്ല. Purpose of dreaming is a kind of iterative neurological programming that works to preserve an individual's psychological heredity, that is the basis of personality. എന്താണ് ഇറ്ററേഷൻ എന്നുള്ളതിൻ്റെ വാക്ക്, അതിൻ്റെ അർത്ഥം ഇതാണ്. മലയാളത്തിൽ പറഞ്ഞു തന്നെ വീണ്ടും പറയുക, ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ആവർത്തിച്ച് ചെയ്യുക. ഇംഗ്ലീഷിൽ കൃത്യമായി പറഞ്ഞിട്ട് റെപ്പറ്റീഷൻ ഓഫ് എ മാത്തമാറ്റിക്കൽ ഓർ കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ അപ്ലൈഡ് ടു ദ റിസൾട്ട് ഓഫ് എ പ്രീവിയസ് ആപ്ലിക്കേഷൻ. നേരത്തെ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു റിസൾട്ട് കിട്ടും. അതിൻ്റെ മുകളിൽ ടിപ്പിക്കലി ആസ് മീൻസ് ഓഫ് ഒബ്റ്റൈനിങ് സക്സസ്ഫുള്ളി ക്ലോസർ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. അപ്പോൾ ഒരു പ്രോബ്ലം കിട്ടി, അതിനെ പുതിയ റിസൾട്ട് വെച്ച് വേറൊന്ന് ചെയ്യാം, അങ്ങനെ ഇറ്ററേറ്റീവായി ചെയ്യാം. അപ്പോൾ ഇതാണ് ഇറ്ററേറ്റീവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇത്തരത്തിലുള്ളൊരു ഇറ്ററേറ്റീവ് ന്യൂറോളജിക് പ്രോഗ്രാമിംഗ് ആണ് ഈ സ്ലീപ്പിൻ്റെ സമയത്ത് നടക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആസ് സ്ലീപ്പ് ഈസ് എൻ എക്സസൈസ് ഓഫ് റീലേണിംഗ് ജെനറ്റീവ് കോഗ്നിറ്റീവ് സ്കിൽസ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജനിതകമായി നമുക്ക് കിട്ടിയ സ്കില്ലുകളെ റീലേൺ ചെയ്യുകയാണ് നമ്മൾ ഉറക്കത്തിൽ ചെയ്യുന്നത്. അതാണ് ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. രണ്ടാമത്തെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്താണ്? വേക്കിംഗ് ആണ്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നത്? പുതിയ പുതിയ അനുഭവങ്ങൾ, പുതിയ പുതിയ സ്കില്ലുകൾ, പുതിയ പുതിയ വാക്കുകൾ, പുതിയ ആശയങ്ങൾ, ഇതൊക്കെ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ വേക്ക് സ്റ്റേറ്റ് എക്സ്പീരിയൻസിനെ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ നമ്മൾ ആർജിക്കുന്നു. ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യുകയും കുതിരക്ക് പുതിയ ചമയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന പണി അപ്പം നടക്കുന്നു, ഉറക്കത്തിൽ നടക്കുന്നു. അപ്പോൾ ഇത് രണ്ടും പരസ്പരം, വേക്കിംഗ് ആൻഡ് ഡ്രീമിംഗ് ആർ മ്യൂച്വലി എൻഹാൻസിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു രൂപത്തിലെത്തി. രണ്ട് തരം സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ഉള്ളത്, ഈ രണ്ടും പരസ്പരം കൊടുത്തും വാങ്ങിയുമാണ് നമ്മുടെ ജീവിതം നടക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തിബോധ സർവീസിങ്ങിന് ഒരു അപ്രതീക്ഷിതമായൊരു തെളിവ് കിട്ടി. അത് നമ്മുടെ ജൂവേ എന്നുള്ളൊരാൾ ശാസ്ത്രജ്ഞ പേര് എഴുതിയല്ലോ. ദിസ് എക്സ്പെരിമെന്റ് റിവീൽസ് എ ഡൈനാമിക്കലി അൺകോൺഷ്യസ് ബ്രെയിൻ മൈൻഡ് ഇൻ ഓൾ ഇറ്റ്സ് ഗ്ലോറി എന്നാണ് ഹോബ്സൺ അതിൻ്റെ പേര് പറഞ്ഞത്. ഒരു കുറച്ച് ക്രൂരമായൊരു പരീക്ഷണമാണ്. വേറൊരു പരീക്ഷണം നടത്തിയാണ്. ആ പരീക്ഷണത്തിൽ ഇതാണ് REM സ്ലീപ്പ് വിത്തൗട്ട് അറ്റോണിയ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻപുട്ട് ഔട്ട്പുട്ട് ഗേറ്റുകൾ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ ഇടിക്കുമ്പോൾ നമ്മൾ ഇടിക്കില്ല, സ്വപ്നത്തിൽ ചാടുമ്പോൾ നമ്മൾ ചാടില്ല. കാര്യം നമ്മൾ പാരലൈസ്ഡ് ആണ്. നമ്മുടെ ഔട്ട്പുട്ട് ഗേറ്റ് നമ്മൾ ക്ലോസ്ഡ് ആണ്. നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതും ഒന്നും ചെവിയിലൂടെയോ കണ്ണിലൂടെയോ അല്ല, അതൊക്കെ ഇന്റേണലി ജനറേറ്റഡ് ആണ്. നമ്മുടെ ഇമേജ് ജനറേറ്റർ സിസ്റ്റം തന്നെ ഉണ്ടാക്കുന്നതാണ്. അതേപോലെ നമ്മൾ ചെയ്യുന്നതും ഔട്ട്പുട്ടും ഒന്നും ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം ഔട്ട്പുട്ട് സിസ്റ്റം ക്ലോസ്ഡ് ആണ്. ഇതാണ് സാധാരണ REM സ്ലീപ്പ്. സോ REM സ്ലീപ്പ് ഈസ് വിത്ത് അറ്റോണിയ. വിത്ത് അറ്റോണിയ മാത്രമാണ്. അറ്റോണിയ എന്ന് വെച്ചാൽ ടോണില്ല, മസിലിനൊന്നും ടോണില്ല, അങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം REM സ്ലീപ്പ് വിത്തൗട്ട് അറ്റോണിയ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായി. അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ പൂച്ചകളുടെ ഈ മസ്തിഷ്ക കാണ്ഡത്തിൽ ചില പരീക്ഷണം നടത്തുകയാണ്. എങ്ങനെയാണ് പരീക്ഷണം വന്നതെന്ന് വെച്ചാൽ നമ്മൾ PGO വേവ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ നേരത്തെ പറയണ്ടായി. ഈ വേവ്സ് ആണ് പിന്നെ REM സ്ലീപ്പ് ഉണ്ടാക്കുന്നത് എന്നായിരുന്നു മുമ്പത്തെ ധാരണ. ഈ സ്ലീപ്പ് ഈ വേവ്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വേവ്സ് ഉണ്ടാകുന്ന അതിനെ ഇല്ലാതാക്കാൻ സാധിക്കുമെങ്കിൽ ഈ ന്യൂക്ലിയസ് സെറുലിയസ് എന്ന ഈ ഭാഗത്ത് പിന്നെ അതിനെ അബ്ലേറ്റ് ചെയ്യാം, സൂചി വെച്ച് അവിടെ ആ സെല്ലുകളെ നശിപ്പിക്കാം, ആ സെല്ലുകളെ മാത്രം നശിപ്പിക്കാം. എന്നാൽ ഇതിന് REM സ്ലീപ്പ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ജൂവെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില പൂച്ചകളുടെ മസ്തിഷ്കത്തിൽ ഈ ന്യൂക്ലിയസ് സെറുലിയസിൻ്റെ അടുത്ത് നശിപ്പിച്ചു. ആ ഭാഗം പോൺസിൽ ന്യൂക്ലിയസ് സെറുലിയസിൻ്റെ അടുത്തുള്ള ഭാഗം നശിപ്പിച്ചിട്ട് അവരുടെ സ്ലീപ്പ് ഒബ്സർവ് ചെയ്തു. തലയിലൊക്കെ ഒബ്സർവ് ചെയ്തപ്പോൾ എന്തുണ്ടായി? പിന്നെ when the cats had EEG slow waves of NREM, they were sound asleep and peaceful. അതായത് നമ്മളെ അഗാധ നിദ്രയുള്ള സമയത്ത് പൂച്ചകൾ സുഖമായി ഉറങ്ങി. പക്ഷേ ഈ PGO വേവ്സ് ഇല്ലാതായില്ല. PGO വേവ്സ് തുറന്നുണ്ടായി. REM പീരീഡ് വന്നു, കണ്ണുകൾ ഇളകാൻ തുടങ്ങി. അപ്പോൾ പൂച്ച ചാടി എണീക്കാൻ തുടങ്ങി. Cats jumped up and performed a variety of automatic self-defense and attack behaviors. എന്തുപറ്റി? ഈ ഒരു ഭാഗം മാത്രം ഔട്ട്പുട്ട് ഗേറ്റ് തുറന്നുപോയി. ഈ ഭാഗം നശിപ്പിച്ചപ്പോൾ മസ്തിഷ്കത്തിന്റെ, ഞാൻ പറഞ്ഞില്ലേ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗേറ്റുകൾ അടച്ചിരിക്കാന്നില്ലേ, ഈ ഔട്ട്പുട്ട് ഗേറ്റ് തുറന്നു. ഈ മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗം ഡാമേജ് ചെയ്തപ്പോൾ എന്തുപറ്റി?
സ്വപ്നം കാണുന്നുണ്ട്, സ്വപ്നത്തിൽ പൂച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൂച്ച ശരിക്കും ആ കിടക്കുന്നിടത്ത് ചെയ്യാൻ തുടങ്ങി. ആ ഫിലിം ഞാൻ കാണിച്ചു തരാം. സ്വപ്നം കാണുന്ന പൂച്ചയാണ്. വെച്ചാലും നമ്മുടെ മാമലുകൾ, നമ്മുടെ സസ്തനികളൊക്കെ സ്വപ്നാവസ്ഥയിലൂടെ കടന്നുകൊണ്ട്, സസ്തനികൾ സ്വപ്നം കാണുന്നത് നമുക്ക് പറയാൻ നിവൃത്തിയില്ല, അവരുടെ സ്വപ്ന അനുഭവം എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല. പക്ഷേ അറിയും സ്വപ്നാവസ്ഥ എന്ന സംഗതി നമ്മുടെ എല്ലാ മാമലുകൾക്കും ഉണ്ടെന്നുള്ള. അതുപോലെ പക്ഷികൾക്കും ഉണ്ട് REM സ്ലീപ്പ്. ടെമ്പറേച്ചർ റെഗുലേഷൻ വേണ്ടവർക്കൊക്കെ REM സ്ലീപ്പ് ഉണ്ടെന്നാണ് അതിന് അടിസ്ഥാനമായിട്ട് പറയാം. അപ്പോൾ ഉറങ്ങുമ്പോൾ എന്താ ഈ ഒരു പർട്ടിക്കുലർ ഭാഗം, മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം, ന്യൂക്ലിയസ് സർക്കുലേഷന് അടുത്തുള്ള ഭാഗം നശിച്ചു പോയ പൂച്ചകൾക്ക് എന്താ സംഭവിക്കുന്നത്? അവയുടെ സ്വപ്നത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവ ആക്ട് ചെയ്യും. അപ്പോൾ ഇത് എന്താണ് കാണിക്കുന്നത്? നമ്മുടെ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗേറ്റുകൾ അടഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഔട്ട്പുട്ട് ഗേറ്റ് അടഞ്ഞു പോയി എന്നുള്ളതുകൊണ്ട്. ഈ ഷുവയെ പൂച്ചയെ പോലെ തന്നെ മനുഷ്യരുണ്ട്. കാരണം ഇതൊരു രോഗാവസ്ഥയായിട്ട്, ഇതുപോലെയുള്ള മസ്തിഷ്ക രോഗങ്ങൾ, പ്രത്യേകിച്ചും ആണുങ്ങളിൽ കാണുന്ന ഒരു രോഗമാണ്. അതിന് REM സ്ലീപ്പ് ബിഹേവിയർ ഡിസോർഡർ എന്ന് പറയും, RSBD. വളരെ അപൂർവമായി കാണുന്നതാണ്. ഈ രോഗികളൊക്കെ തന്നെ പിന്നീട് പാർക്കിൻസൺ ആയിട്ട് വരും. പാർക്കിൻസൺ രോഗം പിന്നീട് പാർക്കിൻസൺ രോഗം ഒരു മസ്തിഷ്ക രോഗമാണ്. അപ്പോൾ ഇതിൻ്റെ ചില പാർക്കിൻസൺ ഉണ്ടാകുന്നവർക്ക് അതിന് മുമ്പായിട്ട് ഈ RSBD വരും, REM സ്ലീപ്പ് ബിഹേവിയർ ഡിസോർഡർ. അത് പിന്നെ ഈ പൂച്ചകളെ പോലെയാണ്. അവർ സ്വപ്നവേളയിൽ ഇതുപോലുള്ള കൈയിട്ടടി കാലിട്ടടിയൊക്കെ ചെയ്യും. അപ്പോൾ ഇയാൾ പറയുന്നത് ഇത് ഹോബ്സൺ എഴുതി വെച്ചാണ്. എ മാൻ കൺസൾട്ടഡ് മീ ബിക്കോസ് ഹി വോക്ക് അപ്പ് ഹാവിംഗ് ജസ്റ്റ് ഡ്രീം that he was turning the wheel of his car to avoid an accident and instead hit his wife. ഭാര്യ അടിച്ചു. നമ്മൾ ആ ഫിലിം അവസാനിക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യാത്ത കാരണം നമ്മുടെ പാർട്ട്നേഴ്സ് രക്ഷപ്പെടുന്നു എന്ന്, അല്ലെങ്കിൽ അടി വീണില്ലേ അപ്പോൾ തന്നെ. അപ്പോൾ ഇതിങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഉണ്ടായി. ഒരു രോഗി മുപ്പത് സ്വപ്നം കണ്ടെന്താണ്? കാറ് ഓടിക്കുകയാണ്. പെട്ടെന്ന് തിരിഞ്ഞു, അദ്ദേഹം കാറ് വെട്ടിച്ചു, ഇടി ഭാര്യയ്ക്ക് കൊണ്ട്. അപ്പോഴാണ് അദ്ദേഹം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെക്കാനിസം. അപ്പോൾ കൃത്യമായിട്ടുള്ള ന്യൂറോളജി എന്താണ് ഇതിൻ്റെ കാരണം നമുക്കിന്ന് അറിയാം. എക്സ്ട്രാ പിരമിഡൽ മൂവ്മെൻറ്റ് ഡിസോർഡർ ഞാൻ പറഞ്ഞത് 5th decade ഉണ്ടാവുക. ഓൾ ഓഫ് ഹൂം മേ ഗോ ആൻഡ് ഡെവലപ്പ് പാർക്കിൻസോണിസം. അപ്പോൾ ഹോബ്സൺ പ്രായമുള്ള ആളാണ്. അതൊക്കെ ശരിയായ ഫ്രോയിഡിയനായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അന്നൊക്കെ ഫ്രോയിഡിൻ്റെ സിദ്ധാന്തങ്ങളാണ്. സിൻസ് ഐ ന്യൂ ഓൺലി ഓഫ് REM സ്ലീപ്പ് വിത്ത് അറ്റോണിയ, the still overtrained Freudian psychiatrist in me assumed that the dream card driving was as symbolic and ego defensive psychological neutralization of his latent hostility towards his wife. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുള്ള ഗുപ്തമായ ഈ ഹോസ്റ്റിലിറ്റി, ശത്രുത കാരണമാണ് ഇദ്ദേഹം സ്വപ്നം കണ്ടതാണ് ഈ ഹോബ്സൺ അന്ന് മനസ്സിലാക്കിയതെന്നാണ് പറയുന്നത് ഹോബ്സൺ. കാരണം അതാണ് ഫ്രോയിഡിൻ്റെ രീതി. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്, മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗം കേടായിട്ട് ഷൂബയുടെ പൂച്ചയെ പോലെ സ്വപ്നങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാണ്. ഔട്ട്പുട്ട് ഗേറ്റുകൾ തുറന്നുപോയി. ഇതാണ് ഫ്രോയിഡിൻ്റെ അവസ്ഥ. ഫ്രോയിഡ് ഈസ് ഡെഡ്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയുന്നുണ്ട്, ഐ അപ്പോളജൈസ് ഫോർ ദിസ് ഇന്റലക്ച്വൽ എറർ. ഇവിടെ യാതൊരു അപ്പോളജിയും ഇല്ല. ഫ്രോയിഡിനെ കുറിച്ച് ഇന്ന് പുകഴ്ത്തി, ഫ്രോയിഡിൻ്റെ ഇതൊക്കെ വലിയ സംഭവമാണ്, ഫ്രോയിഡിൻ്റെ ബൈബിളാണ് പറഞ്ഞത്. ദർ ഇസ് നോ അപ്പോളജി. I apologize for this intellectual error and for the distrustful affront of my egregiously ignorant misrepresentation. ഞാൻ ആ വാക്കൊക്കെ അതേപോലെ എടുത്തു വെച്ചതാണ്. How many other similar crimes against truth? This is crime against truth. സത്യത്തിനെതിരെയുള്ള അക്രമം, ക്രൈം അഗൈൻസ്റ്റ് ട്രൂത്ത്. ഇങ്ങനെയുള്ള പ്രസിദ്ധീകരിക്കാൻ പാടില്ല. Crimes against truth have been committed by overzealous psychoanalytic wannabes like me എന്ന് ഇന്ന് ഇത്രയൊക്കെ പഠിച്ച ശേഷം ഹോബ്സൺ പറയുന്നു, അങ്ങനെ ഒരു അപ്പോളജിയും നമ്മൾ പ്രതീക്ഷിക്കണ്ട. ഇവിടെ ഇതന്നെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ഈ ബൗദ്ധിക ചവറ്റുകൊട്ടയിൽ വരുന്ന പച്ചക്കുതിരകൾ നമ്മൾ ഇത് തന്നെ നീറ്റിക്കൊണ്ടിരിക്കും. എല്ലാം പച്ചക്കുതിര മാത്രം പറഞ്ഞിട്ട്, പച്ചക്കുതിര വാസം എത്രയോ ഭേദമാണ്. ഒരുപാട് പുതിയ സംഗതികൾക്ക് വരും. പക്ഷേ ഇതെല്ലാം വിളമ്പും. ഇവിടെ ഈ സമൂഹത്തിന് എല്ലാ സാധനങ്ങളും വരുമല്ലോ, അതുപോലെ അഴുക്കുകളും അതിൽ വരും. അത് ഇന്ന് പറയുന്നതാണ്, ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് വാട്ട് ദ ഡ്രീം മീൻസ്. ഐ ഹാവ് നോ ഐഡിയ. അങ്ങനെ ഒരു അർത്ഥമുണ്ട് ഞാൻ വിചാരിച്ചില്ല. ബിയോണ്ട് ദ ഒബ്വിയസ് മോട്ടീവ്. അങ്ങനെ ഒരു അർത്ഥമില്ല. ഒബ്വിയസ് മോട്ടീവ്
ഓഫ് സെൽഫ് പ്രിസർവേഷൻ ഇൻ എ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ. ഇത്രേ ഉള്ളൂ. ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ സെൽഫ് പിന്നെ പ്രിസർവേഷൻ. ഇതൊക്കെ നമ്മുടെ ജെനറ്റിക് സ്കില്ലാണ്. ഇതൊക്കെ റീആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അത് നമ്മൾ അറിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഈ പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് പഠിച്ചല്ല നമ്മളൊന്നും വരുന്നത്. അതൊക്കെ നമ്മൾ പിന്നീട് പഠിച്ച പ്രൊസീജിയറൽ ലേണിംഗ് ആണ്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് നമ്മുടെ ജെനറ്റിക് സ്കിൽ. ഇതൊക്കെ പുതുക്കപ്പെടുകയും ഇതൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഒരു ഭാഗമാണ് ഇദ്ദേഹം അനുഭവിച്ചത്. അത്രേ അർത്ഥമുള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഫ്രോയിഡിയൻ ഇതൊക്കെ തരുന്നത് വെറും അസംബന്ധമാണെന്ന് അർത്ഥം. ഇറ്റ്സ് ഒബ്വിയസ് മോട്ടീവ് ഓഫ് സെൽഫ് പ്രിസർവേഷൻ ഇൻ എ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ. But dreamed behavior may be a rehearsal for real behavior as well as a reaction to it. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ കുതിരകളിക്കുള്ള റിഹേഴ്സൽ ഞാൻ പറഞ്ഞത്. നമ്മളെ ജീവിതത്തിലുള്ള റിഹേഴ്സലാണ്. വേക്കിംഗ് കോൺഷ്യസ്നെസ് ഉള്ള റിഹേഴ്സലാണ് ഡ്രീമിങ് കോൺഷ്യസ്നെസ്. ഡ്രീം നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും ഇതിന് പരീക്ഷണ തെളിവുകളിൽ ഇതൊക്കെ വെറും ചാരകേസർ സിദ്ധാന്തങ്ങളല്ല. മൈക്കൽ ഫീ എന്ന് പറഞ്ഞൊരാൾ ഒരു പാട്ടുപാടുന്ന പക്ഷിയാണ്. അതിൻ്റെ തലയിൽ ഇങ്ങനെ ഇതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടല്ലേ, പല പിന്നെ ലീഡുകളൊക്കെ പിടിപ്പിച്ചിട്ട് അതിൻ്റെ മസ്തിഷ്ക വേവുകളൊക്കെ പിന്നെ കോഡ് ചെയ്ത് പഠിക്കും. അപ്പോൾ ഈ കിളിയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ ഇപ്പം സാ പ സാ എന്ന് പറഞ്ഞിട്ടല്ല കിളിപ്പാട്ട് പഠിക്കുന്നത്. കിളിയുടെ പാട്ട് അതിന് ജെനറ്റിക്കലി പ്രോഗ്രാംഡ് ഫിക്സഡ് ആക്ഷൻ പാറ്റേൺ ഇൻ ദ യങ് ബേർഡ്സ് ബ്രെയിൻ ആണ്. ആ ആക്ഷൻ പാറ്റേൺ അവിടെ മുദ്രിതമായി ഇരിക്കുന്നുണ്ട്. അവിടെ ജനിതകമായി മുദ്രിതമാണ്. ഏതൊക്കെ ന്യൂറോണുകൾ അടുത്തടുത്തടുത്ത് നമ്മൾ നേരത്തെ കാണിച്ചത് ഒരു ന്യൂറോണിന് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് വരുന്നു, അടുത്ത ന്യൂറോണിലേക്ക് അത് കെമിക്കലുകൾ റിലീസ് ചെയ്യുന്നു. അങ്ങനെ വന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് അവസാനം ഇഫക്റ്റായിട്ട് പാട്ടായിട്ട് വരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ ജെനറ്റിക്കലി പ്രോഗ്രാംഡ് ഫിക്സഡ് ആക്ഷൻ പാറ്റേൺ ആയിട്ട് ഇതിൻ്റെ മസ്തിഷ്കത്തിൽ ഇരിപ്പുണ്ട്. അത് മറ്റുള്ള ഇത് പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് റിലീസായി, പിന്നെ അതൊന്ന് പാടാൻ പറഞ്ഞു. ഈ മുദ്രിതമാണ്, മസ്തിഷ്കത്തിൽ മുദ്രിതമാണ്. അപ്പോൾ ഈ മൈക്കൽ ഫീ എന്താ പറഞ്ഞത്, ദ ബ്രെയിൻ എൻജിൻ ഓഫ് ദ സോങ് ഈസ് ആക്ച്വലി റൺ ആസ് ദ ബേർഡ് സ്ലീപ്സ് എന്നാണ് മൈക്കൽ ഫീ ഇതെന്ന് കണ്ടെത്തിയത്. ഈ പക്ഷി ഉറങ്ങുമ്പോൾ, ഈ പാട്ടുപാടുന്ന പക്ഷി ഉറങ്ങുമ്പോൾ അതിൻ്റെ മസ്തിഷ്കത്തിൽ ഈ പാട്ട് മിഷൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ബ്രെയിൻ എൻജിൻ ഓഫ് ദ സോങ് ഈസ് ആക്ച്വലി റൺ ആസ് ദ ബേർഡ് സ്ലീപ്സ്. അതാണ് അവരെ കണ്ടുപിടിക്കുന്നത്. ഇത് അതിൻ്റെ ഗ്രാഫുകളൊക്കെ ഉണ്ട്. മൈക്കൽ ഫീ ഇതാണ് ഇത് മൈക്കൽ ഫീയുടെ ഒരു പേപ്പർ നേടിയ ചിത്രമാണ്. ഇതാണ് അതിൻ്റെ ആ സർക്യൂട്ടൊക്കെ. ഫീ നോസ് വിച്ച് ന്യൂറോൺസ് റൺ വിച്ച് പാർട്ട് ഓഫ് ദ സോങ്. അതൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർക്കത് അറിയാം. ഈ പാറ്റേൺ വന്നാൽ ഇത് പാടുന്നതാണ്. ഈ പാട്ട് പാടുന്ന മസ്തിഷ്ക പാറ്റേൺ ഉറക്കത്തിൽ ആവർത്തിക്കുന്നതാണ്. അതാണ് കുതിരകളി ആവർത്തനം എന്ന് പറയുന്നത്. വ്യക്തിബോധത്തിന്റെ മെയിൻ്റനൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ വ്യക്തിബോധത്തിന്റെ നിർമ്മിതി നമ്മൾ നേരത്തെ പറഞ്ഞു. വ്യക്തിബോധം എന്ന് നിർമ്മിക്കപ്പെടുന്നത് അതും സ്വപ്നാവസ്ഥയിലാണെന്നുള്ളതാണ്. അല്ലേ, ഞാൻ ഈ പറഞ്ഞ കുതിരകളിയുടെ ഉപമയിലൊക്കെ ഒന്നുകൂടിയും പോവാം. ഈ കുതിരകളിക്ക് ആദ്യം ഒരു കുതിരയുടെ ഫ്രെയിം ഉണ്ടാക്കണം. അത് ആദ്യം ഉണ്ടാവുക 2 സെല്ലുകൾ, സൈഗോട്ടിൽ 2 സെല്ലുകൾ ചേരുന്ന പോലെ അടിസ്ഥാനപരമായിട്ടുള്ള 2 തേക്കിൻ്റെ വടികൾ മാത്രം ആദ്യം ഉണ്ടാവും. അതിൻ്റെ മുകളിൽ വേണം പിന്നെ ഒരു മുള കൊണ്ട് വലിയൊരു സ്കഫോൾഡ് ഉണ്ടാക്കി, അതിന് മുകളിൽ വാഴയുടെ ഇല കൊണ്ട് കുറേ കെട്ടി, അതിന് മുകളിൽ തുണി കെട്ടി. ഇങ്ങനെയൊക്കെയാണ് ആദ്യത്തെ ഒരു 2-3 ദിവസത്തെ ഗർഭാവസ്ഥ. എന്നിട്ടാണ് കുതിര ഉണ്ടാക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ വ്യക്തിബോധത്തിനെ നിർമ്മിക്കുന്നത്. നമ്മൾ ഇതേപോലെയാണ് നമ്മുടെ വ്യക്തിബോധവും നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ള ഉറക്കത്തിലാണ്. ഈ ശിശു ഗർഭാവസ്ഥയിൽ ഇതുപോലെ നമ്മുടെ വ്യക്തിബോധത്തിൻ്റെ ആദ്യ രൂപം പിറന്ന ശേഷമല്ല നമ്മുടെ വ്യക്തിബോധം ഉണ്ടാവുന്നത്. കുട്ടി തന്നെ ഒരു വ്യക്തിയായിട്ടാണ് പിറക്കുന്നത്. അതിനുമുണ്ട് ഒരു പ്രോട്ടോ കോൺഷ്യസ്നെസ്. ഗർഭാവസ്ഥയിലുള്ള ശിശുവിനുമുണ്ട് ഒരു പ്രോട്ടോ കോൺഷ്യസ്നെസ്, ഒരു പ്രാഥമിക ബോധം. പ്രൈമറി കോൺഷ്യസ്നെസ്, പ്രോട്ടോ കോൺഷ്യസ്നെസ്. More accurately and more importantly, the sense of self actually depend upon sleep. It is a state of sleep that the proto self is instantiated in the first place. ആദ്യമേ ഉണ്ടാവും അങ്ങനെയാണ് സ്ലീപ്പ്. ഇപ്പം നോക്കൂ, ഈ ഒരു ഗ്രാഫ് ഗർഭാവസ്ഥയിൽ അലക്കുമ്പോൾ വരും. ആദ്യയിൽ നിദ്രയുണ്ടായി എന്നാണ് ഞാൻ പറയാം. സ്ലീപ്പ് കംസ് ഫസ്റ്റ് ആൻഡ് വേക്കിംഗ് കംസ് സെക്കൻഡ്. ഉറക്കമാണ് ആദ്യം ഉണ്ടാകുന്നത്, ഉറച്ചല്ല. വെറും ഒരു മാംസപിണ്ഡമായല്ല ഈ കുട്ടി ജനിക്കുന്നത്. ഈ 2 സെല്ലുകളിൽ തുടങ്ങിയിട്ട് ഇതാവുമ്പോഴേക്കും when we are born
we come into this world with an already high level of cognitive and behavioral capability. നമ്മുടെ അറിയാനും പെരുമാറാനുമുള്ള നമ്മുടെ കഴിവ് വളരെ ഉയർന്നതാണ്. നമ്മളൊരു മാസമുണ്ട് അവരെ കുട്ടി ഇനി 15 കൊല്ലം എടുക്കണത് ശരിയാകുമെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എന്നാൽ പോലും ഒരു മഹാത്ഭുതമാണത്. ഒരുപാട് കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ കാപ്പബിലിറ്റികളാണ്. വി സ്ലീപ്പ്, വേക്ക് അപ്പ്, സ്മൈൽ റെസ്പോൺസിബിലി, ടേക്ക് നറിഷ്മെന്റ്, എക്സ്ക്രീറ്റ്, സ്ലീപ്പ് അഗെയിൻ. വെൻ വി ആർ കൺസീവ്ഡ് വി വർ ജസ്റ്റ് 2 cells. വെറും 2 സെല്ലിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. അതുപോലെ തന്നെ they cool when they are content, they cry when they are uncomfortable, they suckle and swallow when they are fed. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഭയങ്കര രസമാണ്. ഉണ്ടായി വരുന്ന കുട്ടി, മനുഷ്യൻ മാത്രമല്ല, ഉണ്ടായി വരുന്ന കുട്ടി നിലത്ത് കാല് സ്പർശിച്ച ഉടനെ ഓടുന്നു. അത്രയും കേപ്പബിലിറ്റി കൂടിയാണ് ജനിക്കുന്നത്. പല പിന്നെ സസ്തനികളും ജനിച്ച ഉടനെ തോന്നും ചിമ്പാൻസിയുടെ കുട്ടി. നമ്മുടെ കുട്ടികളും തോന്നും, കാരണം നമ്മൾ ഒരു തരം ചിമ്പാൻസിയാണ്. ഒരു ജസ്റ്റ് ഫോർ ഹൊറർ ഒരു ചെറിയ വീഡിയോ കാണിച്ചു തരാം. ഗ്രാസ്പ് റിഫ്ലക്സ്. കുട്ടികളെ ഇങ്ങനെ പിന്നെ നമ്മളിപ്പം കയ്യിൽ ഇങ്ങനെ കൊടുത്ത കുട്ടികളെ പിടിച്ചു തോന്നും. ഇങ്ങനെ പൊന്തിച്ചു കഴിഞ്ഞാൽ എന്താ ഒറ്റ കയ്യിൽ ഒരു വടിയിൽ പിടിച്ചിട്ട് ഈ കുട്ടിയെ പൊന്തിച്ചിരിക്കണം. എന്താ കുറച്ച് ക്രൂരമായ ഒരു സംഭവമാണിത്. എന്താ ഈ ഒരു വടിയിൽ കൊടുത്തിരിക്കുകയാണ്, ഒരു സപ്പോർട്ടും ഇല്ല. കുട്ടി വീണാൽ പിടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത് മാത്രം. അത്രയും കപ്പാസിറ്റിയാണ്. ഒറ്റ കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ പൊങ്ങും. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ. ഇത് ഇത്ര പ്രധാനമായ വീഡിയോ അല്ല, നേരെ ഉണ്ട് തോന്നിയോട് ഞാൻ കാണിച്ചെന്ന് മാത്രം. ഇത്രയും കഴിവുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇത് ഞാൻ പ്രോട്ടോ കോൺഷ്യസ്നസ് അനങ്ങുന്നുണ്ട്. ഒരു കുട്ടി അനങ്ങുക എന്ന് തന്നെ ഈ ഒരു പിന്നെ നമ്മുടെ വ്യക്തിബോധത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു വ്യക്തിബോധത്തിൻ്റെ ആദിമ രൂപമാണ്. ജീവൻ്റെ ആദ്യ രൂപം തന്നെ. മൂവ്മെൻറ്റ് ഈസ് ലൈഫ്, ലൈഫ് ഈസ് മൂവ്മെൻറ്റ് എന്നാ പറയുക. അനങ്ങുക എന്നുള്ളതാണ്. ഇത് മരിച്ചതാണെന്ന് പറയാൻ ചത്തു ശരിക്കും ചത്തതല്ല, ചത്ത അഭിനയിക്കുകയാണ് ഈ പാമ്പ്. കാരണം ചാവുക എങ്ങനെയാണെന്നുള്ള അടിസ്ഥാനം ഇതാണ്. അത് ചലനമില്ലാതെ ചത്തു. അതാണ് ഈ എല്ലാ പുഴുപുലികൾ, പക്കിപ്പരുന്തുകൾ, കടലാനകൾ, കാട്ടുരൂപങ്ങളൊക്കെ ഇതെല്ലാത്തിൻ്റെയും അടിസ്ഥാനം ജീവൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ ജന്തുജീവിതത്തിൻ്റെയും ഒരു അടിസ്ഥാന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ചലനമാണ്. അതാണ് കുട്ടി ആദ്യം ചെയ്യുന്നതാണല്ലോ, ചവിട്ട്. ഇങ്ങനെ അത് ഒരു ഏജന്റാണ്. അതിൻ്റെ മോട്ടോർ ഔട്ട്പുട്ട് ഗേറ്റുകൾ തുറന്നു ചവിട്ടാൻ പറ്റും. സ്പർശനശേഷി, ഇതൊക്കെ പ്രോട്ടോ കോൺഷ്യസ്നസ് ആദ്യമേ തുടങ്ങിയ അവിടെ തന്നെ ഒരു പ്രോട്ടോ കോൺഷ്യസ്നസ് ഉണ്ടെന്നാണ് പിന്നെ ഹോബ്സൺ പറയാ. ഐയിലേക്ക് ഈ വേൻസ് സംതിങ് ടു ഡു വിത്ത് ഓൾ ദിസ്. അപ്പോൾ ഈ ലോക ജീവിത റിഹേഴ്സൽ ഗർഭപാത്രത്തിൽ തന്നെ ആരംഭിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഗെറ്റിംഗ് റെഡി ടു ബി എലൈവ്, അതാണ് നമ്മൾ കാണിക്കുന്ന ഈ ഒരുപാട് കഴിവുകൾ ഈ കുട്ടികളുടെ. ഈസ് ഗെറ്റിംഗ് റെഡി ടു ബി എലൈവ്. അമ്മയുടെ മുലക്കണ്ണ് എത്തിക്കഴിഞ്ഞാൽ സക്ക് ചെയ്യാൻ പഠിക്കണം. ഇതെല്ലാം വീണു പോയിരിക്കാൻ പഠിക്കണം. ഓരോ ജന്തുവിനും ഈ വാസനാബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഗെറ്റിംഗ് റെഡി ടു ബി എലൈവ് നീഡ്സ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ്. വെറും 2 സെല്ലാണ്. 9 മാസം കൊണ്ട് ഇതൊക്കെ ചെയ്യാനാവണം. അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. പുറത്ത് വന്നാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റണം. അതിനൊരുപാട് പ്രാക്ടീസ് വേണം. എന്താ ഇതൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ചിരിക്കുന്ന കുട്ടി, ഇത് ഗർഭപാത്രത്തിൽ ഇപ്പം ഈ 4D സ്കാൻ വരുമ്പോൾ നമുക്ക് ഗർഭസ്ഥ ശിശുവിൻ്റെ ചിത്രം എടുക്കാം. ചിരിക്കുന്ന കുട്ടി എന്താ എത്ര പഠിക്കാമെന്ന് ഞാൻ അതിനൊരു ഇത് കൊടുത്ത. ഒരുപാട് പഠിക്കാനുണ്ടല്ലോ. ഇങ്ങനെയുള്ള എല്ലാ മുഖഭാവങ്ങളും കൈയെടുക്കലും വായെടുക്കൊണ്ടോ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ ഈ പ്രസവിച്ച ഉടനെ ഒറ്റ ദിവസം കൊണ്ടല്ല കുട്ടികളൊക്കെ പഠിക്കുന്നത്. ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവസാന ഈ കാര്യങ്ങളൊക്കെ ഇതാ വായ തുറക്കലും വായയുടെ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത്. വളരെ ആക്റ്റീവായിട്ടുള്ള ജീവിതമാണ് ഈ അവിടെ നടക്കുന്നത്. ഇത് വെച്ചാൽ ഒരു 24/7 സ്വപ്നാവസ്ഥയാണ് ഈ ഗർഭാവസ്ഥ പറഞ്ഞാൽ. വലിയൊരു അളവോളം ഈ ഒരു വാമപ്പ് പ്രാക്ടീസ് ഫോർ ലൈഫ്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വേക്കിംഗ് കോൺഷ്യസ്നെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് നമ്മുടെ REM-CP നടക്കുന്നത് പറഞ്ഞ പോലെ. ഈ വരാൻ പോകുന്ന പൂരത്തിനുള്ള 27,730 ദിവസത്തെ പൂരത്തിനുള്ള മെയിൻ തയ്യാറെടുപ്പ്, അതിൻ്റെ കുതിരയെ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞ പണിയാണ്. അതിൻ്റെ ബേസിസ്, അതിൻ്റെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് 24/7 സ്വപ്നാവസ്ഥ. അത് വലിയൊരു അളവോളം. പിന്നെ പ്രീനാറ്റൽ എക്സിസ്റ്റൻഷ്യൽ കാലിസ്തനിക്സ് എന്നാണ് അവർ പറയുക. വാമപ്പ് പ്രാക്ടീസ് ഫോർ ലൈഫ് മസ്റ്റ് ഗോ ഓൺ 24 hour ഡേ ഓർ ദർ അബൌട്ട്സ്. ഏതാണ്ട് അത്രയും. ഫീറ്റസ് ലേണിംഗ് ഈ സ്ലീപ്പ് ലേണിംഗ്. ഇത് സിമുലേഷൻ ആണെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സിമുലേഷൻ, റീഇറ്ററേഷൻ എന്നൊക്കെ പറയും ന്യൂറോളിക് പ്രോഗ്രാമിംഗ് ആണ്.
സിമുലേഷൻ. വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതിന് മുമ്പേ എല്ലാം സിമുലേറ്റ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന പോലെ, പ്ലെയിൻ ഓടിക്കാൻ പഠിക്കുമ്പോൾ അത് ചെയ്യുന്ന പോലെ സിമുലേറ്റർ. അതുപോലെ സിമുലേഷനാണ് ഈ ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റിൽ ഫീറ്റസിനെ സംബന്ധിച്ച് സംഭവിക്കുന്നത്. ഇത് നോക്കൂ, ഇവിടെ ആദ്യ സമയത്ത് മുഴുവൻ ഇത് എവേ കോൺഷ്യസ്നെസ്, 3 തരം എവേ കോൺഷ്യസ്നെസ്, പിന്നെ ഡ്രീമിങ് കോൺഷ്യസ്നെസ്, ഡ്രീമിങ് അവസ്ഥ, ഉറക്കത്തിൻ്റെ അവസ്ഥ, സുപ്താവസ്ഥ, സ്വപ്നാവസ്ഥ, ജാഗ്രതാവസ്ഥ. 3 അവസ്ഥയിൽ പറയാം നമുക്ക്. ഞാനൊക്കെ ഏതാണ്ട് ഇവിടെ എത്തി, ഏതാണ്ട് ഉറക്കമൊക്കെ കുറഞ്ഞ് സ്വപ്നങ്ങളൊക്കെ കുറഞ്ഞ അവസ്ഥയിലെത്തി. തുടങ്ങുന്നത് ഇവിടെയാണ്, സ്വപ്നാവസ്ഥ മാത്രമേ ഉള്ളൂ എന്നാ. ഗർഭാവസ്ഥയിൽ ജനിക്കുന്നത് ഇവിടെയാണ്. അതിന് തൊട്ടൊരു അടുത്ത അവസാനത്തെ ഏതാനും മാസങ്ങൾ, 4 മാസങ്ങൾക്ക് മുമ്പ് വരെ, 4 months ബിഫോർ ബർത്ത്, REM സ്ലീപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് വെർച്വലി ഓൾ ഫീറ്റൽ ലൈഫ് എന്നാ. പിറവിക്ക് 4 മാസം മുമ്പ് വരെ ഈ കണ്ണിങ്ങനെ ഇളകൊണ്ടിരിക്കുന്നതാണ് സ്വപ്നാവസ്ഥ. വെറും ഉറക്കല്ല, സ്വപ്നാവസ്ഥ. കുട്ടി സ്വപ്നം കാണുന്നുണ്ടോ എന്നറിയില്ല, സ്വപ്നം കാണാൻ നമുക്കറിയില്ലല്ലോ, നമുക്ക് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ ഓർമ്മയില്ല. നമ്മൾ കുട്ടിക്ക് സ്വപ്നങ്ങളുണ്ടോ എന്ന് വെച്ചാൽ സ്വപ്ന അനുഭവം ഉണ്ടാവില്ല, പക്ഷെ സ്വപ്നാവസ്ഥ നിർബന്ധമായുണ്ട്. കാരണം REM സ്ലീപ്പാണ്. അപ്പോൾ ഈ അവസാനത്തെ 4 മാസത്തിൽ മാത്രമാണ് പിന്നെ പതുക്കെ ഈ സ്വപ്നാവസ്ഥ അല്ലാത്ത നിദ്രാവസ്ഥ, സുപ്താവസ്ഥ ഉണ്ടാവുന്നത്. എന്നാലും സ്വപ്നാവസ്ഥയാണ് പ്രധാനം. തുറന്നു കഴിഞ്ഞാലും ഈ മസ്തിഷ്കം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 വയസ്സ് വരെയൊക്കെ അധികവും കൂടുതൽ REM സ്ലീപ്പാണ്. 10 വയസ്സ് വരെയും അതങ്ങനെ തുടരുന്നുണ്ട്. മസ്തിഷ്കം ഇങ്ങനെ ഇതിൻ്റെ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റീസ് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ REM സ്ലീപ്പ് അത്രയധികം ആവശ്യമുണ്ട്. By 1 month before birth, the fetus spends around 12 hours each day in REM sleep. പകുതിയോളം, 1 മാസം മുമ്പ് തന്നെ പകുതിയോളം REM സ്ലീപ്പിലാണ്. 2 മണിക്കൂറായി, കുറച്ച് സമയമുള്ളതിന്, ഒരു 10 മിനിറ്റ് ഞാൻ ആ വീഡിയോ കാണിച്ചു. അപ്പോൾ ഇതാണ് സ്വപ്നാരംഭമഹം സർവം എന്നാണ് ഞാൻ പറയാം. REM sleep is relatively immature primordial state where main job is development could be to prepare the brain for waking life. ഇതാണ് ഇങ്ങനെ ഈ ഫിക്സഡ് ആക്ഷൻ പാറ്റേൺസ് ആയിട്ട് മസ്തിഷ്കത്തിൽ ഇതേപോലെ ഒക്കെ ഉള്ളത് കൊണ്ടാണ് പിറന്ന ഉടനെ കുട്ടികൾ താറാവിൻ്റെ പിന്നാലെ നടക്കുന്നത്. അതിന് മുന്നിൽ താറാവ് തന്നെ വേണമെന്നില്ല, ഒരു ഗവേഷകൻ നടന്നാലും മതി, റിലീസർ അതിൻ്റെ പിന്നാലെ നിൽക്കും. അമ്മയെ കണ്ടില്ലെങ്കിൽ അമ്മക്ക് പകരം ഇയാൾ നടന്നാലും പിന്നാലെ നടന്നോളും. കാരണം ആ ഫിക്സഡ് പ്രോഗ്രാം, ജനറ്റിക് പ്രോഗ്രാം അവിടെ ഉണ്ട്. നിദ്രാവസ്ഥയിൽ ഇത് ഈ ഫിക്സഡ്, നമ്മുടെ എല്ലാം ഈ ജനറ്റിക് പാറ്റേൺസ്, ഫിക്സഡ് ആക്ഷൻ പാറ്റേണുകൾ അവിടെ നിക്ഷിപ്തമാക്കുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ പിന്നെ ഒക്കെ ബിൽഡ് ചെയ്യുന്നത്. നമ്മുടെ ചമയങ്ങളൊക്കെ പിന്നീട് അത് നടക്കുന്നതും REM സ്ലീപ്പിലാണ്. അതാണ് പറഞ്ഞത്. ഭാഷയും സ്വപ്നാവസ്ഥയും, ഭാഷയിലും ഭാഷയുടെ പഠനത്തിലും ഇതുപോലെ നമുക്ക് എന്തുണ്ട്, ഒരു ലേണിംഗ് ബോക്സ് ഉണ്ട് എന്നാണ് ചോംസ്കി പറയാം. ഏത് ഭാഷയും നമുക്ക് പഠിക്കാം. പ്രസവിച്ച് വീഴുന്നത് അതിനാൽ ഭാര്യ തന്നെ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെ ആക്കി ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അവിടെ പിറകുന്ന ഇംഗ്ലീഷ് സംസാരിക്കാം, അത് ഒരു അത്ഭുതമില്ല. കാരണം അവിടെ പിറന്നു വീണാൽ ഇംഗ്ലീഷാണ് പറയാം, പിറന്നു വീണ കുട്ടികളും കൂടി ഇംഗ്ലീഷാണ് പറയുന്നത് പറഞ്ഞാൽ അവിടെ ഭാഷ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഏത് ഭാഷ പഠിക്കാനുമുള്ള അടിസ്ഥാനപരമായ മെക്കാനിസം, ബ്രെയിൻ എഞ്ചിൻ, ഫിക്സഡ് ആക്ഷൻ പാറ്റേൺ എന്ന് പറയാവുന്ന രീതിയിലുള്ള ബ്രെയിൻ എഞ്ചിൻ നമുക്കുണ്ട്. അപ്പോൾ അതിന് എക്സ്പീരിയൻസ് വേണം ഇന്നറ്റ് ഗ്രാമറിൽ. അതുകൊണ്ട് ഗ്രാമർ ഭാഷാ പഠനമൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ എനിക്കൊന്നും ഇനി നടക്കാത്ത എന്തുകൊണ്ടാണ്? അതിനൊരു കാരണം, പൂർണ്ണമായും അല്ല, ഒരു കാരണം നമ്മൾ REM സ്ലീപ്പ് കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഭാഷാ പഠനവും കുറേ ബുദ്ധിമുട്ടായി വരുന്നത്. ചെറുപ്പത്തിൽ തന്നെ മാതൃഭാഷ മാത്രമേ പഠിപ്പിക്കാവൂ എന്ന് പറഞ്ഞാൽ വലിയ കഥയൊന്നും ഇല്ല. വെറുതെ തന്നെ പഠിപ്പിച്ചാൽ നന്നായിട്ട് പഠിക്കും. ആദർശിൻ്റെ ഈ ഒരു ഫോട്ടോയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. സ്വപ്ന സമാനമായ ഈ ഫോട്ടോയോടുകൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.